Hello, welcome back children once again. Another day of JEE Crash Physics part. We'll be beginning with questions. The first one from oscillations. Today we'll have discussion on oscillations as well as waves. Last day of first year topics. Tomorrow onwards we'll be continuing with second year topics. Second part, second year topics. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെക്കൻഡ് ഇയർ എടുത്ത് പകുതി നിർത്തിയിരുന്നു. ഇനി നാളത്തെ ക്ലാസ്സിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ എടുക്കുക റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമാണ്. എക്സാമിനേഷൻസിൻ്റെ ഡേറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഒരല്പം ടോപ്പിക്സ് ക്ലബ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നാളെ ഈ മറ്റന്നാളും കൊണ്ട് സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്സ് കൂടി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ക്ലബ് ചെയ്തിട്ട് ചെയ്യാം. അത് റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ആയിരിക്കും. അതുകൊണ്ട് ഒരല്പം എക്സ്ട്രാ ടൈം നമുക്ക് വേണ്ടി വരും. അപ്പോൾ നേരത്തെ ക്ലാസ് ഒരു ഹാഫ് ആൻ അവർ നേരത്തെ തുടങ്ങും. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 1 മണിക്കാണെങ്കിലും 12:30 സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 12:30 നാളത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് SHM ഓഫ് ആംപ്ലിറ്റ്യൂഡ് A along x-axis. Particle executes SHM of amplitude A along x-axis at t equal to 0. The position of the particle is x equal to a/2 and move along positive x-axis. The displacement of particle in time t is x equal to a sin omega t plus delta. Then the value of delta is. Question നോക്കൂ. X is equal to a sin omega t plus delta, where x is given as a/2 at time t equals 0. That is, a gets cancelled, sin delta equals 1/2, so delta equals 30 degree, that's pi by 6. Shift 2023 shift, first shift April 10th. Okay, it's very simple question. Move to the next one. For simple harmonic motion, Mass-Spring system, the surface is frictionless, where mass of the block is 1 kilogram, angular frequency omega 1. When mass of block is 2 kilogram, angular frequency omega 2. Ratio of omega 2 and omega 1 is. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണിത്. SHM സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ് ഒമേഗ ഈക്വൽ ടു √k/m. Omega proportional to square root of 1/m or 1/square root of m. K കോൺസ്റ്റന്റ് ആണ്. ഒരേ സ്പ്രിങ്ങിനെ കൊണ്ട് 2 ഡിഫറെന്റ് മാസുകളെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ omega 2/omega 1 equals square root of m1 divided by m2. That implies square root of 1 divided by 2. ആദ്യം മാസ് 1 കിലോ, പിന്നീട് മാസ് 2 കിലോ. സോ omega 2 equal to, or omega 2/omega 1 equal to 1/square root of 2. Option D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, 2 massless springs with spring constants 2k and 9k carry 50 gram and 100 gram masses at their free ends. These 2 masses oscillate vertically such that their maximum velocities are equal. Ratio of their respectively amplitudes. മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? Vmax V0 ആണ് ഈക്വൽ ടു a ഒമേഗ. മാക്സിമം വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്. 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസിൽ 2 മാസ്ലെസ് സ്പ്രിങ്സ് ആണ്, 2 ഡിഫറെന്റ് മാസുകളാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് വെർട്ടിക്കലായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു. ഈ 2 ഓസിലേഷൻസിലും മാക്സിമം വെലോസിറ്റികൾ സെയിം ആണെങ്കിൽ a ഒമേഗ സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് a1 omega 1 ഈക്വൽ ടു a2 omega 2. നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. അതുകൊണ്ട് a1/a2 ആയിരിക്കും വേണ്ടത്. a1/a2 ഈക്വൽസ് omega 2/omega 1. പക്ഷെ നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു √k/m ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ omega 2/omega 1 എന്തായിരിക്കും? √k2 divided by m2 into √m1 divided by k1. K
കെക്ക് ഡയറക്റ്റ് ആണ്, എമ്മിന് ഇൻവേഴ്സ് ആണ്. അപ്പോൾ A1/A2 നമുക്ക് അത് ക്ലബ് ചെയ്ത് എഴുതാം. ω2/ω1 എന്തായിരിക്കും? √K2/M2 മൾട്ടിപ്ലൈഡ് ബൈ M1 ഡിവൈഡഡ് ബൈ K1. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ A1/A2 ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് വാട്ട് ഈസ് K2? K2 ആണ് 9K. ഓക്കെ, ഡിവൈഡഡ് ബൈ M2 ആണ് 100 gram, M1 50 gram. ഇനി K1 K1 2K. K gets cancelled. ഈ 50 100 കൂടി നിങ്ങൾക്ക് 1/2 എന്ന് എഴുതാം. That is √9 divided by 4. That implies 3/2. So correct answer is 3/2. ഓക്കെ, 2022 ചോദ്യമാണ്. നോക്കൂ, 22-ലും 23-ലും ഒക്കെ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ 24-ലെ ചോദ്യവും ഇതേപോലെ തന്നെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് 24-ലും വന്നിരുന്നത്. ഏപ്രിലിൽ ഇതുപോലെ തന്നെ എളുപ്പമുള്ള ചോദ്യമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ടിക്കിൾ മേക്കിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ along x-axis. If at a distances x1 and x2 from mean position, velocities of particles are v1 and v2 respectively, time period. ഈ ടൈപ്പ് തന്നെ ടൈം പീരീഡും അതേപോലെ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡും ഒക്കെ ചോദിക്കാറുണ്ട്. ഒരേ പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, ലീനിയർ ഹാർമോണിക് മോഷൻ ആണ്. x1 ഡിസ്റ്റൻസിൽ വെലോസിറ്റി v1 ആണ്, x2 ഡിസ്റ്റൻസിൽ എത്തിയപ്പോൾ വെലോസിറ്റി v2 ആണ്. ഓക്കെ, ഇതിൽ തന്നെ പീരിയഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഇത് മൂന്നും നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഒപ്പം ഇതിന്റെ ആൻസർ കൂടി കണ്ടുപിടിക്കാം. ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റിയുടെ ഫോർമുലയാണ്. ഈ ഫോർമുല എഴുതി നോക്കൂ. v ഈക്വൽസ് ω√A² - x². ഓക്കെ, ഈ ഫോർമുലയാണ് വെലോസിറ്റിയും പൊസിഷനും തമ്മിൽ SHM-ൽ ബന്ധപ്പെടുന്നത്. അതിൽ തന്നെ രണ്ട് ഡിഫറെന്റ് പൊസിഷൻസിന് കറസ്പോണ്ടിങ് ആയ രണ്ട് ഡിഫറെന്റ് വെലോസിറ്റികൾ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ഒരേപോലെ എഴുതാം. നോക്കൂ, v1² ഈക്വൽ ടു ω² ഇൻറ്റു A² - x1² and v2² ഈക്വൽ ടു ω² ഇൻറ്റു A² - x2² കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് ക്ലബ് ചെയ്യണം. നമുക്ക് വേണ്ടത് ഇവിടെ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ വേണ്ടേ? ഒമേഗ കണ്ടുപിടിക്കണം. അപ്പോൾ ഒമേഗ ഇതിൽ നിൽക്കണം. ഓപ്ഷൻസിലൊന്നും ആംപ്ലിറ്റ്യൂഡ് കാണുന്നില്ല. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിനെ എലിമിനേറ്റ് ചെയ്യണം. എന്നാൽ ഒമേഗ എലിമിനേറ്റഡ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും കൂടി ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ v1² മൈനസ് v2² എഴുതാം. രണ്ട് ഇക്വേഷൻസും സബ്ട്രാക്ട് ചെയ്യും. ആദ്യത്തേത് ω²A² ആണ്. രണ്ടാമത്തത് ω²A² ഉണ്ട്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. ആദ്യത്തേതിൽ ω² ഇൻറ്റു -x1² ആണ്. രണ്ടാമത്തതിൽ ടേം ω² ഇൻറ്റു -x2² ആണ് അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് മൈനസ് ബിക്കം പ്ലസ്. അപ്പോൾ ω² x2² മൈനസ് ω² x1² ആണ് അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ω² കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒമേഗ കിട്ടി. സ്ക്വയർ റൂട്ട് ഓഫ് v1² മൈനസ് v2² ഡിവൈഡഡ് ബൈ x2² മൈനസ് x1². അതിൽ നിന്ന് ടൈം പീരീഡ് ഡയറക്റ്റ് എഴുതാം. ടൈം പീരിയഡ് 2π/ω ആയതുകൊണ്ട് 2π ഡിവൈഡഡ് ബൈ ω. ദാറ്റ് ഈസ് 2π ഇൻറ്റു x2² മൈനസ് x1² ഡിവൈഡഡ് ബൈ v1² മൈനസ് v2². അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 2π x2² മൈനസ് x1² ബൈ v1² മൈനസ് v2². ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പറ്റുമെങ്കിൽ ഇതൊന്നും കാണാതെ പഠിച്ചു വയ്ക്കുക. ഈ വർക്കൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒമേഗ കണ്ടുപിടിച്ചിട്ടുണ്ട് ആദ്യം, പിന്നെ ടൈം പീരീഡ് ഉണ്ട്. ഈ രണ്ട് ഫോർമുലകളും ബൈഹാർട്ട് ചെയ്യാം. ഇതോടൊപ്പം ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചാൽ ഈ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ഇനി അതല്ല, രണ്ടും കൂടി ഡിവൈഡ് ചെയ്താലും നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ആംപ്ലിറ്റ്യൂഡ് ഞാൻ വേറൊരു കളറിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസും കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ v1² ബൈ v2² ഈക്വൽ ടു എന്താ കിട്ടുക? ω² ക്യാൻസൽ ചെയ്ത് എഴുതാം. A² മൈനസ് x1² ബൈ A² മൈനസ് x2². ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. v1² A² മൈനസ് v1² x2² ഈക്വൽ ടു v2² A² മൈനസ് v2² x1².
ഇനി ആംപ്ലിറ്റ്യൂഡ് ആണ് വേണ്ടത്. അതിലുള്ള ടേംസ് ഒരുമിച്ച് എഴുതുക. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു, v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ x2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ x1 സ്ക്വയർ. So a equals square root of v1 square x2 square minus v2 square x1 square divided by v1 square minus v2 square. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ്, ആംഗുലർ ഫ്രീക്വൻസി, ടൈം പീരിയഡ്, ഈ 3 ഫോർമുലകൾ ബൈഹാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു ന്യൂമറിക്കൽ വന്നാൽ പോലും വേഗം ചെയ്യാൻ പറ്റും. പല പരീക്ഷകൾക്കും ഇതിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈ കൺസെപ്റ്റിൽ. അത് പഠിക്കാം. ഓക്കെ. Good afternoon, Sriram. Are you attending class? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, a mass m is attached to horizontal spring, which is fixed on one side to a rigid support. Spring constant is k. Mass oscillates on frictionless surface with period t. അപ്പോൾ ആദ്യമേ ആ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന മാസ് ഒരു സ്പ്രിങ്ങുമായി അറ്റാച്ച് ചെയ്ത് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൈം പീരീഡിൽ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ മാസ് ഈസ് ഇൻ എക്വിലിബ്രിയം, ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ക്യാപിറ്റൽ എം, ആ വലിയ ബ്ലോക്ക് ഇക്വിലിബ്രിയത്തിൽ ഓസിലേറ്റ് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ മെയിൻ പൊസിഷനിൽ എത്തുന്ന സമയത്ത് അനദർ മാസ് സ്മോൾ എം ഈസ് ജെന്റ്ലി ഫിക്സഡ് ഓൺ ഇറ്റ്. ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ജെന്റിലായി, ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും എക്സർട്ട് ചെയ്യാതെ വളരെ ജെന്റിലി എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഓസിലേഷനെ നേരിട്ടായി ഒരു എക്സ്റ്റേണൽ ഇന്ററാക്ഷൻ ഉണ്ടാവാതെ വളരെ ശ്രദ്ധിച്ച് അതിന് മേലെ സ്മോൾ എം മാസിനെ സാവധാനത്തിൽ വയ്ക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ പുതിയ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? നമുക്കറിയാം, മാസ് മാറുന്നത് കൊണ്ട് തീർച്ചയായും ഫ്രീക്വൻസി മാറും, ഓസിലേഷന്റെ ഫ്രീക്വൻസി മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറും. ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് മാറും, ഫ്രീക്വൻസി മാറും. ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു 1/√ml. മാസ് കൂടുന്നത് കൊണ്ട് ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുക. മാസ് കൂടുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി കുറയും. മാസ് കൂടിയത് കൊണ്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡും കുറയുകയാണ് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു, ഫ്രീക്വൻസി കുറയുന്നു. അപ്പോൾ ആ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന കൺസെപ്റ്റാണ് മൊമെന്റം കൺസർവേഷൻ. നമുക്കറിയാമോ എന്തുകൊണ്ടാണ് മൊമെന്റം കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്? ഈ പ്രോസസ്സിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. അപ്പോൾ ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ പ്ലേസിംഗ് ദാറ്റ് സ്മോൾ എം മാസ് at the moment when it passes through equilibrium, and momentum just after placing it when it passes through equilibrium. ഒക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിനുള്ളിൽ ആണ് ഈ പ്രോസസ് നടക്കുന്നത്. വളരെ ജെന്റിലായി ഇത് വെക്കുന്നതിന് തൊട്ട് മുമ്പ് മെയിൻ പൊസിഷനിൽ മാക്സിമം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത് വെക്കുകയാണ് അതിന് മേലെ. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് ലീനിയർ മൊമെന്റം കൺസെപ്റ്റ്. അപ്പോൾ അതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട്, ഓക്കെ, ലീനിയർ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആബ്സെൻസിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. എന്താണ് ഇനീഷ്യൽ മൊമെന്റം? മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മെയിൻ പൊസിഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി മാക്സിമം ആണ്. അപ്പോൾ മാക്സിമം വെലോസിറ്റി ഇൻറ്റു മാസ് വിൽ ബി മാക്സിമം മൊമെന്റം. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം മാക്സിമം ആണ്. ആ ബ്ലോക്കിന്റെ മാസ് എം ആണ്. മാക്സിമം വെലോസിറ്റി v0 ആണ്. ഓക്കെ, ആ v0ക്ക് ഒരു ഫോമിൽ നമുക്കറിയാം, അത് ഡയറക്റ്റ് എഴുതാം. എ ഒമേഗയാണ്. സോ എം എ ഒമേഗയാണ് ഇനീഷ്യൽ മൊമെന്റം. മനസ്സിലായല്ലോ? മാസ് ഇൻറ്റു മാക്സിമം വെലോസിറ്റി. മെയിൻ പൊസിഷനിൽ ആയതുകൊണ്ടാണ് മാക്സിമം വെലോസിറ്റിയുടെ ഫോമിൽ എ ഒമേഗ അല്ലെങ്കിൽ ω√a² - y² ഉപയോഗിക്കേണ്ടി വന്നേനെ. ഇവിടെ നമുക്ക് എം എ ഒമേഗ ഈക്വൽ ടു സൂൺ ആഫ്റ്റർ ദാറ്റ് എന്താണ് പ്ലേസ്മെന്റ് അപ്പോഴും ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ്, തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നു. അപ്പോഴത്തെ മാസ് പക്ഷേ എം അല്ല, m+m ആണ്. മൊമെന്റം എഴുതണമെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി വേണ്ടേ? അപ്പോഴത്തെ വെലോസിറ്റി മാക്സിമം തന്നെയാണ്. മെയിൻ പൊസിഷനിൽ വെലോസിറ്റി എന്തായാലും മാക്സിമം ആയിരിക്കും. മുമ്പത്തേതിനേക്കാളും വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. m+m ഇൻറ്റു പുതിയ ആംപ്ലിറ്റ്യൂഡ് ആണ് a'. അതാണ് ചോദിച്ചത്. പുതിയ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി എന്താ? √.
കെ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം. ഓക്കെ, പുതിയ ഫ്രീക്വൻസി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒമേഗയ്ക്ക് നമുക്ക് റൂട്ട് കെ ബൈ എം എന്ന് എഴുതാം. ഒമേഗ റൂട്ട് ഓഫ് കെ ബൈ എം. ഇതിൽ നമുക്ക് ഒരു എം ഇവിടെ ക്യാൻസൽ ആയാൽ ഈ എം ഇവിടെ റൂട്ട് എം പോലെ എന്താ കിട്ടുക? എ ഇൻറ്റു റൂട്ട് ഓഫ് കെ ക്യാൻസൽ ചെയ്ത് കളയാം നേരിട്ട്. ഈ കെ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാം. കെ ക്യാൻസൽ ചെയ്യാം രണ്ട് ഭാഗത്തും. അപ്പൊ റൂട്ട് എം, ഈ ഒരു എമ്മും ഈ ഒരു എമ്മും കൂടി പോകുമ്പോൾ ഒരു എം മേലെ വരും, റൂട്ട് എം വരും. എ ഇൻറ്റു റൂട്ട് എം ഈക്വൽ ടു ഈ എം പ്ലസ് എം കൂടെ പോകുമ്പോൾ റൂട്ട് എം പ്ലസ് എം വരും. സോ എ ഡാഷ് റൂട്ട് ഓഫ് എം പ്ലസ് എം, ദാറ്റ് ഈസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എം ബൈ എം പ്ലസ് എം. നോക്കൂ, എം പ്ലസ് എം എമ്മിനേക്കാൾ വലുതായത് കൊണ്ട് എ ഡാഷ് എയേക്കാളും ചെറുതായിരിക്കും. എ ഡാഷ് ചെറുതാണ്, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ചെറുതായിരിക്കും. ഓക്കെ, ഫ്രീക്വൻസിയും ചെറുതായിരിക്കും, ആംപ്ലിറ്റ്യൂഡും ചെറുതായിരിക്കും. പീരീഡ് കൂടും, ഓസിലേഷൻ സ്ലോ ആവുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഈ പ്രോസസ്സിലെ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആബ്സെൻസിൽ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യമാണ്. പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ ആൻഡ് ടോട്ടൽ എനർജി ഇ. At any instant, kinetic energy 3/4 of total energy. Displacement is given by. അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയും അല്ലെങ്കിൽ ഇതേപോലത്തെ സീക്വൻഷ്യൽ ചോദ്യങ്ങൾ കാണാതെ പഠിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ആവർത്തിച്ച് ഇത് ചെയ്താൽ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതാണ്. നമുക്കത് മുഴുവനായി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ചെയ്യാം. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് 3/4 ഓഫ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി SHM കൈനറ്റിക് എനർജിയുടെ ഫോമിൽ എന്താ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ വൈ എന്നാണ് വേരിയബിൾ തന്നിരിക്കുന്നത്. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് എന്ത്? കൈനറ്റിക് എനർജി. അത് 3/4 ഓഫ് ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. എ സ്മോൾ ലെറ്റർ എ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്യാപിറ്റൽ എ യൂസ് ചെയ്യുന്നില്ല, സ്മോൾ എ യൂസ് ചെയ്യാം. എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ നോക്കൂ. ഹാഫ് എം ഒമേഗ സ്ക്വയർ, ഹാഫ് എം ഒമേഗ സ്ക്വയർ ക്യാൻസൽ ആയി അല്ലേ? ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 3/4 ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? എ സ്ക്വയർ ബൈ 4. ദാറ്റ് ഈസ് വൈ ഇസ് ഈക്വൽ ടു എ ബൈ 2. വൈ ഈക്വൽസ് എ ബൈ 2. ഇത് കാണാതെ പഠിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? സ്റ്റാർട്ട്സ് എക്സിക്യൂട്ടിംഗ് SHM എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ y ഈക്വൽ ടു എ ബൈ 2 ആയിരിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയിൽ കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയുടെ 3/4 ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? 1/4 ആയിരിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ചെയ്യാൻ കഴിയും. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമുല എന്തായിരുന്നു? ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ആണ് അല്ലേ? കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയുടെ 3/4 ആണ് എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 1/4 ആയിരിക്കില്ലേ? പൊട്ടൻഷ്യൽ എനർജി 1/4 ആവുമ്പോൾ വൈയുടെ വാല്യൂ എ ബൈ 2 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 1/4 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ എ ബൈ 2 ആയിരിക്കുമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യാം. ഈ സ്റ്റെപ്സും ആവശ്യമില്ല. ഇത് കാണാതെ പഠിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, bob of mass m suspended by a thread of length L undergoes simple harmonic oscillations with time period t. Bob is immersed in liquid of density 1/4 times that of Bob and length of the thread is increased by 1/3 of the original length. Then the time period of oscillations will be in terms of the old period. അപ്പോൾ ആദ്യമേ തന്നെ ബോബിന്റെ മാസ് m ആണ്. Suspended by using a string of length L, undergoes simple harmonic oscillations with period t. A time period in the formula എന്താ? T equals usual formula. T equals 2 pi square root of L divided by G. ഇതാണ് ഫോർമുല. നോർമലി ഒരു സിമ്പിൾ പെൻഡുലം നമുക്കറിയാം ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല. ആ ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്നാൽ പെൻഡുലത്തിന്റെ നീളത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരമാണ്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഫോർമുല 2 pi root L by G. എന്നാൽ ഈ ബോബിനെ, ഓസിലേറ്റ് ചെയ്യുന്ന ബോബിനെ ഒരു ലിക്വിഡിൽ സബ്മേർജ് ചെയ്യണം.
ഓക്കെ, ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ബോബിന്റെ ഡെൻസിറ്റിയുടെ 1/4 ആണ്. ലിക്വിഡിന്റെ ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ ബോബിന്റെ ഡെൻസിറ്റി റോ ആണെങ്കിൽ സിഗ്മ ബൈ റോ ഈക്വൽ ടു 1/4 ആണ്. പെൻഡുലം ലിക്വിഡ്, ഓക്കെ, ഈ ബോബിൻ്റെതാണ് റോ, ലിക്വിഡിൻ്റെതാണ് സിഗ്മ. അപ്പൊ സിഗ്മ ബൈ റോ ആണ് 1/4. അപ്പോൾ പുതിയ ടൈം പീരീഡ് എന്താണ്? ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π√, പുതിയ ലെങ്ത് എന്താണ്? എൽ ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഡാഷ്. പുതിയ വാല്യൂ ഓഫ് ജി എന്താണ്? സിമ്പിൾ പെൻഡുലം ഇൻ ലിക്വിഡ്, അത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ പെൻഡുലം ഇൻ ലിക്വിഡ്, ഒരു സിമ്പിൾ പെൻഡുലം ലിക്വിഡിൽ ഓസിലേറ്റ് ചെയ്യാണ്. ആ ബോബിന്റെ ഡെൻസിറ്റി ലിക്വിഡിൻ്റെതിനേക്കാളും കൂടുതലായിരിക്കണം, എന്നാലേ ബോബ് ലിക്വിഡിൽ സബ്മേർജ്ഡ് ആയി നിന്ന് കംഫർട്ടബിൾ ആയി അതിന് ഓസിലേഷൻസ് നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ സിമ്പിൾ പെൻഡുലം ലിക്വിഡിലായിരിക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എഫക്റ്റീവ് വാല്യൂ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - സിഗ്മ ബൈ റോ ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് സിഗ്മ, എന്താണ് റോ എന്ന് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം അപ്പാരന്റ് വെയിറ്റ്, ആ ബോബിന്റെ വെയിറ്റ് എം ജി ആണെങ്കിലും എയറിലുള്ള വെയിറ്റ് ആണ് എം ജി. എയറിലുള്ള ഓസിലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് 2π√L/G. എന്നാൽ ഇത് ലിക്വിഡിലാണ് ഓസിലേറ്റ് ചെയ്തത്. അപ്പാരന്റ് വെയിറ്റ് എം ജി ഡാഷ് ആണ്. അപ്പാരന്റ് വെയിറ്റിന്റെ ഫോർമുല കഴിഞ്ഞ ഫ്ലൂയിഡ്സിന്റെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, എം ജി ഇൻറ്റു 1 - സിഗ്മ ബൈ റോ. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ആക്സലറേഷന്റെ വാല്യൂ സിമ്പിൾ പെൻഡുലം ലിക്വിഡിലാണെങ്കിൽ എഫക്റ്റീവ് ആക്സലറേഷന്റെ വാല്യൂ ജി ഇൻറ്റു 1 - സിഗ്മ ബൈ റോ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ ഇങ്ങനെ മാറ്റാം. ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു എൽ ഡാഷ് എന്താണ്? എൽ ഡാഷ് എത്രയാണ്? 1/3 ഇൻക്രീസ്ഡ് ബൈ 1/3 ആണ്. അപ്പോൾ എൽ ഡാഷ് എന്ന് പറയുന്നത് എൽ പ്ലസ് L/3 ആണ്. ജി ഡാഷ് ജി ഇൻറ്റു 1 - സിഗ്മ ബൈ റോ. ദാറ്റ് ഈസ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു √L പ്ലസ് L/3 എന്താണ്? L ഇൻറ്റു 1 + 1/3 എത്രയാ? 4/3 ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 1 - സിഗ്മ ബൈ റോ 1/4 ആണ്. അപ്പോൾ 1 - സിഗ്മ ബൈ റോ എത്രയാ? 1 - 1/4 3/4 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 3/4 എഴുതാം ഇങ്ങനെ. ദാറ്റ് ഇംപ്ലൈസ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π√L/G, അങ്ങനെ തന്നെ ഉണ്ടല്ലോ അല്ലേ, ഇൻറ്റു √, ബാക്കിയുള്ളതിനെ സെപ്പറേറ്റ് ചെയ്യാം. 4/3/3/4 4/3/3/4 ദാറ്റ് ഈസ് ടി ഡാഷ് ഈക്വൽ ടു 2π√L/G എത്രയാണ്? ടി ആണ്. ടി ഇൻറ്റു 2 4 2 3 ഉണ്ട്, അപ്പോൾ ഒരു 4 ഒരു 3 മതി. സോ 4/3, ഓപ്ഷൻ 4/3T. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല, രണ്ട് ഫോർമുലകൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് പഠിക്കുക. ഇത് മാത്രം കാണാതെ പഠിക്കുന്നത് കൊണ്ട് എത്രത്തോളം ഗുണം ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ചോദ്യം വരിക. പക്ഷെ ഇത് ഇൻക്രീസ്ഡ് ബൈ എന്നാണ് തന്നിരിക്കുന്നത്. എന്തായാലും ഒരു മെത്തേഡ് പഠിക്കാം. ഇങ്ങനെ വളരെ പെട്ടെന്ന് കുറച്ചുകൂടി വേഗത്തിൽ ഞാൻ ബോർഡിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളൊരു പേപ്പറിലേക്ക് ഇത് 1 or 2 തവണ ആവർത്തിച്ച് ചെയ്ത് പഠിച്ചാൽ നോക്കൂ. 2021 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ക്രാഷിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത കാലങ്ങളിൽ വന്നിരിക്കുന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഒരുപാട് പഴയ കാലത്ത് വന്നിരുന്ന ചോദ്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ചോദിക്കുന്ന ഈ പുതിയ ട്രെൻഡിൽ, പുതിയ സിലബസ് അനുസരിച്ച്, പുതിയ ട്രെൻഡ് അനുസരിച്ച് തന്നെയുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ക്രാഷിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവും ഏപ്രിലിലെ പരീക്ഷയ്ക്ക്. ഓക്കെ, ആദിത്യ നായിഡു, ഹായ്. I'll try to speak in English also. If you are attending the classes, you can respond. Question number 8. A ring is hung on a nail. It can oscillate without slipping or sliding in its plane with a period T1 and back and forth in a direction perpendicular to its plane with period T2. Was a question asked in 2020. A ring is hung on a nail. It can oscillate without slipping or sliding in its plane with period T1. So we can assume this ring has to be a physical pendulum. Physical pendulum. And is oscillating in a plane. In what plane it oscillates? In its plane. It oscillates in its plane. It means what? You can listen here. It's a ring. And the nail is attached to the ring like this. Okay, and ring is hang. Okay.
Now the ring is disturbed from its mean position to left or right slightly. Now it oscillates like this. And that oscillation has a plane of its own plane. The ring has a plane same as that of the plane of this smart board. Now the ring oscillates in the plane of the smart board, which is the same as that of the plane of the ring. Okay, when that happens, we know the moment of inertia of this thin uniform ring should be 2mr square. This time the moment of inertia I is equal to 2mr square. Okay, the formula for time period of a physical pendulum is 2 pi root of I divided by mgd. 2 pi root of I by mgd. Moment of inertia is 2mr square. When the axis is passing through the tangent and this axis is perpendicular to the plane of the ring. When axis is perpendicular to the plane of the ring and is passing through the tangent, then moment of inertia is 2mr square. The next case, back and forth in a direction perpendicular to its plane. Now the axis is, I will be showing that axis like this now. Okay, the axis is like this and it is oscillated back and forth. Back and forth. That time the new moment of inertia I dash is equal to moment of inertia about tangent parallel to the plane. We have learned for ring, I'll show it here. Ring, if it is a ring, moment of inertia about an axis passing through the center of mass mr square, tangential axis 2mr square. See once again, this is mr square. If that axis is like this, diametrical axis mr square by 2, this is the tangential axis parallel to the plane of the ring, that is 3 by 2 mr square. So this should be 3 by 2 mr square. That is, here only the thing different is moment of inertia, mgd all same. D is the distance between point of suspension and center of gravity of the rigid body. For any type of rigid bodies, irrespective of its size or shape, okay, we can use the formula for physical pendulum, including simple pendulum. So T proportional to square root of moment of inertia. So T 1 by T2. We need what? T1 by T2. So this is I1 and this is I2. This I dash I have mentioned is I2. So T1 by T2 equal to square root of I1 by I2. That implies square root of I1 is 2 mr square. I2 is 3 by 2 mr square. Mr square cancel, that square root of 4 by 3. So T1 by T2 equals 2 divided by root 3. So option A is the right choice. 2 by root 3. Okay, hope that idea is clear. Mansalayalo. Time period proportional to square root of moment of inertia. Mass മാറുന്നില്ല, same ring ആണ്. G മാറുന്നില്ല, അതേ സ്ഥലത്താണ്. D മാറുന്നില്ല, same geometryയിലാണ് oscillate ചെയ്യുന്നത്. മാറുന്നത് ആക്സിസിന്റെ ഓറിയന്റേഷൻ മാറിയത് കൊണ്ട് മാത്രം മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിയിട്ടുണ്ട്. അങ്ങനെ പീരീഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. നല്ല ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. എ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഓഫ് negligible mass is filled with 310 ml of water and left floating in a pond with still water. ഒരു സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ മാസ് നെഗ്ലക്ട് ചെയ്യാം. അതിനകത്ത് 310 ml 310 മില്ലി ലിറ്റർ വാട്ടർ ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് ഫ്ലോട്ടിംഗ് ഇൻ എ പോണ്ട് വിത്ത് സ്റ്റിൽ വാട്ടർ. ഇഫ് പ്രസ്ഡ് ഡൗൺവേർഡ് സ്ലൈറ്റ്ലി and released, starts performing simple harmonic motion with angular frequency omega. Radius of the bottle given omega is close to density of water 1000 kilogram per meter cube. Okay, അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു ലിക്വിഡിൽ, വാട്ടറാണ് ഇവിടെ ലിക്വിഡ്, വാട്ടറിൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഈസ് ഫ്ലോട്ടിങ് ഇൻ വാട്ടർ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യണം. ഇതിനെ സ്ലൈറ്റ്ലി താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് സ്ലൈറ്റ്ലി. ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ്
slightly, displaced slightly downward, pushed slightly downward. ഓക്കെ, ഒരല്പം ഒരു എക്സ് ദൂരം താഴേക്ക് പുഷ് ചെയ്തു. അതിന്റെ മാസ് എം ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ്. അങ്ങനെ എക്സ് ദൂരം താഴേക്ക് പുഷ് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വെയിറ്റ്, എക്സ്ട്രാ ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വെയിറ്റ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ബോയൻസി. ആ ബോയൻസി ആക്ട് ചെയ്യുക മുകളിലേക്കാണ്, അപ്വേർഡ് ഫോഴ്സ്, അപ്ത്രസ്റ്റ്. ആ ബോയൻസി ആയിരിക്കും എക്സ് വെർട്ടിക്കൽ ഹൈറ്റിന്റെ ബോയൻസി ആയിരിക്കും, ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വെയിറ്റ് ആയിരിക്കും, ബോയൻസി ആയിരിക്കും ഈ ഓസിലേറ്റിംഗ് ബോഡിയുടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയി പ്രവർത്തിക്കുക. ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഓസിലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എത്രയാണെന്ന് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം എളുപ്പത്തിൽ. റീസ്റ്റോറിംഗ് ഫോഴ്സ് F is equal to buoyancy. Restoring force F is equal to buoyancy caused by the displaced water. Displaced water and the weight and buoyancy. So weight of displaced water. Weight of displaced water ആണ് restoring force. That is F is equal to weight, volume of displaced water, area of cross section of water, യൂണിഫോം സിലിണ്ടറിന്റെ ഷേപ്പിലാണ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവുക, ഇൻറ്റു ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ ഹൈറ്റ് എക്സ് ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് വേണ്ടത്. ബോയൻസിയിൽ അപ്പിയർ ചെയ്യുന്നത് ഡെൻസിറ്റി ഓഫ് സോളിഡ് അല്ല, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് മാസ് ഇൻറ്റു ജി. അപ്പോൾ എ എക്സ് റോ ജി ആണ് ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സ് ആണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. That is acceleration equal to A rho G x divided by m, where m is the mass of the oscillating body. Okay, ഇവിടെ യുടെ ആക്സലറേഷന്റെ ഡയറക്ഷൻ എപ്പോഴും മീൻ പൊസിഷനിലേക്കായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും മീനിന് അകലേക്കായിരിക്കും. അപ്പോൾ എയും എക്സും തമ്മിലുള്ള ഫേസ് ആംഗിൾ 180 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു മൈനസ് സൈൻ അവിടെ പ്ലേസ് ചെയ്യാം. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷനുമായി കമ്പയറബിൾ ആണ്. A equal to minus omega square x, that is omega equal to square root of A rho G divided by m. Omega square root of A rho G by m ആണ്. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്, റൂട്ട് ഓഫ് A rho G by m. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏരിയ എന്താണ് ഇവിടെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അത് പൈ ആർ സ്ക്വയർ ആണ്. സോ ഒമേഗ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് പൈ ആർ സ്ക്വയർ റോ ജി divided by m, that is equal to square root of 3.14 approximately ചെയ്യാം. 3.14 into radius എത്രയുണ്ട്? radius of the bottle 2.5 centimeter ആണ്. radius of the bottle 2.5 centimeter. density of water ആണ്. ജിയുടെ വാല്യൂ അറിയാം, എം അറിയാം. ഞാനത് CGS-ൽ ചെയ്യാണ്. റേഡിയസ് ഓഫ് വാട്ടർ 2.5 ആണ്. അപ്പോൾ 2.5 സ്ക്വയർ 6.25. CGS-ൽ ചെയ്ത് നോക്കാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാ? 1000 SI-ലാണ്. CGS-ലാവുമ്പോൾ അത് 1 ആണ്. ജിയുടെ വാല്യൂ 980 ആണ്. അതിനെ ഞാൻ 1000 റൗണ്ട് ചെയ്തു, ക്ലോസ് ടു എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ മാസ് എത്ര? മാസ് 310 ml ആണ്. 310 ml. 310 ml എന്ന് പറഞ്ഞാൽ എത്ര? അത് അത്രയും ഗ്രാമിൽ മതി. വാട്ടർ ആയതുകൊണ്ട് മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എത്രയാ? 310 മില്ലി ലിറ്റർ, 10⁻³ ലിറ്റർ ഇൻറ്റു 10⁻³ അത്രയും കിലോഗ്രാം ആണ്. ഇത് ക്യാൻസലായി അല്ലേ? SI-ൽ 310 കിലോഗ്രാം, സോറി ഗ്രാമിൽ അല്ലേ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇത് വോളിയം 310 മില്ലി ലിറ്റർ ആണ്. ഇപ്പോൾ ലിറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. ആ ലിറ്റർ മീറ്റർ ക്യൂബിലേക്ക് മാറണം. ഇതിപ്പോൾ ലിറ്റർ ആയിട്ടുള്ളൂ. അതിനെ മീറ്റർ ക്യൂബിലേക്ക് മാറണമെങ്കിൽ 10⁻³ കൂടി വേണം. അപ്പോൾ 310 ഗ്രാം ആയിരിക്കും. 310 ഗ്രാം ആണ് മാസം. അപ്പോൾ ഇവിടെ 310 തന്നെ എഴുതിയാൽ മതിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഈ 310ഉം 314 കൂടി ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? 310. ഇവിടെ ഒരു 100 വരുന്നുണ്ട്, അതിവിടെ ക്യാൻസൽ ആകുമ്പോൾ ഒരു 10 വരും. 6.25
62 റൂട്ട് 62 ഏകദേശം വരിക റൂട്ട് 62 എത്രയാണ് വരിക റൂട്ട് ഓഫ് 62.5 റൂട്ട് 64 ആയിരുന്നെങ്കിൽ 8 വന്നിരുന്നേനെ ക്ലോസ് ടു 8 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 2019 ചോദ്യമായിരുന്നു, അതിൽ അന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു കാരണം കറക്റ്റ് ആൻസർ കാൽക്കുലേഷൻ നടത്തി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ബോണസ് ആയിരുന്നതാണ്. നമ്മളതിൽ കീ കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ തന്നെ ചിലപ്പോൾ നമ്മളോട് ടൈം പീരീഡ് ചോദിക്കാം. ടൈം പീരീഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2π/ω, ദാറ്റ് ഈസ് 2π√m/a rho g ആണ്. ടൈം പീരിയഡ് ഓഫ് എ ഫ്ലോട്ട്, ഫ്രീക്വൻസി ഓഫ് എ ഫ്ലോട്ട് when slightly pushed down and released over surface of water is this. Okay, അടുത്ത ക്വസ്റ്റ്യൻ. Simple pendulum oscillating in air has period t. Bob of pendulum completely immersed in non-viscous liquid. Density of liquid is given. Material of the bob 1/16. Bob is inside the liquid all the time. Periodic time. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് എഴുതിയിരുന്ന ആ ചോദ്യം തന്നെയാണ് 10ാമത്തെ ചോദ്യം. T is equal to 2π√of oscillating in air 2π√of L/g. Now T dash is equal to 2π√of. ഇവിടെ L മാറിയിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ടഫായിരുന്നു, L കൂടി മാറിയിരുന്നു. ഇവിടെ L മാറിയിട്ടില്ല. G എന്ന് പറയുന്നത് G into 1 - σ/ρ ആണ്. σ/ρ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് is 1/16 of density of liquid is equal to 1/16 of density of the solid. So σ/ρ is 1/6 ആണ്. Sorry, 16 ആണ്. So T dash is equal to 2π√of L/g into 1 - 1/16 numerator. Denominator എന്താ വരിക? 16 - 1 15 15/16 അല്ലേ? That is T dash is equal to അതിൽ 2π√L/g നമുക്ക് T എന്ന് എഴുതാം. T into 4 divided by √50. 4/√50. Okay, 16 അല്ലേ? 40/√50. ഏതാ കറക്റ്റ് ഓപ്ഷൻ? 40/√15. കറക്റ്റ് ഓപ്ഷൻ ഈസ് 40/√15 അല്ലേ? 40 into 1/√. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 40/√15. 40 into 1/√50. കറക്റ്റ് ഓപ്ഷൻ ബോക്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A particle is performing SHM with amplitude A. Its speed is tripled ആണ് കേട്ടോ. tripled. Speed is tripled. Speed is tripled. Speed is tripled 3 times, thrice. At that instant, at distance 2a/3 from equilibrium, new amplitude. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്നും 2a/3 ഡിസ്റ്റൻസിലായിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 3 മടങ്ങാക്കി ഒരു ഇമ്പൾസ് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെലോസിറ്റി വളരെ പെട്ടെന്ന് 3 ടൈംസ് ആക്കി മാറ്റിയാൽ പുതിയ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? പുതിയ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും കുറവായിരിക്കും? പുതിയ ആംപ്ലിറ്റ്യൂഡ് എന്തായാലും കൂടുതലായിരിക്കും, വലുതായിരിക്കും. അത് എത്രയായിരിക്കും? 2016 മെയിൻസിൻ്റെ ചോദ്യമാണ് ഇത്. 2024 ജാനുവരി മെയിൻസിനും ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് മെയിൻസ് 2024 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2016 2024 ചോദിച്ച ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് അതല്ലാതെയും പല വർഷങ്ങളിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. പാർട്ടിക്കിൾ പെർഫോം സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതിൽ സ്പീഡിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതിയാവും. V = ω√(a² - x²) യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ V = ω√, ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ആ എക്സ് എന്ന് പറയുന്നത് 2a/3 ആണ്. x 2a/3. അപ്പോൾ 2a/3 സ്ക്വയർ എത്രയാണ്? 4/9a². അപ്പോൾ നമുക്ക് V കിട്ടി. V = ω × ഇവിടെ 1 - 4/9 എത്രയാ? 5/9 ആണ് a² അല്ലേ? ഇനി ഇതാണ് ഇക്വേഷൻ നമ്പർ 1. V കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് എത്ര ടൈംസ് ആക്കി? 3 ടൈംസ് ആയി. സ്പീഡ് 3 ടൈംസ് ആവുന്നതിന് മുമ്പ് വിയും എയും ഒക്കെ ഉള്ള റിലേഷനാണ് ഇത്. വിയും എയും തമ്മിൽ. ഇനി
ആംപ്ലിറ്റ്യൂഡ് വെലോസിറ്റി. ഇനി സ്പീഡ് 3 ടൈംസ് ആയാലും ഈ ഇക്വേഷൻ എങ്ങനെ ഇരിക്കും? 3v ഈക്വൽ ടു, ഇതിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ റൂട്ട് കെ ബൈ എം അല്ലേ? ഒമേഗയുടെ ഫോമുല എന്താ? റൂട്ട് കെ ബൈ എം. കെ മാറിയിട്ടില്ല, എം മാറിയിട്ടില്ല. സോ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഒമേഗ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ആംപ്ലിറ്റ്യൂഡ് മാറും. അതാണ് വേണ്ടത്. അപ്പോൾ 3v ഈക്വൽ ടു ഒമേഗ മാറിയിട്ടില്ല, റൂട്ട് ഓഫ് പുതിയ ആംപ്ലിറ്റ്യൂഡ് എ ഡാഷ് ആണ്, മൈനസ് ആ എക്സ് അപ്പോഴും മാറിയിട്ടില്ല, 2a/3 ആണ്. സോ 4/9 a² അല്ലേ? ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 3 into വിയുടെ വാല്യൂ എത്രയാ? ഒമേഗ റൂട്ട് ഓഫ് 5a² 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3v ഈക്വൽസ് ഒമേഗ റൂട്ട് ഓഫ് എ ഡാഷ് സ്ക്വയർ മൈനസ് 4/9 a². ഇതിലൊരു ഒമേഗ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനിയോ ഈ 9ഉം ഈ 3യും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം, കാരണം ഈ റൂട്ടിനകത്തുള്ള 9 പുറത്ത് വരുമ്പോൾ 3 ആവും അല്ലേ? ഇനി സ്ക്വയർ ചെയ്താൽ 5a² ഈക്വൽ ടു എ ഡാഷ് സ്ക്വയർ മൈനസ് 4/9 a² എന്ന് കിട്ടി. ത്രൂ ഔട്ട് സ്ക്വയർ ചെയ്തു. ദാറ്റ് ഈസ് എ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു a² ഇൻറ്റു 5 പ്ലസ് 4/9 അല്ലേ? എ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു ശരിയല്ലേ? എ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു a² 5a² പ്ലസ് 4/9 a². ദാറ്റ് ഈസ് എ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു a² ഇൻറ്റു 9 45 49/9. So a dash is equal to a into 7/3. So 7a/3. Answer is D. 7a/3. നല്ല ചോദ്യമാണ്. ഓക്കെ, ഇത് ഇനിയും ആവർത്തിച്ച് ഇതേപോലെ ഈ ഒരു പാറ്റേണിലുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L and mass M pivoted at its center. 2 ends are attached to springs of equal spring constants. Identical springs ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Springs are fixed to rigid support as shown in figure and the rod is free to oscillate in horizontal plane. Rod is gently placed, pushed through horizontal plane-ലാണ്. അപ്പോൾ അതിന് വെയിറ്റ് ഒന്നും പരിഗണിക്കേണ്ടതില്ല. ആംഗിൾ തീറ്റ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്, വെർട്ടിക്കൽ അല്ല. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ്. അപ്പോൾ ഇതിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ സ്പ്രിങ്ങിനെ ഒരു എക്സ് ദൂരം ഒന്ന് പുഷ് ചെയ്യും. ഏതെങ്കിലും ഒരു സ്പ്രിങ്ങിനെ ഇതിനെ ഒരു എക്സ് ദൂരം ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ റോഡ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ഇവിടെ എക്സ് പുഷ്ഡ് ആയാൽ ഇവിടെ എക്സും പുഷ്ഡ് ആവും. ഇത് എക്സ് കംപ്രസ്ഡ് ആയാൽ ഇതും എക്സ് കംപ്രസ്ഡ് ആവും. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് F is equal to KX ആണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സും F is equal to KX ആയിരിക്കും ന്യൂമറിക്കലി. അപ്പോൾ ആ രണ്ട് ഫോഴ്സുകളുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ മുകളിലത്തെ സ്പ്രിംഗ് ലെഫ്റ്റിലേക്ക് കംപ്രസ്ഡ് ആകുമ്പോൾ അതിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് റൈറ്റിലേക്കാണ്. ഇത് റൈറ്റിലേക്ക് കംപ്രസ്ഡ് ആകുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്. ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആൻഡ് ദേ ആർ ആക്ടിങ് അറ്റ് സെപ്പറേറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ അല്ലെ? പാരലൽ ലൈൻസ് ഓഫ് ആക്ഷൻ ആണ്, ഒരേ ലൈനിലൂടെ അല്ല. അതുകൊണ്ട് ആ സിസ്റ്റത്തിൽ ഒരു നെറ്റ് ടോർക്ക് ഉണ്ട്. ഈ സിസ്റ്റത്തെ നമുക്കൊരു കപ്പിൾ എന്ന് വിളിക്കാം. Two equal and opposite forces separated by perpendicular distance whose lines of actions of forces are different constitute to a couple. Torque due to couple ആണ് കൺസെപ്റ്റ്. Torque due to couple. എന്താണ് torque due to couple? Torque toe is equal to force into arm of couple. Arm of couple ആണ് റോഡിന്റെ നീളം. ആ റോഡിന്റെ നീളമാണ് L, ലെങ്ത് L. ഇതാണ് റോഡിന്റെ ലെങ്ത് ആണ് L. ആം ഓഫ് കപ്പിൾ, ഫോഴ്സ് ഇൻ ടു ആം ഓഫ് കപ്പിൾ ആണ് ടോർക്ക്. ഓക്കെ, ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് എന്താണ്? KX ഇൻ ടു ആം ഓഫ് കപ്പിൾ. ഓക്കെ, ഈ ടോർക്ക് എന്താണ്? ടോർക്കാണ് I ആൽഫ. സോ I ആൽഫ ഈസ് ഈക്വൽ ടു KXL. സോ ആൽഫ ഈസ് ഈക്വൽ ടു KXL ഡിവൈഡഡ് ബൈ I. ആൽഫ ഈക്വൽ ടു KXL ബൈ I. ഇവിടെ I എന്താണ്? I is moment of inertia of thin uniform rod ml square by 12 about center of mass. Moment of inertia is the value of moment of inertia about center of a thin uniform rod capable of oscillation
ml square by 12 ആണ് I. kx square kxl divided by I. ഓക്കെ, ഇതാണ് ആംഗുലർ ആക്സലറേഷൻ. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ഫോമാറ്റ് യൂസ് ചെയ്തു. ഈ ആംഗിൾ സ്മോൾ തീറ്റയാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഈ ദൂരം എന്താണ് L/2, ഈ ദൂരം എന്താണ് എക്സ് അല്ലേ. അപ്പോൾ തീറ്റ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എടുക്കാം. സ്മോൾ ഓസിലേഷൻസ് ആണെങ്കിലാണ് സിമ്പിൾ ഹാർമോണിക് ആവുള്ളൂ. സ്മോൾ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റയും ടാൻ തീറ്റയും ഒക്കെ ഈക്വൽ ആണ്. തീറ്റയെ നമുക്ക് x/L/2 എന്ന് എഴുതാം. സോ 2x/L ആണ് തീറ്റ. 2x/L നോക്കൂ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതിൽ 2x/L എന്തെഴുതാം? തീറ്റ എന്ന് എഴുതാം. That is alpha is equal to KL square divided by 2I into theta. That is alpha equal to KL square by 2 into ML square by 12. ML square by 12 into theta. ശ്രദ്ധിച്ചോ, KL square by 2I theta ആണ്. അതിൽ ഐക്ക് മാത്രം ML square by 12 എഴുതി into theta. ഒരു മൈനസ് സൈൻ ഇടാം. അപ്പോൾ ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റയാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കമ്പയർ ചെയ്താൽ യു ഗെറ്റ് ആൽഫ ഈക്വൽ ടു -6, ഒരു എൽ സ്ക്വയർ ക്യാൻസലായി, -6 k/2m into theta. So omega square equal to 6k divided by 2m ഉണ്ടല്ലോ, സോറി 2 ഇല്ല, 2 വേണ്ട, ഈ 12ഉം 2ഉം കൂടി ക്യാൻസൽ ആയല്ലോ, 12ഉം 2ഉം കൂടി ക്യാൻസൽ ആയി, 6k/m. So omega square 6k/m, omega root of 6k/m. So time period ആണ് ചോദിച്ചത്, ഫ്രീക്വൻസി. So frequency f is equal to omega by 2pi. That implies 1/2pi root of 6k/m. 1/2pi root of 6k/m. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാണാതെ പഠിക്കുക. റിസൾട്ട് പല പരീക്ഷകൾക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമാണ്, പഠിക്കുക കേട്ടോ. ഇതിൽ വെയിറ്റിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതില്ല, കാരണം ഹൊറിസോണ്ടൽ ഓസിലേഷൻസ്. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. ഐഡിയൽ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ സപ്പോർട്ട്സ് ഫ്രീലി മൂവിംഗ് പിസ്റ്റൺ ഓഫ് മാസ് m. ഐഡിയൽ ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ആണ്. പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ ഹാവ് ഈക്വൽ ക്രോസ് സെക്ഷൻ. When piston is in equilibrium, volume of the gas is V0 and pressure is P0. Piston is now in equilibrium. Piston is slightly displaced from equilibrium position and released. Assume that the system is completely isolated from surroundings. No heat transfer, no material transfer from inside to outside or from outside to inside. So that walls of the container would be adiabatic. The process can be treated as to be adiabatic. അതുകൊണ്ടാണ് ഓപ്ഷൻസിലൊക്കെ ആ ഗാമ എന്ന ഫിഗർ വന്നിരിക്കുന്നത്. ഗാമ മീൻസ് അഡിയബാറ്റിക് ഇൻഡെക്സ് ആണ്, CP/CV. അതിനെപ്പറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പറയേണ്ടതായിരുന്നു, പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. അസ്യൂമിങ് ദാറ്റ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ അത് അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഈ ഗ്യാസിന് അണ്ടർഗോ ചെയ്യുന്ന പ്രോസസ് അഡിയബാറ്റിക് ആണ്. പിസ്റ്റൺ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താണ്? ഐഡിയൽ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ സപ്പോർട്ട്സ് freely moving piston of mass m. Piston and cylinder have equal cross section. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ പ്രോസസ്സിൽ ഐഡിയൽ ഗ്യാസ് സീരീസ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷന് വിധേയമാവുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ റെലവൻ്റ് ആയിട്ടുള്ള ആ ഓസിലേഷന് സഹായിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ്. ആ ഗ്യാസിന്റെ ബൾക്ക് മോഡുലസ് ആണ് ഓസിലേഷന് വേണ്ടി സഹായിക്കുന്ന ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണല്ലോ ഈ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൾക്ക് മോഡുലസിന്റെ ഫോർമുല എഴുതിയാൽ അതിൽ നിന്ന് നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഫോർമുല എഴുതാൻ പറ്റും. ബൾക്ക് മോഡുലസിന്റെ ഫോർമുല ആദ്യം എഴുതാം, -Δp ഡിവൈഡഡ് ബൈ Δv/v ആണ്. ഇതാണ് ബൾക്ക് മോഡുലസ് അല്ലേ. അതിൽ Δp എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈഡ് പ്രഷർ ആണ്. പ്രഷർ അപ്ലൈഡ് പ്രഷർ. എന്താണ് അപ്ലൈഡ് പ്രഷർ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഈ ഓസിലേഷന് സഹായിക്കുന്ന ഒരു ഡിഫോമിംഗ് ഫോഴ്സ് ആ പിസ്റ്റണിന് മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അപ്ലൈഡ് പ്രഷർ. ബൾക്ക് മോഡുലസ് ഈക്വൽ ടു മൈനസ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി പിസ്റ്റൺ ഡിവൈഡഡ് ബൈ Δv, ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്താണ്? Δv.
ആ ഫോഴ്സ് നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ഫോഴ്സ് എക്സർട്ട് ചെയ്തപ്പോൾ അതിന് ഒരു എക്സ് ദൂരം ഡിസ്പ്ലേസ് ചെയ്തെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എ ഇൻറ്റു എക്സ് ആയിരിക്കും, എ ഡെൽറ്റ എക്സ്. എ ഇൻറ്റു എക്സ് ആണ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. വി എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ വോളിയം ആണ്, അത് V0 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എ ആണ് ഏരിയ, V0 ആണ് പിസ്റ്റൺ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ റിലീസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നോക്കൂ, വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് V0. ഓക്കെ, ഒറിജിനൽ വോളിയം ആണ് V0, ഇനീഷ്യൽ വോളിയം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് F ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം, മൈനസ് ബി എ സ്ക്വയർ ഡിവൈഡഡ് ബൈ V0 ഇൻറ്റു എക്സ്. ഇതൊക്കെ തന്നെ പല തരത്തിൽ ഇതേ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം നോക്കി പഠിക്കണം. ഈ ഫോഴ്സ് അല്ല വേണ്ടത്, നമുക്ക് ആക്സലറേഷൻ ആണ്, ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. മൈനസ് ബി എ സ്ക്വയർ ബൈ എം V0 എക്സ്. ഓക്കെ, എം V0 പാറ്റേൺ കണ്ടോ ഓപ്ഷൻസിലുള്ളത്. പക്ഷെ ബി എന്നൊരു ഫിഗർ അതിലില്ല, ബൾക്ക് മോഡുലസ് ഇല്ല. പക്ഷെ നമുക്കറിയാം അഡയബാറ്റിക് ബൾക്ക് മോഡുലസ്, അഡയബാറ്റിക് പ്രോസസ് ആണ് ഇത്. അഡയബാറ്റിക് ബൾക്ക് മോഡുലസ് ഗാമ ടൈംസ് പ്രഷർ ആണ്. അഡയബാറ്റിക് ബൾക്ക് മോഡുലസ് എന്താണ്? ഗാമ ടൈംസ് ഇനീഷ്യൽ പ്രഷർ ആണ്. അപ്പോൾ ഗാമ ടൈംസ് P0. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ P0 എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം V0 എക്സ്. ഇതിൽ നിന്ന് നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഒമേഗ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ P0 എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം V0 വിത്ത് ഫ്രീക്വൻസി. അതുകൊണ്ട് 1/2π വേണം, ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഒമേഗ ഡിവൈഡഡ് ബൈ 2π, 1/2π റൂട്ട് ഓഫ് ഗാമ P0 എ സ്ക്വയർ, ഗാമ P0 എ സ്ക്വയർ ബൈ എം V0. സോ ഓപ്ഷൻ ഡി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഫോർമുല അറിഞ്ഞാൽ മതി. ബൾക്ക് മോഡുലസിന്റെ ഫോർമുല അറിഞ്ഞാൽ അതിൽ നിന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സ് കണ്ടെത്തി പീരിയഡോ ഫ്രീക്വൻസിയോ കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 14. സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ എ ബോഡി എക്സിക്യൂട്ട്സ്, ബോഡി ഓസിലേറ്റ്സ് സിമ്പിൾ ഹാർമോണിക്കലി വിത്ത് പീരിയഡ് 2 seconds. സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ഹാർമോണിക്കലി വിത്ത് പീരിയഡ് 2 seconds. After what time kinetic energy becomes 75% of total energy? Okay, kinetic energy becomes 75% of total energy എന്ന് പറഞ്ഞാൽ എന്താ? kinetic energy becomes 75% of total energy എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 25% ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ എനർജി 1/4 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 1/4 ആവും. അത് എപ്പോഴാണ്? A/2 A/2 ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയിലാണ്. അപ്പോൾ മീനിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയിലേക്ക് എത്ര സമയം വേണം? T/12 ടൈം പീരിയഡ് ബൈ 12. നമ്മൾ പല പരീക്ഷകളിൽ അത് ചെയ്തിട്ടുള്ളതാണ്. ടൈം പീരിയഡ് 2 seconds ആണ്. അപ്പോൾ 2/12 ആയിരിക്കും കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് 1/6. ഇത്രയേ ഉള്ളൂ. അത്ര എളുപ്പത്തിൽ ചെയ്യാം. 2006 AIEEE ആണ്. എങ്കിലും ഇത് ഈ റീസെന്റ് എക്സാമിനേഷൻസിനൊക്കെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഞാനിത് എങ്ങനെയാണ് അല്ലാതെ വർക്ക് ചെയ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് കൂടി പറയാം. പലതരത്തിൽ ചെയ്യാം. അതിൽ ഒന്നുകൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് പറയാം. കൈനറ്റിക് എനർജി 75% ആയിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 25% ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 25% ആയിരിക്കുമ്പോൾ പൊസിഷൻ ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി ആയിരിക്കണം. ഓക്കെ, മീനിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയിലേക്കുള്ള സമയമാണ് T/12, 1/12 ഓഫ് ടൈം പീരിയഡ്. ടൈം പീരിയഡ് 2 seconds ആണ്. സോ 2/12 ഈസ് 1/6. സോ ആൻസർ ഈസ് 1/6 seconds. എന്നാലും അതെങ്ങനെയാണ്? ആദ്യം ഒരു തുടക്കക്കാരിയെ സംബന്ധിച്ച് എങ്ങനെ ചെയ്യാം? കൈനറ്റിക് എനർജി ബിക്കം 75% ഓഫ് ടോട്ടൽ എനർജി. അതാ എഴുതാം. കൈനറ്റിക് എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കൈനറ്റിക് എനർജി ബിക്കംസ് 75% ഓഫ് ടോട്ടൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. ദാറ്റ് ഈസ് y square is equal to what? Y square equal to a square minus 3/4 a square ആണ്. That is a square by 4. So y equal to a/2. ഇനി നമ്മൾ നോക്കൂ, സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യണം. y equal to a sin omega t. ആ yക്ക് a/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a sin ഒമേഗയ്ക്ക് 2π/t എന്ന് എഴുതാം ഇൻറ്റു ടി. a ക്യാൻസൽ ആയി. സൈനിന്റെ ഏത് ആംഗിളാണ് 1/2 വരിക? 30 ഡിഗ്രി അല്ലേ?
that is 2 pi by t, t equal to 30 degree എഴുതരുത്, റേഡിയനിൽ എഴുതണം. pi by 6, pi cancel ചെയ്യാം. So t is equal to t by 12. So t is equal to t, capital T ഇവിടെ ടൈം പീരീഡ് ആണ്, അത് 2 സെക്കൻഡ് ആണ്. So 2 divided by 12, that is 1 by 6. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് അല്ലെങ്കിൽ ആദ്യത്തെ മെത്തേഡ് ഏതാണെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കുക, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Block of mass 1 kilogram attached to spring is made to oscillate with initial amplitude 12 centimeter. After 2 minutes, amplitude reduces to 6 centimeter. Determine the value of damping constant for this motion. Damping coefficient ആണ്. ഇത് 2021 ചോദിച്ച ചോദ്യം. ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തതായിരുന്നു, കറക്റ്റ് ഓപ്ഷൻ ആൻസർ ഇല്ല, നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്ത് നോക്കാം. ഡാംഡ് ഓസിലേഷൻസ് ആണ്. ഡാംഡ് ഓസിലേഷൻസ്, ഡാംഡ് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എക്സ്പൊണൻഷ്യലായി കുറഞ്ഞു വരും. A0 e raised to minus bt by 2m. ഇതാണ് ഡാംഡ് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടൈമിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇത് കാണാതെ പഠിക്കാം. ഇനി എ എത്രയാണ്? ആഫ്റ്റർ 2 minutes ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ടു 6 ആണ്. സോ 6 is equal to ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് 12 ആണ്, e raised to minus bt by 2m. That is e raised to minus bt by 2m is equal to 6 by 12, 1 by 2. That is e raised to bt by 2m is equal to 2. That is bt by 2m is equal to log 2. bt by 2m is equal to log 2. That is bt by 2m is equal to log 2 നെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി നാച്ചുറൽ ലോഗരിതമാണ്, കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി കോമൺ ലോഗരിതം എഴുതുക. ദാറ്റ് ഈസ് bt by 2m is equal to 2.303 into 0.3 ആണ്, log 2 0.3010, 0.3 എന്ന് മതിയാവും. ദാറ്റ് ഈസ് bt, b ആണ് വേണ്ടത്, അപ്പോൾ b ഈക്വൽ ടു എഴുതാം. b ഈക്വൽ ടു 2m by t അല്ലേ, b ഈക്വൽസ് 2m by t into 0.693. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് 1 കിലോ ആണ്, ടൈം ആണെങ്കിൽ 2 മിനിറ്റ് ആണ് അല്ലേ, 2 മിനിറ്റ് ആണ്. b ഈക്വൽസ് 2 into 1 ഡിവൈഡഡ് ബൈ 2 മിനിറ്റ്, 60 into 2 വേണം, 2 മിനിറ്റ് ആണ്, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇൻറ്റു 0.693 ആണ് ആൻസർ വരിക. ഒരു 2 ക്യാൻസലായി. ദാറ്റ് ഈസ് 0.693 ഏകദേശം 0.7 എന്ന് റൗണ്ട് ചെയ്തു. 0.7 ഡിവൈഡഡ് ബൈ 60, 0.7 by 60 ആണ്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം എത്രയാണ് വരിക? 0.7 by 60, 7 by 6, 1 അല്ലേ, 1.16 into 10 power minus 2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതോടെ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് 2 into 10 raised to 6 Newton per meter, amplitude 0.01 meter, has total mechanical energy 160 joule. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൽ 2 ആൻസർ കറക്റ്റ് ഉണ്ട്. ഇത് JEE 1989 മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷൻസിൽ വന്ന ചോദ്യമാണ്. ഇതൊന്ന് നിർബന്ധമായി നമ്മൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. 2 ഓപ്ഷൻസ് കറക്റ്റ് ആണ്, നമുക്ക് ഒരു ഓപ്ഷൻ കറക്റ്റ് ഉള്ള ചോദ്യമേ മെയിൻസിനുള്ളൂ. അപ്പോൾ ഇത് മെയിൻസിന് വരാൻ സാധ്യതയുണ്ട്, പഴയ JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ഫോഴ്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് തന്നു. ഇതിൽ നിന്ന് നമുക്ക് എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് മാക്സിമം കൈനറ്റിക് എനർജി കാണാം. മാക്സിമം കൈനറ്റിക് എനർജി K max, മാക്സിമം കൈനറ്റിക് എനർജി ഈക്വൽ ടു ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും തന്നിട്ടുണ്ട്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി തന്നിട്ടുണ്ട്. മാക്സിമം കൈനറ്റിക് എനർജിയും ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മിനിമം പൊട്ടൻഷ്യൽ എനർജി 0 അല്ല എന്ന്. മിനിമം പൊട്ടൻഷ്യൽ എനർജി നോട്ട് 0. നോർമൽ കേസസിലെല്ലാം മിനിമം പൊട്ടൻഷ്യൽ എനർജി 0 ആവാറുണ്ട്, ഇവിടെ അതല്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ K max is equal to half K A square, half into 2 into 10 raised to 6 into A square 10 to the power minus 4 ആണ്. ആംപ്ലിറ്റ്യൂഡ് 10 power minus 2 ആണ്, ആംപ്ലിറ്റ്യൂഡിന് സ്ക്വയർ വേണം. അപ്പോൾ 10 to the power 2 100 ജൂൾ ആണ് K max. മാക്സിമം കൈനറ്റിക് എനർജി 100 ജൂൾ കിട്ടിക്കഴിഞ്ഞു.
ഓക്കെ, ഇനി ഓസിലേഷൻ നോക്കൂ. ഓസിലേഷൻ നോക്കുമ്പോൾ എക്സ്ട്രീമിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മിനിമം ആണ്, അത് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, യു മാക്സിമം ആണ്. മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമാണ്, പക്ഷെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ്ട്രീമിലത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് യു മാക്സ് ആണ്. മീനിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് യു മിൻ പ്ലസ് കെ മാക്സ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക യു മിൻ പ്ലസ് കെ മാക്സ് ഈക്വൽ ടു യു മാക്സ് എന്നാണ്, അല്ലെ? അതിൽ യു മിൻ ഈസ് ഈക്വൽ ടു യു മാക്സ് മൈനസ് കെ മാക്സ് ആണ്. യു മാക്സ് എത്രയുണ്ട്? യു മാക്സ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, ഇ ടോട്ടൽ എനർജിയാണ്, ദാറ്റ് ഈസ് ഇ മൈനസ് കെ മാക്സ് ആണ്. എന്താണ് ഇ? ടോട്ടൽ എനർജി എത്രയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി 160 ആണ്. മൈനസ് കെ മാക്സ് എത്രയാ? കെ മാക്സ് 100 ആണ്, ദാറ്റ് ഈസ് 60 ജൂളാണ്. അപ്പോൾ 60 ജൂളായിരിക്കും മിനിമം പൊട്ടൻഷ്യൽ എനർജി. അത് ഇവിടെ ഇല്ല. മിനിമം പൊട്ടൻഷ്യൽ എനർജി 60 ജൂളാണ്. ഓക്കെ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എത്രയാ? മാക്സിമം പൊട്ടൻഷ്യൽ എനർജി 160 വരണം. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി 160, മാക്സിമം കൈനറ്റിക് എനർജി 100. അത് രണ്ട് ശരിയാണ്. മാക്സിമം പൊട്ടൻഷ്യൽ 0 അല്ല, മിനിമം പൊട്ടൻഷ്യൽ 0 അല്ല. മിനിമം പൊട്ടൻഷ്യൽ 60 ജൂളാണ്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എത്രയാ? അതെല്ലാം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി 160, മാക്സിമം കൈനറ്റിക് എനർജി 100, മിനിമം പൊട്ടൻഷ്യൽ എനർജി 60 കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസ് കറക്റ്റ് ഉണ്ട്. എയും ഡിയും തെറ്റാ, ബിയും സിയും കറക്റ്റാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ചോദ്യം. എ മാസ്ലെസ് റോഡ് ബി ഡി ഓഫ് ലെങ്ത് എൽ ഈസ് സസ്പെൻഡഡ്. വേവ്സ് തുടങ്ങുകയാണ്. ഓസിലേഷൻസിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി വേവ്സിന്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓസിലേഷൻ വേവ്സ് ഒരുമിച്ച് നമ്മൾ എടുത്തിരുന്നത്. മാസ്ലെസ് റോഡ് ബി ഡി ഓഫ് ലെങ്ത് എൽ suspended by two identical strings AB and CD of equal length, block of mass M suspended from O such that BO is equal to X. Further, it is observed that frequency of first harmonic in AB ഒരു സസ്പെൻഡഡ് വയർ ആണ്. എബിയിലത്തെ ഫസ്റ്റ് ഹാർമോണിക്കും സെക്കൻഡ് ഹാർമോണിക് ഇൻ സി ഡി ഈക്വൽ ആണ്. അപ്പോൾ എ ബിയിലത്തെ ഫസ്റ്റ് ഹാർമോണിക്, എ ബിയിലെ ടെൻഷൻ T1, ഡി സിയിലെ ടെൻഷൻ T2. അതിൽ എന്തൊക്കെയാണ് ആ ന്യൂട്ടൺസ് ലോസ് അപ്ലൈ ആവുന്നത്? T1 + T2 ആയിരിക്കും mg. ഇനി ടോർക്ക് എടുത്താൽ, ഓക്കെ അനുസരിച്ച് ടോർക്ക് എടുത്താൽ ഓയിലൂടെ ആക്ട് ചെയ്യുന്നത് mg ആണ്, ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഉണ്ടാവില്ല. അപ്പൊ T1 ഉണ്ടാക്കുന്ന ടോർക്കാണ് T1 × x, T2 ഉണ്ടാക്കുന്ന ടോർക്കാണ് T2 × L-x. ഓക്കെ, T1 + T2 mg ആണ്, T1 × x. ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റുമോ? mg അറിയില്ല, അപ്പോൾ x കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഫർദർ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ഹാർമോണിക് ഇൻ എ ബി, സെക്കൻഡ് ഹാർമോണിക് ഇൻ സി ഡി. അപ്പോൾ T1ന്റെ ഫസ്റ്റ് ഹാർമോണിക്കും T2ന്റെ സെക്കൻഡ് ഹാർമോണിക്കും സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലെ ഹാർമോണിക്സ് ഈക്വൽ ആണ്. T1ന്റെ ഫസ്റ്റ് ഹാർമോണിക് എന്താണ്? T1ന്റെ ഫസ്റ്റ് ഹാർമോണിക് റേഡിയസ് സെയിം ആണോ? സെയിം ലെങ്ത് ആണ്. റേഡിയസ് സെയിമോ ഡിഫറൻറ്റോ? എ മാസ്ലെസ് റോഡ് ബി ഡി ലെങ്ത് എൽ, ഐഡന്റിക്കൽ സ്ട്രിങ്സ് ആണ്. അപ്പൊ സ്ട്രിങ്സിന് ലെങ്ത്തും റേഡിയസും ഒക്കെ ഐഡന്റിക്കൽ കേട്ടോ. ഫസ്റ്റ് ഹാർമോണിക്കും സെക്കൻഡ് ഹാർമോണിക്കും ഈക്വൽ. അപ്പോൾ എന്താണ് ഫ്രീക്വൻസിയുടെ ഫോർമുല? ഫ്രീക്വൻസി pth ഹാർമോണിക്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ pth ഹാർമോണിക്കിലെ p/2L√T/μ ആണ്. ഈ സ്ട്രിങ്സ് ഐഡന്റിക്കൽ ആണ് കേട്ടോ, രണ്ട് ഐഡന്റിക്കൽ. ഈ എൽ എന്ന് പറയുന്നത് റോഡിന്റെ നീളമാണ്. ഓക്കെ, അപ്പോൾ മ്യൂ സെയിം ആയിരിക്കും, തിക്നെസ് സെയിം ആയതുകൊണ്ട് ഐഡന്റിക്കൽ ആണ്. ഇനി ലെങ്തും സെയിം ആണ്. ഫ്രീക്വൻസി നോക്കൂ, അത് ഡിഫറെന്റാ. അതുകൊണ്ട് ടെൻഷൻ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം രണ്ട് ഫ്രീക്വൻസീസ്? ആദ്യത്തേതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്, അത് 1/2L√T1/μ ഈക്വൽസ്. അടുത്തതിന്റെ സെക്കൻഡ് ഹാർമോണിക് ആട്ടോ, 2/2L√T2/μ ആണ്. അപ്പൊ ഇതിൽ 2L ഉം മ്യൂവും ക്യാൻസൽ ചെയ്യാം. സോ സ്ക്വയർ ചെയ്താൽ
T1 is equal to 4 times T2 എന്ന് കിട്ടി. T1 equal to 4 times T2. അതിൽ നിന്ന് T1 T2 സോൾവ് ചെയ്തൂടെ? അപ്പോൾ T1 4 times T2 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, 4T2 plus T2. 4T2 plus T2 എത്രയാകുമ്പോൾ 5T2. T1 equal to 4T2. 4T2 plus T2, 5T2 equal to mg. So T2 equal to mg by 5. പക്ഷെ T1 plus T2 mg അല്ലേ? അപ്പോൾ T1 എത്രയായിരിക്കും? T1 is equal to 4/5 mg ആയിരിക്കണ്ടേ? 4/5 mg യും അല്ലേ mg/5 ആഡ് ചെയ്യുമ്പോഴാണ് mg കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി റൊട്ടേഷണൽ ഡൈനാമിക്സ്, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എഴുതാം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആണ് കേട്ടോ, ഇക്വിലിബ്രിയം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്, ടേക്കിംഗ് ടോർക്ക് അബൌട്ട് ഓക്കെ അനുസരിച്ച് ടോർക്ക് എടുക്കുമ്പോൾ എം ജിക്ക്, നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തതാണ്. എം ജിക്ക് ടോർക്ക് ഇല്ല, അപ്പോൾ T1ന്റെയും T2ന്റെയും ടോർക്കുകൾ ഇക്വേറ്റ് ചെയ്തു. T1 into x, T1 into x, T1 എന്താണ് 4/5 mg into x is equal to T2 എന്താണ് mg/5 into L minus x. ആ mg ക്യാൻസൽ ആയി, 5 ക്യാൻസൽ ആയി. So 4x is equal to L minus x. So 5x equal to L. So x is equal to L/5. So x is equal to L/5. So option A ആണ് കറക്റ്റ്, L/5. x is equal to L/5ലാണ് ഹാങ് ചെയ്തിരിക്കുന്നത് മാസ്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 18ാമത്തെ ചോദ്യം. Two vibrating strings of same material length L and 2L have 2R and R respectively. They are stretched under same tension. Two vibrating strings, lengths are different, radius are also different, stretched under same tension. Both the strings vibrate in their fundamental modes. Fundamental modes, okay, it should be mode, MODEs. One of them length L, frequency F1. Another with length L2, 2L, frequency F2. F1 by F2 is formula for frequency. Both the strings vibrate their fundamental. So formula for fundamental frequency 1/2L root of T by mu. T by mu. That should be written to T by A rho, pi R square rho. Same material, so density same, pi constant, 1/2 constant, length different, under same tension, tension same. So frequency proportional to 1/L. R square falling inside the root, so coming taken out, R comes out. So F1 by F2 equals L2 R2 divided by L1 R1. That is L2 is 2L, L1 is L, R2 is 2R, R1 is R. So L cancelled, R cancelled. So correct answer is 4. Option B. 2 into 2, 4. Next one. Speed of transverse wave passing through string 50 centimeter length. Mass given 10 gram. 60 meter per second. Velocity of transverse waves in stretched string given. Area of cross section of the wire given. Young's modulus given. Extension of the wire over its natural length due to tension will be as extension ഉണ്ടാവാൻ കാരണം അതിലൊരു ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം ആ ടെൻഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം എക്സ്റ്റൻഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ചാപ്റ്റേഴ്സിലെ കൺസെപ്റ്റ്സ് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഒന്ന് വേവ്സ്, മറ്റൊന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഓക്കെ, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ടല്ലോ. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ ഫോർമുല എഴുതാം. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ്. മ്യൂ മാസ് പെർ ലെങ്ത് അല്ലേ, റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. വെലോസിറ്റി തന്നിട്ടുണ്ട്, ടെൻഷൻ കണ്ടുപിടിക്കാം, മാസ് ബൈ ലെങ്ത്, മാസ് ഓഫ് ദി വയറും ഉണ്ട് ലെങ്തും ഉണ്ട്, മാസ് ബൈ ലെങ്ത്. സോ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേണ്ടത് ടെൻഷനാണ്. ടി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ എൽ. എം എത്രയുണ്ട്, മാസ്, സ്ട്രിങ് ഓഫ് മാസ് 10 gram, 10 into 10 power minus 3. Velocity 60 square, 60 into 60.
divided by length 50 centimeter 1/2 meter, അര മീറ്റർ. അപ്പോൾ ഇത് എത്രയാ? ഇവിടെ ഒരു 3 പൂജ്യം ഉണ്ട്, ഇത് ക്യാൻസൽ ആയി. അപ്പോൾ 6 × 6 36 2 72 ന്യൂട്ടൺ ആണ് ടെൻഷൻ. ഇനി നമുക്ക് യങ്സ് മോഡുലസിന്റെ ഫോർമുല എഴുതാം. y is equal to FL by A delta L. ഈ ഡെൽറ്റ എൽ ആണ് ചോദിച്ചിട്ടുണ്ടാവുക. FL ഡിവൈഡഡ് ബൈ YA. ആ എഫ് എത്രയാണ്? ടെൻഷനാണ്. ടെൻഷൻ 72, ലെങ്ത് 1/2, യങ്സ് മോഡുലസ് എത്ര? 1.2, 10⁻11. മറക്കരുത് പവർ എഴുതാൻ, പലപ്പോഴും കുട്ടികൾ മറക്കുന്നതാണ്. 1/A. ഏരിയയും തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പക്ഷേ CGS-ലാണ്. 2 cm² ആണ്. കൺവേർട്ട് ഇൻ ടു മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ ഇത് 1.2-നെ 12/10 എന്ന് എഴുതാം. 12 72 കൂടെ 6 ടൈംസ് പോയി. 6/4, 6/4, 1.5, 6/4, 3/2, 1.5 ആണ്. ഇവിടെ 11ഉം -4 കൂടി വരുമ്പോൾ 7 വരും. ആ 7 മേലെ വരുമ്പോൾ -7 ആണ്. 10 × 10⁻⁻7, that is 10⁻⁻6. 1.5 × 10⁻⁻6, that is 15 into ഒരു ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് വരുമ്പോൾ ഇതൊന്ന് കുറയണം. -15 × 10⁻⁻7 അല്ല വരുന്നത്. x 10⁻⁻7 അല്ലേ? -7 ആണ് വരുന്നത്. അപ്പോൾ 0.15 ആവും അതിൻ്റെ കറക്റ്റ് ആൻസർ. വാല്യൂ ഓഫ് x is 0.15. അടുത്ത ക്വസ്റ്റ്യൻ. വയർ ഓഫ് ലെങ്ത് 12 മെയ്ഡ് ബൈ ജോയിനിങ് 2 wires A and B of same length but different radii R and 2R, made of same material. മെറ്റീരിയൽ സെയിം ആണ്, ലെങ്ത്തും റേഡിയസും ഡിഫറൻ്റ് ആണ്. വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസി സച്ച് ദാറ്റ് ജോയിൻഡ് ഫോംസ് എ നോഡ്. ജോയിൻഡ് ഒരു നോഡാണ്. ജോയിൻഡ് ഒരു നോഡാണ് എങ്കിൽ രണ്ട് എൻഡുകളിൽ നോഡാണ് ഓൾറെഡി, ജോയിൻഡ് കൂടി നോഡാണ്. നമ്പർ ഓഫ് ആൻറ്റി നോഡ്സ് ഇൻ വയർ എ ഈസ് P, നമ്പർ ഓഫ് ആൻറ്റി നോഡ്സ് ഇൻ വയർ B ഈസ് Q, ദെൻ P/Q ഈസ്. അപ്പം അത് എന്താണ് അതിലത്തെ കൺസെപ്റ്റ്? എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്? ഫ്രീക്വൻസിയുടെ ഫോർമുല മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയതുപോലെ തന്നെ ഫ്രീക്വൻസി F is equal to P/2L into √T/μ. സെയിം ലെങ്ത് ആണ്, ലെങ്ത് സെയിം ആണ് അല്ലേ? അപ്പോൾ T/μ എഴുതണ്ട, മ്യൂവിന് πr² എഴുതാം. πr² മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ, റോ സെയിം ആണ്. ഇനി അപ്പോൾ ഫ്രീക്വൻസി നമ്പർ ഓഫ് ആൻറ്റി നോഡ്സ് 2R സെയിം, വൈബ്രേറ്റിംഗ് അറ്റ് എ ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി സെയിം ആണല്ലോ. സോ P ആണ് നമ്പർ ഓഫ് ആൻറ്റി നോഡ്സ് എങ്കിൽ P പ്രൊപ്പോർഷണൽ ടു R ആയിരിക്കും. ബാക്കിയൊക്കെ കോൺസ്റ്റൻസ് ആണ്. ടീം കോൺസ്റ്റന്റ്, T സെയിം ആയിരിക്കും. സ്ട്രെയിറ്റ് സെയിം വയർ, ടെൻഷൻ സെയിം വയർ, ഫ്രീക്വൻസി same, sorry. So P proportional to R. Then P/Q is ഏതായിരിക്കും ആൻസർ? റേഡിയസ് റേഷ്യോ R is to 2R, so 1 is to 2. ഓപ്ഷൻ C. P proportional, റേഡിയസിന്റെ റേഷ്യോ എന്താണ്? ഇതിന്റെ റേഡിയസ് R, ഇതിന്റെ റേഡിയസ് 2R, അപ്പോൾ 1 is to 2 ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്യൂണിംഗ് ഫോക്സ് with frequency 256 Hz and give 1 beat per second with the third normal mode of vibration. Tuning fork in the frequency, tuning fork vibrates with frequency 256 Hz ആണ്. Tuning fork in the frequency 256 ആണ്. അത് 1 Hz beat ഉണ്ടാക്കുന്നു with third normal mode of vibration of open pipe. What is the length of that pipe? അപ്പോൾ gives 1 beat per second with third normal mode of vibration of open pipe.
എന്താണ് ഒരു ഓപ്പൺ പൈപ്പിന്റെ തേർഡ് ഹാർമോണിക്, തേർഡ് നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ മീൻസ് തേർഡ് ഹാർമോണിക് ആണ്. ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2L. ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V തന്നിട്ടുണ്ട് കേട്ടോ, 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഓഫ് സൗണ്ടിന്. അപ്പോൾ വിയിൽ ടേംസിൽ എഴുതിയാൽ മതി. അപ്പോൾ ഓപ്പൺ പൈപ്പിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2L ആണ്. സെക്കൻഡ് ഹാർമോണിക് 2V/2L, തേർഡ് ഹാർമോണിക് 3V/2L ആണ്. 3V/2L, 3V/. ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ്സ് വിത്ത്, ആ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചത്, ലെങ്ത് ഓഫ് ദി പൈപ്പ്. 3V/2L ആണ് ഓപ്പൺ പൈപ്പിന്റെ ഫ്രീക്വൻസി. തേർഡ് ഹാർമോണിക് ആണ് കേട്ടോ. -256 ആണ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൗണ്ട് സോഴ്സുകൾ ഒരുമിച്ച് എക്സൈറ്റ് ചെയ്താൽ ആ രണ്ട് സൗണ്ട് സോഴ്സുകളുടെ ഫ്രീക്വൻസികൾ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ് എങ്കിൽ കേൾക്കുന്ന ഇന്റൻസിറ്റിയിലുള്ള പീരിയോഡിക് വേരിയേഷന്റെ അഗ്ലി എഫക്റ്റ് ആണ് ബീറ്റ്സ് എന്ന് വിളിക്കുക. ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും ഈ ഓപ്പൺ പൈപ്പിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് 1 ഹെഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 സെക്കൻഡിൽ 1 വാക്സിങ്ങും 1 വെയിനിങ്ങുമാണ് കേൾക്കുക. ബീറ്റ്സ് എന്ന് പറയുന്ന വാക്സിങ്ങിലും വെയിനിങ്ങിലുമാണ്. 1 വാക്സിങ്ങും 1 വെയിനിങ്ങും ചേർത്ത് വന്നാലാണ് 1 ഹെഡ്സിന്റെ ബീറ്റ് ഉണ്ടാവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 × 40/2L -256 = 1. ഇതിൽ ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് 3 × 40, 2 ഇവിടെ 20 ആവും. 3 × 20 എത്രയാ, 60 അല്ലേ, 20 3 60. 60/L is equal to 257. So L is equal to 60 divided by 257. ഓക്കെ, ഈ ആൻസർ SI-ലാണ്. അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 6000 divided by 257. എത്രയാവും കറക്റ്റ് ആൻസർ? 6257. അപ്പോൾ ഏകദേശം എത്രയാണ് വരാൻ നോക്കൂ. ലെങ്ത് 3V 40 ആയിരിക്കില്ല, അത് ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഇത് 400 ആയിരിക്കും. 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കില്ല സൗണ്ടിന്റെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ 350, 400 എന്ന് എഴുതാം. അല്ലെങ്കിൽ 340 ആയിരിക്കും. 340 എന്ന് എഴുതി നോക്കാം. 40 അല്ല, അത് 340 ആണ് കേട്ടോ. ഒരു ചെറിയ മാറ്റം വരുത്താം, അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 × 340 divided by 2L -256 ആണ് കേട്ടോ. ഇത് എത്ര വരിക? 2, ഇത് 170 ആവും. ദാറ്റ് ഈസ് 3 × 170 divided by L is equal to 257. So L is equal to 3 × 170 divided by 257. 3 × 170 divided by 257. 198 ആണ് വരിക. 198 is close to 200 centimeter. 198 centimeter. Answer is in centimeter. Next one, 21. The end correction of resonance column. End correction of resonance column is 1 centimeter. Shortest length of resonating with the tuning fork is 10 centimeter. First resonating length is 10 centimeter. Next resonating length would be close to 30 centimeter. 32 is there, 36 is there, 28 is there. Okay. So what is the concept of that? Incorrection in resonance column. That is, resonance column apparatus is an closed organ pipe. So we have a closed organ pipe. You see this? Let me copy this one here. It's going to be a closed organ pipe, and this extra length is to be measured by using this concept. Theoretically only, this length is the first resonating length. One end node, other end should be antinode, but up to here only we'll have to measure by using scale. The extra length cannot be measured directly experimentally, so we have this theoretical measurements only we have to do. So L1 plus E equal to lambda by 4. Similarly, for next resonating length,
Next resonating length we should have like this, 2 nodes and 2 antinodes. Here also this E, and this length is L2. So L2 plus E is equal to 3 lambda by 4. From this we can get an equation for end correction. How to get end correction here? Divide or subtract, divide these two. That is L1 plus E divided by L2 plus E is equal to lambda by 4 by 3 lambda by 4. That is lambda by 4 by 3 lambda by 4. 1 by 3. So 3L1 plus 3E equal to L2 plus E. That is 2E equal to L2 minus 3L1. E equal to L2 minus 3L1 divided by 2. Okay, we need L2. That is L2 equals 2E plus 3L1. So 2 into end correction is 1 plus 3 into L1 is 10. That is 2 plus 30, 32. So correct answer is option D. Okay, L2 equal to 2E plus 3L1. Okay, L2 equals 2E plus 3L1. Also, you can by heart this formula, end correction equal to L2 minus 3L1 by 2. Okay, from this, these two equations 1 and 2, you can divide. Okay, to get end correction, you can subtract these two. When you subtract these two, L2 minus L1 is equal to, E gets cancelled. 3 lambda by 4 minus lambda by 4 is lambda by 2. That is lambda equal to 2 times L2 minus L1. By this method, we can find out the wavelength of the sound in this experiment. If we know wavelength, we can find velocity of sound V is equal to nu lambda. That is 2 into frequency into L2 minus L1. This formula is also important. In this way, we can find out velocity of sound 2n into L2 minus L1. Okay, right? Next one. A sonometer wire of length 1.5 meter is made of steel. Tension in it produces an elastic strain of 1%. What is the fundamental frequency of steel? If fundamental frequency of steel, if density and elasticity of steel are given. Steel has its density as well as elasticity mentioned here. Sonometer wire length given. Tension in it produces elastic strain. What is the fundamental frequency? Stretched string fundamental frequency. F1 is equal to 1 by 2L root of T divided by arrow, area of cross section, T by arrow. Okay, this T by A is nothing but stress, linear stress. Okay, from this we can find out fundamental frequency. 1 by 2 into length 3 by 2 root of stress by density. Density how much? 7.7 into 10 to the power 3 density. Then stress. Stress is strain Young's modulus. Young's modulus equal to stress divided by strain. Stress by strain. So stress is equal to Young's modulus multiplied by strain. That implies stress. Young's modulus how much? 2.2 10 power 11. Then strain how much? Strain is only 1%. Students, don't forget 1%. You write 1 by 100. 1 by 100. This much. Okay, this 2 gets cancelled. You get 1 by 3 square root of 22 divided by 77. Here 3 plus 2, 5. Here 11. So 6 comes in the numerator. 11 and 6. Sorry, 11 and 5. Yes, 6 comes in the numerator. Then equal to 1 by 3 into square root of 10 raised to 6. You can write 10 cube. Then 25 divided by 75. 1 by 3 square root. 1 by root 3. 1 by 3 root 3. Approximately. So 1 by 3 root 3. So 1000 divided by 3 into 1.7.
So what should be the correct answer? 1000 divided by 3 divided by 1.7, close to 196, close to 196 hertz. So no options. 196 hertz is the fundamental frequency, right? Next. When two tuning forks 1 and 2 sounded simultaneously, 4 beats are heard. Two tuning forks heard simultaneously, 4 beats are heard. Now a tape is attached to prongs of fork 2. Two forks, fork 1 and fork 2. Beats 4 hertz. Beat frequency is the difference of frequencies. When again forks are sounded together, 6 beats are produced. Which one taped? Attached on the prongs of fork 2. So fork 1 left free, fork 2 taped. Second one taped, then the beat frequency changed to 6 hertz. If the frequency of fork 1 is 200 hertz, frequency of fork 1 is 200 hertz. Nothing, no change has been made here. And here 204 difference. So it should be either 204 or 196. 204 and 190, both are there. Anyway, answer cannot be C and D. When prongs taped, what happens? Normally its frequency decreases. Okay, again 6 hertz. If its answer was 204, its frequency decreases 203, 202, 201, 200, 199, so and so. You know that will never make a difference of 6 hertz, because 204 and 200 difference is 2. This difference is 3. 190, 89. Okay, frequency, when prongs attached with the tape, its frequency decreases. Then if this is 196, 195 decreases, frequency of 2 decreases, 194, whatever it is, 200 and 194, difference becomes 6. That's why the correct answer is 196. Correct answer is 196. Next one. Okay, this difference is that of 2. It is to become 6. Difference is 6 only for the smaller one. So smaller one is the correct answer, 196. Next one, 24. Two sitar strings, A and B, playing the note Da, are slightly out of tune and produce beats of frequency 5 hertz. A and B, when sounded together, A and B sounded together produces beats of 5 hertz. Slightly released and beats sound decreases to 3 hertz. Tension of the string B is slightly increased. Tension increases. Tension in B increases. Then frequency increases. A remains same. And this beat frequency decreased by found to decrease by 3 hertz. So 5 decreased by 3 hertz means it has become 2 hertz. Decreased by means 2. So first frequency of A is 425. Similar question as earlier, 425. So difference is 5. It should be either 420 or 425 it was before, right? Original frequency of B is asked. This is 425. This is either 430 or 420. 430, 420. Original frequency of B. Beat frequency found to decrease by 3 hertz means it has become 2 hertz. Now
string B slightly increased. When tension increases, frequency what happens? F proportional root T. Formula for frequency 1 by 2VL root of T by mu. When tension increases, frequency increases. So if answer was 420, 421, 422, 423, 424, like this it would have been increased. If the answer is 430, 431, 432, 430, 31, 32, 33, 34, like that. Which one can make a difference of 2? 420 and 425 and 423 can make a difference of 2. This 430, 431, 32, 33, 34, that can never make a difference of 2. So correct answer should be 420. The next one, velocity of sound in gas in which two wavelengths are producing 4 beats in produce 40 beats in 12 seconds will be velocity of sound in gas in which two wavelengths produce 40 beats in 12 seconds. 40 beats in 12 seconds means how many beats in 1 second? 40 beats in 12 seconds. That one beat in 12 by 40 seconds. So number of beats in 1 second. In 1 second, how many beats are heard? What we mean by beat frequency? Beat frequency is the number of beats heard per second. That's beat period. So what is beat frequency? In 1 second, 40 divided by 12 hertz. So in 1 second, how many beats are heard? 40 by 12, that is beat frequency. So beat frequency equal to difference of frequencies. Frequency nu is equal to V by lambda. Nu equals V by lambda. So V by lambda. V into 1 by lambda 1 minus 1 by lambda 2. That is 40 by 12. This you can use 10 by 3. So 10 by 3 equal to V. How much? That is asked. V into 1 by lambda 1, 4.08 multiply by 100, 408, that is in meter. 408, 4.08. You can multiply 100 for getting that into centimeter. 408 can be written as 408 by 100 minus 100 divided by 4.16. Okay, then what is the answer? Let us check. 100 divided by 4.08. 24.10 by 3 equal to V into 24.5 minus 100 divided by 4.16, 24.03. 24.03. So V equals 10 by 3 divided by 24.5 minus 24.03, 0.47. So 10 divided by 3 divided by 0.47 close to 709. So correct answer is option D in meter per second. Next one, a tube of certain diameter and of length 48 centimeter is open at both ends. Its fundamental frequency of resonance is found to be 320 Hz. Tube open at both ends. So we have an open organ pipe. Open organ pipe. Open organ pipe is of length 48 centimeter is the length of the open organ pipe.
Fundamental frequency. Fundamental frequency like this. One node and two antinodes in open pipe. 320 Hertz. Velocity of sound in air 320. Velocity frequency given. Estimate diameter of the tube. Okay, one end of the tube is now closed. Calculate lowest frequency of resonance for the tube. 1980 question is this. Anyway, that concept we have to discuss. That's why we have included this old question. Okay, very few old questions are included for making that concept also clear. Okay, right? Only very few. Velocity of sound in air given. Estimate diameter of the tube. We know end correction. End correction is equal to 0.3 times the radius of the tube, or end correction is equal to 0.6 times, 0.3 times diameter and 0.6 times the radius of the tube. Okay, end correction has been found experimentally as 0.3 times diameter of the tube or 0.6 times the radius of the tube. Okay, by head. So in this case, what is the end correction here? Both ends are to be corrected. Then here appears E, here also E. That is 48 plus 2E equals, what is this total length? Distance between two neighboring antinodes, that is lambda by 2. Distance between two neighboring nodes or two neighboring antinodes, we have studied lambda by 2. So lambda by 2. Okay, estimate diameter of the tube. If you find end correction, you can estimate diameter of the tube. So 48 plus 2 times. What is end correction? End correction 0.3 times diameter, 0.3 times diameter equal to 1 by 2 times lambda. Lambda equal to V by nu. Lambda equals V by nu. Velocity by frequency. Velocity is 320. Frequency is also 320. Both 320. Okay. So that cancels. That is 0.6 times diameter. 0.3 into 2. 0.6 times diameter equal to 1 by 2. Here 1 by 2 is there, right? Minus 48. 48 is in centimeter. So that should be 0.48. Okay. Rest of that in SI, 0.48. That is 0.6 times D equal to 0.5 minus 0.48, 0.02. D equal to 0.02 divided by 0.6. That implies 2 by 60, 1 by 30, 1 by 30, 1 by 30. That 1 by 30. That answer is in SI. So 100 by 30. That implies 100 by 30 centimeter. That is 10 by 3 centimeter. 3.33 centimeter is the correct answer. So 3.33 centimeter is the diameter of the tube. So diameter of the tube is equal to end correction by 0.3. Okay, end correction is 0.3 times diameter. Now, calculate the lowest frequency of the resonance for the tube if one end of the tube is closed. Students, you see, when one end is closed, it has become a closed organ pipe. Its length is same, no change has happened to its length, 48 centimeter. This time, end correction is there only at one end. Okay, then 0.48 plus E is equal to lambda by 4, because distance between node and antinode is not lambda by 2, lambda by 4. Okay, then this lambda is 1. Lambda is 1. Already lambda equal to 1 because velocity and frequency are same. So, find the lowest frequency. Okay, lowest frequency of resonance for the tube. So you find out lambda here by making use of end correction. If you know wavelength, we can find out frequency. Okay, fundamental frequency for, okay, wavelength is not 1 because here different frequency, right?
Okay, it was open organ pipe. Its fundamental frequency was 320. It's a closed organ pipe. Its fundamental frequency will be different. We can find out from wavelength. So N correction is fixed. N correction, we know N correction is points. How much N correction is? We can find out N correction from here. 0.3 times diameter. Diameter is already found, 3.33. So 0.3 into 3.33. Then we can find out wavelength lambda. If you know lambda, from that we can find frequency. Frequency equal to velocity wavelength frequency relation. Velocity equal to f lambda. So frequency equal to v by lambda. Okay, velocity of sound in air 320. That is 320 divided by lambda. That lambda you can find from here by finding N correction. N correction is 0.3 times diameter. Okay, right? And you'll get the correct answer as 163 hertz. 163 hertz would be the correct answer. You can check that answer out. 163 hertz. Next one. The percentage increase in speed of transverse waves produced in stretched string if tension is increased by 4%. Percentage increase in speed of transverse wave is in a stretched string if tension increased by 4%. Speed tension. So speed V is equal to root of T by mu. V proportional to root T. Delta V by V equal to 1 by 2 times delta T by T. Percentage increase in speed is asked. That implies 1 by 2 times. What is delta T by T? Stretched string tension increased by 4%. That is 4 by 2, 2. So answer would be 2%. It's 2021 question. Okay, it is only an approximate method. Okay, it's only an approximate method. For getting the actual method, you have to try like this, but calculation not easy. V2 by V1 equals root of T2 by T1. Subtract both by 1. V2 by V1 minus 1. Root of T2 by T1 minus 1. So V2 minus V1 by V1 equals root of T1 100. Tension increased by 4%. So new tension 104 minus 1. Okay, and multiply by. Like this you can find out the correct answer, but it will not be 2%, slightly different. Check it out. Next one. 28. A wire of density 9 into 10 power minus 3 kilogram per centimeter cube stretched between two clamps 1 meter apart. Resulting strain in the wire is 4.9 into 10 power minus 4. Resulting strain. Lowest frequency of transverse vibrations in the wire is the frequency of transverse waves in the wire is given by 1 by 2L root of T by mu. Wire density given. Stretched between two clamps 1 meter apart. So length of the wire is 1 meter. Strain given. Lowest frequency. So we have T by A rho. T by A is stress. So you can write this formula 1 by 2L stress divided by density. Direct. But stress is given or not? Resulting strain given. Similar question we have already done, right? Young's modulus given. Then 1 by 2L root of stress is equal to stress by strain is Young's modulus. Stress is equal to strain into Young's modulus. Strain multiplied Young's modulus divided by density. 1 by 2 into length 1 meter root of strain into Young's modulus. Strain how much? Resulting strain 4.9 10 to the power minus 4 into Young's modulus
9 into 10 to the power 10 divided by density 9 into 10 to the power minus 3. See, density 9 into 10 to the power minus 3 kilogram per centimeter cube. That is 9 into 10 to the power minus 3 into kilogram by centimeter cube. We have to convert into meter cube. 1 centimeter cube equal to 10 power minus 6 meter cube. That is 9 into 10 to the power, this minus 6 comes to the numerator, plus 6. So, kilogram per meter cube. 9 into 10 to the power plus 3 kilogram per meter cube. So, 9 cancel. This 3 and 10 cancel. 7 comes here. 7 and minus 4 cancels. You get what? 7 and minus 4. 3 comes there. So 1000 comes there. So 49 into 100 comes. So 70 comes in the numerator. So 70 by 2 will be 35. So answer would be 35. Correct answer is 35. Next one. For harmonic waves of equal frequencies and equal intensities I0. Intensities ഒക്കെ സെയിം ആണ്, ഫ്രീക്വൻസീസും സെയിം ആണ്, പക്ഷെ ഫേസ് ആംഗിൾസ് ഡിഫറെൻ്റ് ആണ്. 0, π/3, 2π/3, π. 0, π/3, 2π/3 ആൻഡ് π. ഇത് നാലെണ്ണം കൂടി ഇന്റർഫിയർ ചെയ്യാണ്. റിസൾട്ടിങ് ഇന്റൻസിറ്റി NI0 ആണ്. എല്ലാത്തിൻ്റെ ഇന്റൻസിറ്റികൾ സെയിം ആണ്, പക്ഷെ ഫേസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ചെയ്യാൻ എളുപ്പം എന്ന് വെച്ചാൽ ഇതിൽ ഒരെണ്ണാമത്തത് 0 ആണ്, അടുത്തത് π ആണ്. ഒന്നാമത്തതും രണ്ടാമത്തതും നാലാമത്തതും തമ്മിലുള്ള ഫേസ് ആംഗിൾ π ആയതുകൊണ്ട് ഡിസ്ട്രക്ഷൻ നടക്കും. രണ്ടും തമ്മിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടന്നാൽ അതിന് ഇന്റൻസിറ്റി ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ ഇനി രണ്ടെണ്ണത്തിൻ്റെ ആഡ് ചെയ്താൽ മതി. എന്താണ് റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു 4I0. ഈക്വൽ ഇന്റൻസിറ്റി അല്ലേ ഓരോന്നിനും. അപ്പോൾ 4I0 cos square 5/2 യൂസ് ചെയ്താൽ മതി. അത് മതിയാവും, നോക്കാം. I equal to 4I0 മാക്സിമം 4I0 cos square 5/2. ഈ π/3യും 2π/3 ഡിഫറൻസ് എത്ര? 2π/3 മൈനസ് π/3 എത്രയാ? 2π/3 മൈനസ് 1π/3 π/3 cos square π/3. That is 4I0 into cos square π/3. π/3 cos 60, cos square 60 1/4 ആണ്. 1/4 അപ്പോൾ 1 ആണ് ഇതിൻ്റെ വാല്യൂ. അല്ല, ഇൻറ്റൻസിറ്റീസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. Intensity I equals I1 plus I2 plus 2 root I1 I2 cos 5. I1 I0 2 root I0 square I0 cos, what is phase angle? 2π/3 minus π/3 π/3 cos π/3. That is I0 2I0 plus I0, sorry 2I0, right? 2I0 plus 2I0 into cos 60 1/2. That is 2I0 plus I0 3I0. So n is equal to 3 is the right answer. So n is equal to 3 is right. Okay. Next one. Longitudinal waves given by x is equal to 10 sin 2pi nt minus x by lambda. Maximum particle velocity is 4 times wave velocity. If the determined value of wavelength is equal to, what is lambda? Maximum particle velocity equal to 4 times wave velocity. Maximum particle velocity equal to 4 times wave velocity. Maximum particle velocity is a omega equal to 4 times wave velocity is omega by k.
Okay, omega cancels. That is A into K is 2 pi by lambda. AK equal to 4. So lambda equals 2 cancels. Pi A by 2. That implies pi into A how much? Amplitude 10. 10 by 2. So 5 pi. So correct answer is 5 pi. Correct answer is 5 pi. Next one. Speed of sound in oxygen at certain temperature is 460 meter per second. Speed of sound in helium at same temperature will be speed of oxygen. Speed equal to root of gamma RT by M0. So speed of helium by speed of oxygen equal to root of gamma helium. Temperature same, M helium into M oxygen, gamma oxygen. So hydrogen, speed gamma hydrogen, mass inverse. So mass, okay, correct. Square root of gamma hydrogen, diatomic 7 by 5. Mass hydrogen 2. Mass oxygen 32. Gamma oxygen. Sorry, oxygen or helium or hydrogen? Helium. Oh, sorry, it's not hydrogen, it was helium, right? Gamma velocity, it was helium. So helium by oxygen. Helium. Okay, gamma helium, monatomic 5 by 3. Mass helium 4. Okay, now correct. Gamma oxygen 7 by 5. This 4 cancels, 8 comes here. So 8, 5, 40, 200, root of 200 by 21. Root of 200 by 21. So V helium equal to V multiplied by V oxygen or 60. So what should be the correct answer? Let us check out. Root of 200 by 21. 200 by 20, root 10. Approximately cancel root 10. That is root 10 is 3 times 460 close to 3 times 460 1380. So answer should be 1380 close to 1400 meter per second. That is not in options. Why that is not in options? Because they have not included the value changes in values of gamma. If you exclude the changes in values of gamma, you can get that answer one which is given, and that is not a correct way, because that was asked in IIIE 2008 only. We have these days we will have to include this gamma also. These days if this question is asked, you have to answer like this. Okay, you have to include gamma changes also. Okay, the next one. A heavy ball of mass m suspended from ceiling. Car light string mass m much less than m. Capital M is the heavy ball of mass. Car by a light string of mass small m. String of mass negligible. Car is at rest. Speed of transverse waves in string is 60 meter per second. Speed of transverse waves V equal to root of T by mu. Okay, that is 60 equal to square root of T by mu. That T is mg, right? T is mg. T is mg. M is the mass of the heavy ball, so it should be capital M. Capital mg by mu. Capital mg divided by mu. Capital mg by mu. That's 60. Now the speed has become 60.5. That is equal to mu does not change, but tension changes. When the car accelerates, the resultant tension becomes it goes back at an angle theta. This tension becomes these two forces. One is mg already here. The pseudo force ma comes here. So tension equal to square root of m square g square plus m square a square.
So m square g square plus m square a square within square root. Okay, and you have to divide these two to get the value of acceleration in terms of g, and you will get answer g by 5. Okay, takes square this and take ratio. Then the big root, square root will go. Then you can compare so that a equal to g by 5. Okay, a transverse wave travels on a taut steel wire with velocity v. Tension is given. When tension changes to t, velocity changes to v by 2. Value of t is close to. This question also you can do by using the same procedures as earlier. V proportional to root t. Use v proportional to root t. Okay, make two equations and compare, and you check the answer to get box. And the last one is a wave traveling along x-axis described by the equation. Time period, wavelength are given. 2-second time period, wavelength 0.08 meter, alpha and beta approximate units. Comparing with the standard equation, it's a traveling wave. A cos kx minus omega t. So wave velocity is equal to omega by k. Omega is the coefficient of time. K is the coefficient of x. So beta by alpha will be velocity. Okay, velocity v is equal to omega divided by k. Also, omega is equal to 2 pi divided by t. Okay, this making use of omega is beta, that is beta equal to 2 pi by t. That is beta equal to 2 pi by t is 2. That is beta equal to pi. So correct answer should be beta pi. It comes for only one option, B. Okay, like this you can check the other part also, comparing the standard equation. Okay, with that our time is up. So we'll be winding up next day. Tomorrow we'll be doing chapters ray optics, wave optics, electromagnetic waves, and starting at time 12:30. Okay, a little earlier. Thank you. Hello. Welcome to classes. We will discuss permutation, combination, binomial theorem, and probability included. Because we schedule the 4th exam. We have probability included. We will be discussing probability also today. Permutations basic concepts question. The number of numbers strictly between 5,000. 5,000 well down. 5,000 well down. 10,000 chir down. Should be strictly less than 10,000. Sound 5,000 well down. 10,000 chir down. Hello, Aditya Naidu, Sriram. Okay. Right.
അപ്പം it should be bigger than 5,000, less than 10,000. അപ്പം എന്തായാലും 10,000-നേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ 4 ഡിജിറ്റ് നമ്പർ തന്നെ ആയിരിക്കും 9999. അപ്പം നമ്മൾ ഇങ്ങനെ വിചാരിക്കാം you have 4 digit numbers. അപ്പോൾ you can have how many numbers will be there starting with 5? You are filling it with 1, 3, 5, 7, 9. അപ്പോൾ if you fill it without repetition ആണ്. But this can be filled എത്ര numbers ഉണ്ട്? 1, 2, 3, 4, 0 ഇല്ല. അപ്പോൾ ആകെ 5 ആൾക്കാരുള്ളത്. But this can be filled in 4 ways. This can be filled in 3 ways. This can be filled in 2 ways. But you have 24 ways. But there will be 24 numbers starting with 5. There will be again 24 numbers starting with 6. Then there will be again there is no 6 like 6 illa. There will be how many numbers starting with 5 കഴിഞ്ഞാൽ 7 ഉണ്ടാവും. There will be 24 numbers starting with 9, right? 5 numbers starting with 5, numbers starting with 7, numbers starting with 9. Very simple. This is also in 24 ways. Answer will be 72 ways, right? Answer is option A. Numbers starting with 5, numbers starting with 7, numbers starting with 9. Numbers are without repetition. Do the same case with repetitions also. If it is repetition also, what do you get? This will be 5 ways, 5 ways, 5 ways. Again 125 ways. 125, 125, 125. That much ways will be there, right? Second question. The letters of the word out. This is a standard question. One dictionary order question will be there. Last year, 2024 first session, I think some submit name or something like that. G20. What is the rank of G20? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും G20 അതാ ചോദിച്ചത്. അതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. G20. അപ്പോൾ നിങ്ങൾ 2-3 സബ്മിറ്റ്സിൻ്റെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ASEAN, പിന്നെ സാർക്ക്, ഇതിൻ്റെയൊക്കെ റാങ്ക് കാണാൻ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റാങ്ക് പഠിക്കാം. ഓട്ട് ഷഫിൾ ചെയ്താത്ര വേർഡ് ഉണ്ടാവും. OUGHT. 5 words, 5 letters. 5 letters ആകുമ്പോൾ 5 factorial, 120 words will be there. For the first word, ആദ്യം ഫസ്റ്റ് വേർഡ് എഴുതുക. ആരാണെങ്കിലും ഫസ്റ്റ് വേർഡ് ആണ് എഴുതുക. ഫസ്റ്റ് വേർഡ് ഇസ് ABCDEFGHIJK LMNOPQRSTU. This is the first word. But the question is, what is the rank of tough? In which serial number will tough comes? That's the question, right? There will be words starting with T. First, there will be words starting with T. There will be words starting with G first. There will be words starting with G. Then there will be words starting with H. Then there will be words starting with O. Then there will be words starting with T. In our T തുടങ്ങുന്ന നമ്പറിൽ ടഫ് ഉണ്ടാവും അല്ലേ? ജിയിൽ തുടങ്ങുന്ന എത്ര നമ്പർ ഉണ്ടാവും? ജി ഫിക്സ് ചെയ്യുക, ബാക്കി ഷഫിൾ ചെയ്യാം. 4 ഫാക്ടോറിയൽ വേർഡ്സ്. അപ്പോൾ 24 ഉണ്ടാവും അല്ലേ? ജി ഫിക്സ് ചെയ്താൽ HOTU ആണ് ഷഫിൾ ചെയ്യുന്നത്. 4 ലെറ്റർ ഷഫിൾ ചെയ്യുമ്പോൾ യു ഗെറ്റ് 4 ഫാക്ടോറിയൽ നമ്പേഴ്സ് അല്ലേ? 4 ഫാക്ടർ 24 ഉണ്ടാവും. അപ്പോൾ H ഷഫിൾ ചെയ്തിട്ട് ബാക്കിയാകുമ്പോൾ 24 വേർഡ്സ് ഉണ്ടാവും. അതേപോലെ ഓയിൽ തുടങ്ങുന്നതും 24 വേർഡ്സ് ഉണ്ടാവും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ടീയിൽ തുടങ്ങുന്ന നമ്പേഴ്സിൽ ടഫ് ഉണ്ടാവും. അപ്പോൾ ടീയിൽ തുടങ്ങുന്ന TO, ടഫ് സ്റ്റാർട്ട്സ് വിത്ത് TOUGH. TO ആണ്. അപ്പോൾ TO ആകുമ്പോൾ TOൻ്റെ മുകളിലത്തെ വേർഡ്, അതിനാണ് ഈ വേർഡ് ഫസ്റ്റ് വേർഡ് വരുന്നത്. There will be words starting with TG, then there will be words starting with TH, then there will be words starting with TO. TOയിൽ ടഫ് ഉണ്ടാവും അല്ലേ? ഈ TOU ആണ്. ടഫ് സ്റ്റാർട്ട്സ് വിത്ത് TOU. അപ്പോൾ TOU ആണെങ്കിൽ TOU കുറച്ച് കിട്ടാൻ വരിക. TOGയും TOHും TOHും കഴിഞ്ഞിട്ടാണ് TOO വരില്ല, TOT വരില്ല, TOU വരും. TOU വന്നു കഴിഞ്ഞാൽ പിന്നെ GH നേരിട്ട് വരും. അപ്പോൾ TOയിൽ തുടങ്ങുന്ന ആദ്യത്തെ വേർഡ് തന്നെ ടഫ് ആയിരിക്കും. അപ്പോൾ TGയിൽ തുടങ്ങുന്ന എത്ര വേർഡ് ഉണ്ടാവും? 2 ഫിക്സ് ചെയ്യുക, ബാക്കി ഷഫിൾ ചെയ്യുക. 3 ഫാക്ടോറിയൽ വേർഡ്സ്. There will be 6 words. ഇവിടെ അത് 6 വേർഡ്സ് ഉണ്ടാവും. പിന്നെ TOG 3 ഫിക്സ് ചെയ്തിട്ട് ബാക്കി ഷഫിൾ ചെയ്യാം. 2 ഫാക്ടോറിയൽ വേർഡ്സ്. അപ്പോൾ ഇതുപോലത്തെ 2 വേർഡ്സ്, ഇതുപോലത്തെ 2 വേർഡ്സ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്. എത്ര കിട്ടുക? 72 6 4 10. അപ്പോൾ 79 അല്ലേ? അല്ല, 72 89 അല്ല, ഇത് 72 4 84 89 89 ആണ്.
I think it is 89. 72 plus 4 plus 10 is 82. 6, 6, 12, 72, 12, പിന്നെ 4, 4, 5, 9, 89. 89 is answer. B is answer. അപ്പോൾ നിങ്ങൾ G20, ASEAN, SAARC, കൊച്ചിൻ ഇതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. കൊച്ചിൻ. അപ്പോൾ ASEAN എങ്ങനെ ചെയ്യാം? ഒന്ന് വേഗം ചെയ്യാം. ASEAN ഒന്ന് വേഗം ചെയ്യാം നമുക്ക്. അങ്ങനെ വന്നാലോ പരീക്ഷയ്ക്ക്. ASEANിലെ ഫസ്റ്റ് വേർഡ് എഴുതാം. ASEANിലെ ഫസ്റ്റ് വേർഡ് AA അല്ലേ? AABCDEFGHIJKLMNOP. ഇതിലെ ASEAN ഫസ്റ്റ് വേർഡ് ഇതാണ്. ഫസ്റ്റ് വേർഡ്. അപ്പോൾ ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് AA, പിന്നെ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് AE, പിന്നെ AN, പിന്നെ AS. ASEANിലെ ASൽ തുടങ്ങുന്ന വേർഡിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ AS ആയാൽ ASA ഉണ്ടാവും, പിന്നെ ASE ഉണ്ടാവും. ASE ആയാൽ ASE കഴിഞ്ഞാൽ ACAN അല്ലേ വരാം. പിന്നെ NS തന്നെ വരിക. AN വരിക അല്ലേ? ASEAN, റൈറ്റ്. അപ്പം AAയിൽ തുടങ്ങുന്ന എത്ര വേർഡ് ഉണ്ടാവും? 3 ഫാക്ടോറിയൽ. AEയിൽ തുടങ്ങുന്ന 3 ഫാക്ടോറിയൽ. ANൽ തുടങ്ങുന്ന 3 ഫാക്ടോറിയൽ. ASAയിൽ തുടങ്ങുന്ന 2 ഫാക്ടോറിയൽ. പിന്നെ അടുത്ത ASA കഴിഞ്ഞാൽ ASE അല്ലേ വരിക. ASE വന്നാൽ പിന്നെ AN തന്നെ വരിക, റൈറ്റ്. 1. അപ്പോൾ എത്ര ഇടുക? 18, 2, 20, 21. അങ്ങനെ കൊച്ചിൻ, G20, SAARC ഒക്കെ ചെയ്ത് നോക്കാം. ഡിക്ഷണറിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഉറപ്പാണ് കേട്ടോ. റൈറ്റ്. ഇനി 2 families with 3 members each, 1 family with 4 members are to be seated in a row. How many ways they can be seated? So the same family members are not separated. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നോക്കൂ, സപ്പോസ് we have 5 boys and 6 girls. You want to make them arrange in a row. Roll arrange ചെയ്യണം ചോളൂ. How many ways it can be arranged? 5 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ഉണ്ടെങ്കിൽ 5, 6, 11 ആൾക്കാർ. 11 ആൾക്കാർ ഒരു റോയിലിരിക്കും. എത്ര പറ്റും? 11 ഫാക്ടറൽ വേസ് അല്ലേ? അപ്പോൾ how many ways it can be arranged so that boys are together? ബോയ്സ് ഒരുമിച്ചാണ്. ബോയ്സ് ടുഗദർ ആണെങ്കിൽ യു ടേക്ക് ഓൾ ദ ബോയ്സ് ആസ് ഒരു ബോയ്, ഒറ്റ കുട്ടിയാണ് വിചാരിക്കുക. അപ്പോൾ 5 ബോയ്സിനെ ഒരാളായിട്ട് വിചാരിക്കുക. അപ്പോൾ 6 ഗേൾസും ഒരു ബോയും, അതായത് മൊത്തം 7 ആൾക്കാർ. ഇത് ഒരൊറ്റ ആളായിട്ട് വിചാരിക്കുക. അപ്പോൾ 6, 1, 7. അപ്പോൾ ആൻസർ വിൽ ബി എന്തായിരിക്കും? 7 ഫാക്ടോറിയൽ ഇൻറ്റു ഈ 5 പേരെ ഒരാളാക്കൽ 5 ഫാക്ടറൽ വേസ്, റൈറ്റ്. ഇതേപോലെ എന്താണ് ഗേൾസ് ടുഗദർ ആണെങ്കിലോ? സപ്പോസ് ഇറ്റ് ഇസ് ഗേൾസ് ടുഗദർ. ഗേൾസ് ടുഗദർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ 6 ഗേൾസ് ഒറ്റക്കെട്ടാക്കാം. ഒറ്റക്കെട്ട്. ഇത് 5 ബോയ്സ് ആണ്. അപ്പം ഇത് ഒരൊറ്റ ആളാണ്. അപ്പം 5 ബോയ്സും ഈ ഒരാളും കൂടി കൂടുമ്പോൾ 6 ആളുണ്ടാവും. 6 ആൾക്കാരെ 6 ഫാക്ടറൽ വേസ് ഷഫിൾ ചെയ്യാം. ഈ 6 ഗേൾസ് എത്രത്തെ ഷഫിൾ ചെയ്യാം? 6 ഫാക്ടറൽ വേസ് ഷഫിൾ ചെയ്യാം, റൈറ്റ്. പിന്നെ മൂന്നാമത്തെ ഐഡിയ, ബോയ്സ് ആൻഡ് ഗേൾസ് സെപ്പറേറ്റഡ്. അതായത് ബോയ്സ് ആർ ടുഗദർ ആസ് വെൽ ആസ് ഗേൾസ് ആർ ടുഗദർ. ബോയ്സ് ആർ ടുഗദർ, ഗേൾസ് ആർ ടുഗദർ. ബോയ്സ് ആർ ടുഗദർ ആസ് വെൽ ആസ് ഗേൾസ് ആർ ടുഗദർ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബോയ്സ് ഒരു കെട്ടാക്കുക, ഗേൾസ് ഓൾസോ ഒരു കെട്ടാക്കുക. ഇപ്പോൾ 1ഉം 2ഉം 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ 2 ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 2 ഫാക്ടറൽ വേസ് അല്ലേ? ഈ ബോയ്സ് ഇറ്റ് സെൽഫ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 5 ഫാക്ടറൽ വേസ്. ഗേൾസ് ഇറ്റ് സെൽഫ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 6 ഫാക്ടറൽ വേസ്. പിന്നെ no 2 boys sit together. No 2 boys sit together. No 2 boys sit together ആണെങ്കിൽ എന്താ ചെയ്യാം? 2 ആൺകുട്ടികൾ ഒരുമിച്ച് ഇരിക്കരുത്. No 2 boys sit together ആണെങ്കിൽ ഫസ്റ്റ് അറേഞ്ച് ഗേൾസ്. എപ്പോഴും ഓർക്കാം, no 2 boys sit together ആണെങ്കിൽ ഫസ്റ്റ് അറേഞ്ച് ഗേൾസ്. അപ്പോൾ ഗേൾസ് ആദ്യം അറേഞ്ച് ചെയ്യാം. ഗേൾസ് എത്ര ഗേൾസ് ഉണ്ട്? 6 ഗേൾസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 ഗേൾസ്. 6 ഗേൾസ് എത്രത്തിൽ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. 6 ഗേൾസ് ക്യാൻ ബി അറേഞ്ച് 6 ഫാക്ടോറിയൽ വേസ്. ഇനി എത്ര സ്പേസ് നോക്കാം? 1, 2, 3, 4, 5, 6, 7,
spaces. For how many boys to sit? There are 5 boys to sit. 7p5. No 2 girls sit together. Suppose it is no 2 girls sit together. No 2 girls sit together. No 2 girls sit together. First arrange boys. Boys are arrange. Boys arrange. Boys ഉണ്ട് 5 boys. 1, 2, 3, 4, 5 boys. 5 boys 5 factorial ways. ഇനി എത്ര സ്പേസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 സ്പേസ് ഉണ്ട്. എത്ര ആൾക്കാരെ വരുന്നത്? 6 ഗേൾസ് വരുന്നത്. പിന്നെ 6p. അപ്പം ബോയ്സ് ആർ ടുഗദർ ആണെങ്കിൽ 7 factorial 5 factorial ആണ്. ബോയ്സ് ആർ നെവർ ടുഗദർ ആണെങ്കിൽ 11 factorial minus 7 factorial into 5 factorial. അപ്പോൾ ചാൻസ് ചോദിച്ചാൽ ഇപ്പം 5 boys 6 girls are arranged in a row. What is the chance that boys sit together ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 7 factorial into 5 factorial by 11 factorial. അപ്പോൾ എവറിത്തിങ് ഇതിലുള്ള എല്ലാ ചോദ്യവും അതെ പെർമുട്ടേഷൻ കോമ്പിനേഷനിലെ എല്ലാ ചോദ്യവും ഏത് ചോദ്യമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം? പ്രോബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. There are 2 families with 3 members in one family. നോക്കൂ, കുറെ 2 ഫാമിലീസ് ഉണ്ട്. There are 2 families. ഏതൊക്കെയാ? ഒരു 2 ഫാമിലിയിൽ 3 മെമ്പേഴ്സാണ്. 1, 2, 3. പിന്നെ ഒരു ഫാമിലിയിൽ അല്ലേ there are 2 families with 3 members each and 1 family with 4 members each. ഒരു ഫാമിലി 4 members ആണ്. 1, 2, 3, 4 members are to be seated in a row. How many ways they can be seated so that same family members are not separated? അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഫാമിലിയിലെ ആൾക്കാർ ഒരു ഗ്രൂപ്പ് ആവണം, മറ്റേ ഫാമിലിയിലെ ആൾ ഒരു ഗ്രൂപ്പ് ആവണം. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു വേറൊരു ഗ്രൂപ്പാണ്, ഇത് വേറൊരു ഗ്രൂപ്പാണ്. അപ്പം ഈ ഫാമിലി ഒരുമിച്ചിരിക്കണം, ഈ ഫാമിലി ഒരുമിച്ചിരിക്കണം, ഈ ഫാമിലി ഒരുമിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ബോയ്സ് ആൻഡ് ഗേൾസ് പറഞ്ഞ മാതിരി തന്നെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഒറ്റ ആളായിട്ട് വിചാരിക്കാം, ഇതൊരാളായിട്ട് വിചാരിക്കാം, ഇതൊരാളായിട്ട് വിചാരിക്കാം. ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 1, 2, 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാരെ എത്രത്തിൽ ഷഫിൾ ചെയ്യാം? 3 factorial ways. ഇനി ഈ 3 ആൾക്കാരെ എത്രത്തിൽ ഷഫിൾ ചെയ്യാം? 3 factorial ways. ഈ 3 ആൾക്കാരെ again 3 factorial ways. ഈ 4 ആൾക്കാരെ again 4 factorial ways. That's answer, right? അപ്പോൾ ഇതിൽ തന്നെ എന്തൊക്കെ ചോദിക്കാം? ഈ ഫാമിലിയിൽ മാത്രം ടുഗദർ ആയിട്ടുള്ള വേ ചോദിക്കാം, അങ്ങനെയൊക്കെ പലതും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചോദ്യത്തിലും ബേസിക് ആയിട്ടുള്ള ഈ ചോദ്യം നിങ്ങൾ പഠിക്കാം. 5 boys 6 girls, no 2 boys sit together, no 2 girls sit together, boys sit together, girls sit together, boys and girls separated. Okay, right. അപ്പോൾ here the answer is 3 factorial cube into 4 factorial. B is answer. ഇനി അടുത്ത ചോദ്യം എന്താ? The number of ways in which 5 boys and 3 girls be seated in a round table. നോക്കൂ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ റോ ആണ് പഠിച്ചത്, നമ്മളിവിടെ റൗണ്ട് ടേബിൾ. റൗണ്ട് ആകുമ്പം സർക്കുലർ പെർമുട്ടേഷൻ. സർക്കുലർ ആണെങ്കിൽ n people sit in a round table, it is n factorial ways. n factorial by n, or it is n minus 1 factorial ways. n people sit in a round fashion, n factorial way. അല്ല, n people in a row, n factorial ways. n people ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 10 പേര് റോയിൽ ഇരിക്കുകയാണെങ്കിൽ 10 factorial, 10 പേര് വട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ 9 factorial. പിന്നെ നെക്ലേസ് ആണെങ്കിൽ, ഒരു മാല ഉണ്ടാക്കുകയാണെങ്കിൽ, if you are making a necklace, n ഫ്ലവേഴ്സിനെ കൊണ്ട് ഒരു നെക്ലേസ് ഉണ്ടാക്കുകയാണെങ്കിൽ it is n minus 1 factorial by 2 ways. ഓർക്കുക, n people sit in a row, n factorial, n persons sit in a round table, n minus 1 factorial, n minus 1 factorial ways. With n different colored flowers, you can make a garland in n minus 1 factorial by 2 ways. ഈ 3 ഫോർമുലാസ് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് നോക്കാം, number of ways in which 5 boys 3 girls be arranged on a round table if particular boy B1 and particular boy girl G1 never sit together. അപ്പം നെവർ സിറ്റ് ടുഗദർ നമ്മൾ മുമ്പേ കണ്ടതാണ്. എന്താ? ടോട്ടൽ വേസ് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ വേസ് നെവർ സിറ്റ് ടുഗദർ, ഇറ്റ് ഇസ് ടോട്ടൽ മൈനസ് B1 G1 സിറ്റ് ടുഗദർ. ടോട്ടൽ വേസ് B1 C1 ഒരുമിച്ചാവുന്ന വേ സബ്ട്രാക്ട് ചെയ്യാം. ടോട്ടൽ വേസ് എത്രയുണ്ടാവും? വാട്ട് ഇസ് ദ ടോട്ടൽ വേസ്? യു ആർ എത്ര വേസ് ഉണ്ടാവും? 5 boys 3 girls അല്ലേ? അപ്പോൾ 5 boys 3 girls ആകെ 8 persons ആണ്. അപ്പോൾ 8 പേര് വട്ടത്തിലിരിക്കാം. 8 പേര് റോയിൽ എത്രത്തിലിരിക്കാം? 8 factorial ways. 8 പേര് വട്ടത്തിൽ എത്രത്തിലിരിക്കാം? 8 minus 1, that is 7 factorial. ഇത് 7 factorial ആണ്. ടോട്ടൽ വേസ് 7 factorial ways. ഇനി B1 G1 should sit together. B1 G1 sit together. അപ്പോൾ B1 G1 ഒരുമിച്ചാക്കി. അപ്പോൾ B1 G1 ഒരാളായിട്ട് വിചാരിക്കാം.
അപ്പോൾ ആകെ 8 പേരാണ് ഉള്ളത്. 8 പേരിൽ നിന്ന് 2 പേരെ ഒരാളാക്കി. അപ്പോൾ 8 പേരിൽ നിന്ന് 2 പേരെ മാറ്റി. ഇപ്പോൾ 6 പേരുണ്ട്. ഇനി B1 G1 ഒരാളും കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ 7 പേരുണ്ട് അല്ലേ. 8 പേരിൽ നിന്ന് 2 പേരെ മാറ്റിയപ്പം 6 പേരായി. ഈ 6ഉം ഈ 1ഉം കൂടി കൂട്ടാം. അപ്പോൾ എത്രയാ? B1 G1 ഒന്നാക്കിയില്ലേ. അപ്പോൾ 6 1ഉം 7. അപ്പോൾ വാട്ട്സ് ആൻസർ? ആ 7 ഫാക്ടറിയൽ വട്ടത്തിൽ, ആ 7 പേര് വട്ടത്തിൽ, 7 പേര് വട്ടത്തിലാകുമ്പോൾ 6 ഫാക്ടോറിയൽ വേസ്. ഇനി B1 G1 ഇങ്ങനെ എഴുതാം, G1 B1 എഴുതാം. It can be done in 2 ways, അല്ലേ? Into 2 factorial ways. അപ്പോൾ what's the answer? 7 factorial minus 6 factorial into 2 factorial. അതാണ് ഉത്തരം. ടോട്ടൽ വേസ് എന്ന് അത് സബ്ട്രാക്ട് ചെയ്യാം. B1 G1. അപ്പോൾ what's the answer? 7 factorial. You can take 6 factorial പുറത്തെടുക്കുക അല്ലേ? Into 7 minus 2. 7 minus 2 is 5. അപ്പോൾ 6 factorial into 5. 6 factorial into 5 ഉണ്ടാവും. ശരി. B is answer. Okay. അതേ ചോദ്യം തന്നെ കേട്ടോ. Number of ways in which 5 girls and 7 boys can be seated on a round table so that no 2 girls sit together. No 2 girls sit together. No 2 girls sit together ആണെങ്കിൽ first arrange no 2 girls sit together. No 2 girls sit together ആണെങ്കിൽ sit together ആണെങ്കിൽ first arrange boys. No 2 girls sit together ആണെങ്കിൽ first arrange boys. എത്ര ബോയ്സ് ഉണ്ട്? 7 boys. അപ്പോൾ 7 boys വട്ടത്തിൽ ഇരുത്താം. 1 2 3 4 5 6 7. അപ്പോൾ 7 boys അറേഞ്ച് ചെയ്യാം വട്ടത്തിൽ. 7 boys വട്ടത്തിൽ എത്രത്തിലിരിക്കാം? 6 ഫാക്ടറൽ വേസ്. ഇനി എത്ര സ്പേസ് നോക്കാം? 1 2 3 4 5 6 7. ഈ ഒരാൾ വട്ടത്തിലിരുന്നാൽ ബാക്കിയുള്ളവയൊക്കെ ലീനിയറാണ്. അതെപ്പോഴും ഓർക്കാം. അപ്പോൾ ഇവിടെ 7 പേര് 6 ഫാക്ടറൽ വേസാണ്. ബാക്കിയുള്ള സ്പേസിൽ കൊണ്ട് ഇരിക്കൽ മാത്രമേ ഉള്ളൂ. അവിടെ സർക്കുലർ ഇല്ല. ശരിയാണ്, വട്ടത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ യു ഷുഡ് നോട്ട് യൂസ് സർക്കുലർ ബൗണ്ടേഷൻ. കാരണം അവിടെ സ്ഥാനമാണ്. എത്ര സ്ഥാനം ഉണ്ട് നോക്കൂ? 1 ഇവിടെ വെച്ചാൽ 1 2 3 4 5 6 7 സ്ഥാനം. എത്ര ആൾക്കാരാണ് വരുന്നത്? 5 പേരാണ് വരുന്നത്. അപ്പോൾ 5 ഗേൾസ് ആർ ബീങ് സീറ്റഡ് ഇൻ 7 സ്പേസസ്. അപ്പോൾ എത്രയാണ്? 7 P5 days. അപ്പോൾ 7 പേര് വട്ടത്തിൽ 6 ഫാക്ടറൽ വേസ്. അപ്പോൾ അവരുടെ ഇടയിൽ സ്പേസ് 7 സ്പേസ് ഉണ്ടാവും. 7 പേര് 7 P5 വേസിൽ. there are 5 people and 7 chairs. അപ്പോൾ 7 ചെയർസിൽ എത്ര പേർക്ക് ഇരിക്കാം? എത്ര വിധത്തിലിരിക്കാം? 5 പേർക്ക് 7 P5 വേസിലിരിക്കാം അല്ലേ? ഒരു കുട്ടിക്ക് 7 വേസിലിരിക്കാം. രണ്ടാമത്തെ കുട്ടിക്ക് 6 വേസിൽ, മൂന്നാമത്തെ കുട്ടിക്ക് 5 വേസിൽ, നാലാമത്തെ കുട്ടിക്ക് 4 വേസിൽ, അഞ്ചാമത്തെ കുട്ടിക്ക് 3 വേസിൽ. അപ്പോൾ 7 into 6 into 5 into 4 into 3 or 7 P5. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കേട്ടാൽ ഒരു 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 P5 എന്താ മക്കളെ? 7 into 6 into 5 into 4 into 3 ആണ് അല്ലേ? 5 into 4 into 3 ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 എഴുതാം, ഇവിടെ ഒരു 2 എഴുതാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 5 ഫാക്ടോറിയലാണ്. അപ്പോൾ ഈ ഇവിടെ 5 ഫാക്ടറിയൽ ഉണ്ട്. അപ്പോൾ 5 ഫാക്ടറിയൽ ഇൻറ്റു 5 ഫാക്ടറിയൽ ഉണ്ട് 5 ഫാക്ടറിയൽ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒരു 6 ഉണ്ടാവും, ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, ബൈ 2 ഉണ്ട്. അപ്പോൾ 2 ഇവിടെ 3 പോകും. ആൻസർ ഇസ് 5 ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു 7 3 is 21 into 6 126. ശരിയാ, 126. ആൻസർ ഇസ് ബോക്സ്. ബോക്സ് ഇസ് ആൻസർ. അടുത്തത്, in the 4-letter word need not be meaningful are to be formed using letters of the word Mediterranean such that first letter is R and the 4th letter is E. Then the number of all such words is. ആദ്യത്തെ, you are making a 4-digit number അല്ല, 4-letter word. തുടങ്ങുന്ന ആറിലായിരിക്കണം, എൻഡ് ചെയ്യുന്നത് ഇയിലായിരിക്കണം. അപ്പോൾ there should be only 4-letter word അല്ലേ? 4-letter word ഉണ്ടാവും. അപ്പോൾ മെഡിറ്ററേനിയൻ നമുക്കൊന്ന് ഇതാക്കാം, അങ്ങനെയല്ലേ? മെഡിറ്ററേനിയൻ M E 3 E ഇല്ലേ? മെഡിറ്ററേനിയനിൽ മൊത്തം 13 ലെറ്റേഴ്സ് ഉണ്ട്, 13 ലെറ്റേഴ്സ്. നിങ്ങളൊന്ന് എണ്ണി നോക്കാം, 13 ലെറ്റേഴ്സ് ഉണ്ട് മെഡിറ്ററേനിയൻ. ഇപ്പം M ഉണ്ട്, 3 E ഉണ്ട്, പിന്നെ ഒരു D ഉണ്ട്, പിന്നെ ഒരു I ഉണ്ട്, പിന്നെ ഒരു T ഉണ്ട്, പിന്നെ 2 R ഉണ്ട്, 2 A ഉണ്ട്, 2 N ഉണ്ട്.
അപ്പോൾ 3ഉം 2ഉം 5ഉം 4ഉം 9ഉം 4ഉം 13 ആൾക്കാർ അല്ലേ? ഓക്കെ. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ആർ ഇ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആവാം. 2E ആക്കാം അല്ലേ? 2E വെക്കാം, കാരണം 3E ഉണ്ടല്ലോ. പിന്നെ ആർ ഇ 2A വെക്കാം. പിന്നെ ആർ ഇ 2N വെക്കാം. ദിസ് ക്യാൻ ഹാപ്പൻ ഓൺലി ഇൻ വൺ വേ അല്ലേ? ദിസ് ക്യാൻ ഹാപ്പൻ ഓൺലി ഇൻ വൺ വേ. പിന്നെ ഒരു ഇ ആവാം, ഒരു ആർ ആവാം, ഒരു എൻ ആവാം, ഒരു എം ആവാം, ഒരു ഡി ആവാം, ഒരു ഐ ആവാം, ഒരു ടി ആവാം അല്ലേ? അപ്പോൾ ആറും ഇയിലും നോക്കൂ, 2E ആയിട്ടൊരു വേ ഉണ്ടാവും, 2A ആയിട്ടൊരു വേ ഉണ്ടാവും, 2N ആയിട്ട് ഒറ്റ വേ ഉണ്ടാവുള്ളൂ. ഇനി എന്താണ്, ഇവരൊക്കെ ഓരോന്ന്, അതായത് 1 1 2 3 4 5 ഒരു ഇ ആവാം, 5 6 7 8 ആൾക്കാർ, 8 ആൾക്കാർ എല്ലാം ഓരോന്നും എടുക്കുകയാണ്, 8 ആൾക്കാർ. അപ്പം 8 people are there. You are filling it in 2 spaces. 8 people is being filled in 2 spaces. 8 people filled in 2 spaces. It is 8P2 അല്ലേ? 8P2 or it is 8 into 7 56 അല്ലേ? 1 2 3 4 5 6 7 8 ഒരാളെ എടുക്കണല്ലോ. ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഈ 2 ആൾക്കാരെല്ലാം ഡിഫറെൻ്റ് ആണ്. ആറും ഇയും അല്ലേ? അല്ല, 6 ഇ ആയാലും കുഴപ്പമില്ല, കാരണം ഒരു ആറും ഒരു ഇ ഉണ്ടല്ലോ. അപ്പോൾ 2 ഇ ഉള്ള എടുക്കും ചെയ്തു. അപ്പോൾ ഇതിൽ 6ഉം ഇ ആയാലും കുഴപ്പമില്ല, ഒരു 6 എടുക്കാൻ പാടുള്ളൂ, ഒരു ഇ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 സ്പേസിൽ ഈ 8 ആൾക്കാരിൽ ഏതെങ്കിലും 2 ആൾക്കാരാവും. അപ്പോൾ 8 എണ്ണത്തിൽ നിന്ന് 2 ആൾക്കാരെ എടുത്തിട്ട് ചൂസ് ചെയ്തിട്ട് ഷഫിൾ ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും 8P2 into 2 ഫാക്ടർ എഴുതിയാൽ മതി, അല്ല 8C2 into 2 ഫാക്ടർ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 8P2 എഴുതിയാൽ മതി. അപ്പോൾ 8P2 എത്ര? 56. അപ്പോൾ എല്ലാം കൂടി കൂട്ടുക, 56ഉം 3ഉം കൂടി കൂട്ടുക 59. അപ്പോൾ 59 ആണ് ആൻസർ. ഉണ്ടോ? യെസ്, ബി ഇസ് ആൻസർ. നല്ല ചോദ്യമാണ് ഇത്. ഫാക്ടോറിയലിലെ ഒരു ചെറിയ ഐഡിയ ആണ്. ഫാക്ടോറിയൽ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ മക്കളെ. വാട്ട് ഇസ് 10 ഫാക്ടറിയൽ ഇൻറ്റു 11? 10 ഫാക്ടോറിയൽ ഇൻറ്റു 11 എന്ന് പറയുന്നത് 11 ഫാക്ടറിയൽ ആണ്. വാട്ട് ഇസ് 100 ഫാക്ടോറിയൽ ബൈ 900? It will be 99 factorial. What is n factorial into n plus 1? It will be n plus 1 factorial. What is n minus 1 factorial into n plus 1 factorial? N into n minus 1 factorial എന്തായിരിക്കും? n into n minus 1 factorial. n into n minus 1 factorial will be n fact. ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാം. ഫാക്ടോറിയൽ നൊട്ടേഷൻ ഇത് എന്താ? 2 ഫാക്ടറിയൽ 1 into 2, 10 ഫാക്ടറിയൽ 1 തൊട്ടിട്ട് 10 വരെ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം നോക്കാം, r² plus 2, r² plus 1, ഇതാണ് ചോദ്യം. r² plus 1 into r factorial, sigma r going from 1 to 10. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് സിംപ്ലിഫൈ ചെയ്യണം. ഏതെങ്കിലും ഒരു ഫാക്ടോറിയലിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യണം. ഇത് ആക്ച്വലി ടെലസ്കോപ്പിക് സീരീസ് ആണ്. ടെലസ്കോപ്പിക് സീരീസ് പറഞ്ഞാൽ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് എഴുതിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെട്ടിപ്പോണം, എന്നിട്ട് അവസാനം ഒരു ചെറിയ ടേം വരും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐഡിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെലസ്കോപ്പിക് സീരീസിൽ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം, സീക്വൻസ് സീരീസിലൊക്കെ. അപ്പോൾ ഇവിടെ r² ഞാൻ ഇങ്ങനെ എഴുതാണ്. യു ക്യാൻ റൈറ്റ് r² as r into r plus 1, r² plus r ആയില്ലേ, അത് ഒഴിവാക്കാം. r പിന്നെ ഒരു 1 ഓൾറെഡി ഉണ്ട്, 1 into r factor. ഇങ്ങനെ എഴുതി കൂടെ, സിഗ്മ. ഇത് വേണമെങ്കിൽ സിഗ്മ 1 to 10 ആണ്, ഞാൻ സിഗ്മ മാത്രമേ എഴുതുള്ളൂ. ഇറ്റ് ഈസ് r, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വാട്ട് ഇസ് ദാറ്റ്? r into r plus 1 into r factorial. What is n plus 1 into n factorial? n plus 1 factorial. What will be r plus 1 into r factorial? It is r plus 1 factorial. Minus, ഇവിടെ minus 1 minus r എഴുതാം. minus 1 minus r into, അല്ലേ, മൈനസ് ഓഫ് r minus 1 എഴുതാം, into r factorial. അപ്പോൾ സിഗ്മ എഴുതുമ്പോൾ ഇവിടെ സിഗ്മ ഒന്നായിട്ട് എടുക്കാം. r going from 1 to 10. r 1 ആവാം, 2 ആവാം, 3 ആവാം, and can go up to 10. ഇനി r 1 ആവുമ്പോൾ എന്താ നോക്കാം. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. ഈ r 1 ആവുമ്പോൾ എന്താ നോക്കാം? 1 into 2 factorial.
minus 0 into 1 factorial. അപ്പോൾ അത് 0 തന്നെയാണ്. 2 കൊടുക്കുമ്പോഴോ, സപ്പോസ് R is 2. 2 കൊടുക്കുമ്പോൾ 2 into 3 factorial minus R minus 1. Sorry, 1 minus R. Sorry. It is 1 minus R. അല്ല, R minus അല്ല, 1 minus R അല്ല, R minus 1 ആണ്. അല്ലേ? തിരിച്ചു പോകുമ്പോൾ R minus 1. അപ്പോൾ ഇവിടെ R 2 ആകുമ്പോൾ 2 minus 1 വരും. 1 into 2 factorial. പിന്നെ 3 കൊടുക്കുമ്പോൾ 3 into 4 factorial minus 2 into 3 factorial. It will go on like that, etc. എവിടെ അവസാനിക്കുക? R 10 ആകുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? 10 into 11 factorial minus 10 കൊടുക്കുമ്പം 9 into 10 factorial. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പം യു ആർ ആഡിങ്. സിഗ്മ പറയുമ്പോൾ ആഡ് അല്ലേ? അപ്പോൾ ഇതാ 1 into 2 factorial 1 into 2 factorial വെട്ടിപ്പോകും. 2 into 3 factorial 2 into 3 factorial വെട്ടിപ്പോകും. അപ്പോൾ 3 into 4 factorial ഇവിടെയായിട്ട് വെട്ടിപ്പോകും. ഇതായിട്ട് വെട്ടിപ്പോകും. അപ്പോൾ എഫക്റ്റ് ഇത് മാത്രമേ ഉണ്ടാവും. ഇവിടെ 0 into that ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ വിൽ ബി 10 into 11 factorial. അപ്പോൾ 10 into 11 factorial ആണ് ആൻസർ. അപ്പോൾ ഇതേ ചോദ്യം മോഡിഫൈ ചെയ്ത് ചോദിക്കാം. അപ്പോൾ 0 to R going from 1 to 2024 ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 2024 into 2025 factorial ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഈ 10ന് പകരം 2024 ആണ്. ഇതിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 2025 factorial ആണെങ്കിൽ വാട്ട് ഇസ് ആൽഫ? ആൽഫ വിൽ ബി 2024. നല്ല ചോദ്യമല്ലേ? ഇൻഡിജർ ടൈപ്പിൽ മോഡിഫൈ ചോദിക്കാൻ പറ്റുന്ന നല്ല ചോദ്യമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇനി ഐഡിയ ഡിസ്ട്രിബ്യൂഷൻ ഗ്രൂപ്പിംഗ്. നമുക്ക് ആ ഗ്രൂപ്പിംഗ് ഒന്ന് അനുസരിച്ച് പറയാം. ഹൗ ടു ഗ്രൂപ്പ് തിങ്സ് ഇൻ ടു ദാറ്റ്. അപ്പം ഇവിടെ നമുക്ക് 5 പേരുണ്ട്. 5 പേര് 3 people in one group and 2 people in another group. How many ways it can be done? എന്താ ചെയ്യാം? 5 പേരിൽ നിന്ന് 3 പേരെ ചൂസ് ചെയ്യാം. ബാക്കി 2 പേരിൽ നിന്ന് 2 പേരെ ചൂസ് ചെയ്യാം. 2C2. That's all. So what's the answer? It will be 5 factorial by 3 factorial into 2 factorial into 1. The answer will be 5 factorial by 3 factorial into 2 factorial. അപ്പോൾ 5 പേര് 3 പേര് in a group, 2 പേര് in a group. How many ways it can be done? 5 factorial by 3 factorial into 2 factorial. ഇപ്പം 10 പേര് 2ഉം 3ഉം 5ഉം ആക്കൽ എത്ര വിധത്തിൽ പറ്റും? 10 factorial by 2 factorial 3 factorial 5 factorial. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ അൺഈക്വൽ ഗ്രൂപ്പ്സ് ആണ്. അൺഈക്വൽ ഗ്രൂപ്പ്സ്. അപ്പോൾ 5 people, അപ്പോൾ m plus n people can be grouped into അല്ലെങ്കിൽ m plus n plus p people can be grouped into 3 groups containing m people in one group, n people in another group, p people in another group. In how many ways? m plus n plus p factorial divided by m factorial, n factorial, p factorial. ഇതാണ് ഒരു കഥ. അൺഈക്വൽ ഗ്രൂപ്പ്സ്. ഇത് ഈക്വൽ ആണ് എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ? ഈക്വൽ ആകുമ്പം ശ്രദ്ധിക്കണേ, ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈക്വൽ ആകുമ്പം വാട്ട് ഹാപ്പൻസ്? ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇഫ് ഇറ്റ് ഇസ് സപ്പോസ് ഇറ്റ് ഇസ് ഈക്വൽ, suppose there are 4 people and suppose you are making into 2 groups, 2 and 2. അപ്പോൾ ഇതേ ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? You choose 2 people from that. It is 4C2. ബാക്കി 2 പേരുണ്ടാവും into 2C2. It will be 4C2 itself. It is 4 factorial by 2 factorial into 2 factorial. അല്ലേ? 4 factorial by 2 factorial 2 factorial. അപ്പോൾ അവിടെ 4 people made into 2 groups ആണ്. ഇത് 4 factorial by 2 factorial 2 factorial അല്ല. It is actually 4 factorial by ഇതല്ല. It is 4 people can be made into 2 groups containing 4 people can be made into 2 groups equally in 4 factorial by
2 factorial 2 factorial അല്ല ഇൻറ്റു 2 factorial കൂടി ഉണ്ടാവും. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. എന്താ കാരണം വെച്ചാൽ ഞാൻ പറയാതെ രണ്ട് ആൾക്കാരുണ്ട്, എക്സ് വൈ, ഇതാണ് ഒരു ഗ്രൂപ്പ്, എക്സും വൈയും. ആൾക്കാർ 4 ആൾക്കാർ എ ബി സി ഡി ആണെന്ന് ചോദിച്ചോളൂ. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഗ്രൂപ്പ്? എ ബി സി ഡി ഒരു ഗ്രൂപ്പായിരിക്കും, പിന്നെ എ സി ബി ഡി ഒരു ഗ്രൂപ്പായിരിക്കും, പിന്നെ എ ഡി ബി സി ഒരു ഗ്രൂപ്പായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ ഈ 3 ആൾക്കാരൊക്കെ ഇവിടെയും ഈ 3 ആൾക്കാരൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ 3 3 6 പേരുണ്ടാവും അല്ലേ? ഇപ്പോൾ സി ഡി എ ബി ഇങ്ങനെ എഴുതാം, പിന്നെ ബി ഡി എ സി എഴുതാം, പിന്നെ ബി സി എ ഡി എഴുതാം. അപ്പോൾ ആക്ച്വലി എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 6 പേരുണ്ടാവും. അതാണ് ഈ 6. ഇത് 6ആണ്. അപ്പോൾ ഈ 6 പേര്, ഈ 6 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഗ്രൂപ്പും ഇത് ഇങ്ങനെ തിരിച്ചിടാൻ പറ്റില്ല, മനസ്സിലാട്ടോ? ഇത് ഇങ്ങോട്ടും എടുക്കാൻ പാടില്ല. അതായത് എ ബി സി ഡിയും സി ഡി എ ബിയും ഡിഫറെൻ്റ് ആയിരിക്കണം. ഇത് ഡിഫറെൻ്റ് അല്ലെങ്കിൽ മാത്രമേ ഇത് വരുള്ളൂ. ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഇതിപ്പോൾ ഡിഫറെൻ്റ് അല്ലെങ്കിൽ നമുക്ക് ആകെ എത്ര ഉണ്ടാവുള്ളൂ? ഇതും ഉണ്ടാവുള്ളൂ. കാരണം ഇത് തിരിച്ചിട്ടാൽ വേറെ ഗ്രൂപ്പ് വരില്ല. ഇപ്പോൾ 4 പേര് 2 വീതമുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ അയക്കണം. എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 3 ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷെ 4 പേർക്ക് 2 ഡിഫറെൻറ്റ് റൂംസ് അലോട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു എ സി റൂം ആച്ചുള്ളൂ, ഇത് നോൺ എ സി റൂം ആച്ചുള്ളൂ. അപ്പം എ സി റൂമാണ്, ഇത് നോൺ എ സി റൂമാണെങ്കിൽ എ ബിനെ എയും ബിയും എ സി റൂമിൽ അലോട്ട് ചെയ്യലും സിയും ഡിയും നോൺ എ സി റൂമിൽ അലോട്ട് ചെയ്യുന്നതും ഇത് തിരിച്ച് അലോട്ട് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 6 പേരുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ 4 ഡിഫറെൻറ്റ് ടോയ്സ് ഉണ്ട്. 2 ഈ കുട്ടികൾക്ക് ഈക്വലി കൊടുക്കുകയാണ്. അപ്പം ഈ എ ബി എന്നുള്ള ടോയ് എക്സിന് കൊടുക്കുക എന്നുള്ളതും സി ഡി എന്നുള്ള ടോയ് വൈക്ക് കൊടുക്കുക പറയുന്നതും തിരിച്ചു കൊടുക്കുക പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ 6 പേരുണ്ടാവും. But distributing 4 people equally among 2 people, 4 things, distributing 4 different things equally among 2 people പറയുമ്പോൾ എത്ര ഉണ്ടാവും? 4 factorial by 2 factorial to 2 factorial base ആയിരിക്കും. പക്ഷേ making 4 people into 2 groups എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 factorial into 4 factorial by 2 factorial to 2 factorial ഉണ്ടാവും. മനസ്സിലായോ? ഉദാഹരണത്തിന് 10 പേരെ കൊണ്ട് 5 കപ്പിൾ ആക്കാൻ എത്ര പറ്റും? How many ways 10 people can be made into 5 couples? It is 10 factorial by 2 factorial raised to 5 into 5 factorial. Into 5 factorial now. 10 people can be made into 5 couples. In how many ways? 10 factorial by either 2 group ആക്കാണ്. അപ്പോൾ അവിടെ 5 factorial വേണം, റൈറ്റ്? പക്ഷേ 10 different toys can be given equally among 2 children. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരാം? ഇറ്റ് ഇസ് 10 factorial by 2 factorial raised to 5 മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഈക്വൽ ഗ്രൂപ്പ്സ് ആകുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് വരാം. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 5 balls of different colors can be distributed among 3 persons so that each person get at least 1 ball. 5 balls ഉണ്ട്. You have 5 balls. 5 balls given. അപ്പം 3 ആൾക്കാരാണ് ഉള്ളത്. 3 ആൾക്കാർക്ക് കൊടുക്കുകയാണ്. യു ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ഇൻറ്റു. അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിലും അത് തന്നെ വരിക. കാരണം ഈ ഇങ്ങനെ കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതല്ല വരിക, ഇതന്നെ വരിക. ഇതാ വരിക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാ വരിക. ഇതാകുമ്പോൾ വെറുതെ ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ. അപ്പോൾ 5 പേരാകുമ്പം എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം? 3 + 1 + 1 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? ഈ അറ്റ്ലീസ്റ്റ് 1 ഒരാൾക്ക് കിട്ടണം. അപ്പോൾ 3 + 1 + 1 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ 2 + 2 + 1 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് ഷഫിൾ ചെയ്യാം. ഇതിപ്പോൾ 1 3 + 1 + 1 1 + 1 + 3 ആക്കാം അല്ലേ? 1 + 3 + 1 ആക്കാം. അത് ഷഫിൾ ചെയ്യാം. അപ്പം ദിസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ഹൗ മെനി വേസ്? 5 factorial divided by 3 factorial into 1 factorial into 1 factorial. ഇവിടെ ഈക്വൽ നമ്പർ ആണെങ്കിലും ഇങ്ങോട്ടും ആയ വ്യത്യാസം വരില്ല. കാരണം ആൾക്കാരാണ്. ഇതൊരാളാണ്. This is given to one person. This is given to another person. This is given to another person. Right? അപ്പോൾ ഈ ഒരു ആൾ ഇങ്ങനെയും കൊടുക്കുക. ഈ ബോൾ ഈ ബോൾ ഇങ്ങനെയും കൊടുക്കുക. ബോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേർഡ് ബോൾസ് ആണ്. അവരോട് കൊടുക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്. റൈറ്റ്? അപ്പോൾ 5 factorial by 3 factorial 2 factorial വരും. ഇൻടു ഇതാണ് ഗ്രൂപ്പിംഗ്. ഇൻടു ഈ 3 1 1 itself can be shuffled in how many ways? ഇപ്പോൾ അറിയാലോ, ബനാന, അസിസ്റ്റൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ വരുമ്പോൾ ബൈ ഫാക്ടറിയൽ വരണം. അപ്പോൾ 3 1 1 can be shuffled in 3 factorial by 2 factorial ways അല്ലേ? ബനാന, അസിസ്റ്റൻറ്റ് ഇന്നലെ കുറച്ച് പഠിച്ച മെഡിറ്ററേനിയൻ. അപ്പോൾ മെഡിറ്ററേനിയൻ എന്നുള്ള ഈ ക്വസ്റ്റ്യനിൽ
നമ്മളിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, മെഡിറ്ററേനിയൻ എന്നുള്ളതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും? ഇങ്ങനെ ചോദ്യം നടത്തില്ലേ നമ്മൾ മെഡിറ്ററേനിയനിലെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഇതിപ്പം ഇത് മൊത്തമായിട്ട് ഷഫിൾ ചെയ്യാം. മെഡിറ്ററേനിയൻ മൊത്തമായിട്ട് ഷഫിൾ ചെയ്യാൻ എത്ര വേർഡ് ഉണ്ടാവും? കണ്ടോ, 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വേസ് ഉണ്ടാവും. ഇതിലും അതേ ചോദ്യങ്ങൾ വരാം. How many ways Mediterranean can be shuffled so that vowels are together, consonants are together, no two vowels are together, no two consonants are together, vowels occupy even positions, consonants occupy even positions. അങ്ങനെ വേണ്ട ഇഷ്ടംപോലെ ചോദിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് അസ്യൂം ദാറ്റ് ദേ ആർ നോട്ട് റിപ്പീറ്റേഷൻസ്. അവസാനം എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എന്നിട്ട് എന്ത് ചെയ്യണം? റിപ്പീറ്റേഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. റിപ്പീറ്റേഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ 3 E ഉണ്ടാവുമ്പോൾ താഴെ 3 എഴുതുക, എക്സെട്ര. റൈറ്റ്? 2 R ഉണ്ടെങ്കിൽ താഴെ 2 ഫാക്ടർ, 2 A ഉണ്ടാവുകൊണ്ട് താഴെ 2 ഫാക്ടർ, 2 N ഉള്ളതുകൊണ്ട് താഴെ 2 ഫാക്ടർ. അപ്പം എന്താണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബനാന ഷഫിൾ ചെയ്താൽ എത്ര വേർഡ് ഉണ്ടാവും? ബനാന ഷഫിൾ ചെയ്താൽ എത്ര വേർഡ് ഉണ്ടാവും? 1 2 3 4 5 6. അപ്പോൾ 6 ഫാക്ടറിൽ ഡിവൈഡഡ് ബൈ 3 A ഉണ്ട്, അപ്പോൾ 3 ഫാക്ടറിൽ 2 N ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ഡു ആസ് ഇഫ് ദർ ഇസ് നോ റിപ്പറേഷൻസ്, അത് ആദ്യം ചെയ്യാം. എന്നിട്ട് താഴെ യു ഇൻകോർപ്പറേറ്റ് ദ റിപ്പറേഷൻസ്. അതേപോലെ ഇവിടെ കേട്ടോ 3 1 1 ഉണ്ട്. 3 1 1 ആവുമ്പം ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി ഷഫിൾഡ്? 3 ഫാക്ടറിയൽ ബൈ 2 ഫാക്ടറിയൽ വേസ് അല്ലേ? അപ്പോൾ ഇവിടെ അതേപോലെ ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ഗ്രൂപ്പ്? 5 ഫാക്ടറിയൽ ബൈ 2 ഫാക്ടറിയൽ ഇൻറ്റു 2 ഫാക്ടറിയൽ ഇൻറ്റു 1 ഫാക്ടറിയൽ വേസ്. ഇനി 2 to 1 can be shuffled in 3 factorial by 2 factorial ways. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 5 factorial by 3 factorial വെട്ടിപ്പോവും. 5 factorial by 2 പറയുമ്പോൾ 5 factorial 120 ആണ്. 120 by 2 is 60. ഇത് എത്രയാണ് വരിക? 3 factorial 2 ആകുമ്പോൾ 8. അപ്പോൾ 5 factorial 120. അപ്പോൾ 120 into 6 by 8 അല്ലേ? അപ്പോൾ this is 4. This is 3, this is 4, 30, 90 ways. Allora kutta 150 ways. Our answer is 150. 150 is the answer. ഇത് നല്ല ചോദ്യമാണ്, ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് 1 കേട്ടോ. ഗ്രൂപ്പിംഗ് ആണ്, അതിൽ ഷഫ്ലിംഗ് കൂടി ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് ഒക്കെ മനസ്സിലാക്കാം, ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പക്ഷേ ഇതെന്താ വെച്ചാൽ കൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പം 10 പേരെ കപ്പിളാക്കത്ത പേരാണ്. 10 ഡോൾസ് ഈക്വലി 5 കുട്ടികൾക്ക് എത്രത്തിൽ കൊടുക്കാം? അപ്പോൾ 10 ഡോൾസ് ഈക്വലി 5 കുട്ടികൾക്ക് എത്രത്തിൽ കൊടുക്കാം? 10 ഫാക്ടറിയൽ ബൈ 2 ഫാക്ടറിയൽ റേസ് ടു 5 ആണ്. പക്ഷേ 10 കപ്പിളാക്കൽ 10 പേര് 5 കപ്പിളാക്കൽ വിധത്തിലാണ്, ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ, ഈക്വൽ ഗ്രൂപ്പ്. ഇനി വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഐഡന്റിക്കൽ തിങ്സ്. ഐഡന്റിക്കൽ തിങ്സ്, ഈ കൺസെപ്റ്റ് ഒന്ന് എവിടെയെങ്കിലും എഴുതി വയ്ക്കാം. Identical things can be distributed given to n r people, can be given to r people, so that each receive 1 or more ആണെങ്കിൽ n-1 C r-1 ആണ്. അപ്പം 10 ആപ്പിള് 5 കുട്ടികൾ കൊടുക്കുകയാണ്, ഒന്നെങ്കിലും കിട്ടണം. 1 or more ആണെങ്കിൽ n-1 C r-1. 10 പേര് 10 ആപ്പിൾ 5 കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ how many ways 10 apples can be given to 5 children so that each child receive 1 or more apples? അങ്ങനെയാകുമ്പം 10ൽ നിന്ന് 1 കുറയ്ക്കുക, 5ൽ നിന്ന് 1 കുറയ്ക്കുക. 9 C 4 ways. n-1 C r-1. ഇത് 0 or more ആണെങ്കിൽ എന്താണ്? n+r-1 cn. n+r-1 cn. ഞാനൊരു എക്സാമ്പിൾ പറയാം. How many ways 20 apples 10 children, 20 identical apples given to 10 children, so that each child receive 1 or more apples. 20 apples, 10 children. How many ways it can be given so that each child receive 1 or more apples? 1 or more ആണെങ്കിൽ it is 19. ഇതൊന്ന് ഓർക്കുക 19 C9. ഇതിപ്പം 20 apples, 10 children, 0 or more ആണെങ്കിൽ it is
20 plus 10 minus 1 C20. 20 plus 10 n plus r minus 1 cn. 20 plus 10 minus 1 C20. Right? 1 or more, 0 or more. ഇത് വേറൊരു തരത്തിൽ ചോദിക്കാറുണ്ട്. ഇപ്പം suppose the question is like this. X plus y plus z is equal to 30. How many positive integer solutions? How many positive integer solutions? You know what is integer? Positive integer പറയുന്നത് എന്താ? X ഒന്നോ ഒന്നിനേക്കാൾ കൂടുതലോ ആവാം, Y ഒന്നോ ഒന്നിനേക്കാൾ കൂടുതലോ ആവാം, Z അതെ ഒന്നോ ഒന്നിനേക്കാൾ കൂടുതലോ ആവാം. But actually it is as simple as distributing 30 apples, 30 identical apples to 3 children so that each child receive 1 or more apples അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 or പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ്റെ സിനോണിം അല്ലേ 1 or more? അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ്റെ സിനോണിം 1 or more ആയിട്ട് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 29C2. 29C2. 30 എന്നൊന്ന് കുറയ്ക്കുക, ഇത് 3 ആക്കാം. It is as simple as giving 30 apples to 3 children so that each child receive 1 or more apples. Right? ഇതിപ്പം പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷന് പകരം നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ആച്ചുള്ളൂ. നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻസ്. നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻസ് ആണ് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എക്സ് എവിടെ കിടക്കുക? എക്സ് 0 അതിൽ കൂടുതലാവാം, Y അതെ 0 അതിൽ കൂടുതലാവാം, Z അതെ 0 അതിൽ കൂടുതലാവാം. അതുകൊണ്ട് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ആണെങ്കിൽ 0 or more ആണ്. ബട്ട് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഇസ് എ സിനോണിം ഫോർ 0 or more അല്ലേ? അപ്പോൾ എന്താ വരിക? അത് ഈ ഫോമിൽ വയ്ക്കുക, n plus r minus 1 cn ആണ്. അപ്പോൾ എന്താ വരിക? It is 30 plus 3. It is 30 plus 3 minus 1 C30. ഇതിൻ്റെ ഇവാലുവേഷനൊക്കെ നിങ്ങൾ പഠിക്കണം എന്തായാലും. It is 30C3 ആകുമ്പോൾ എന്താ വരിക നിങ്ങൾക്ക് അറിയാം. 20C2, 29C2 നിങ്ങൾക്ക് അറിയാം. 29C2 എന്താ? 29 into 28/1/2 ആണ് ചെയ്യാം. അതേപോലെ 30 ഇത് എത്രയാണ്? 33 ആകുമ്പോൾ 32C30 ആവും. അപ്പോൾ 32C2 ആണ്. 32C2 ചെറിയ നമ്പറാണ്. 32C2 എന്താ? 32 into 31/1/2 ആണ്. ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും വിഷയമല്ല. അതുപോലത്തെ ഒരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നോക്കൂ, x greater than equal to 1, y greater than equal to 3 ആണ്, z greater than equal to 4 ആണ്. അപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ കാണാല്ലേ, 21 ആപ്പിള് 3 കുട്ടികൾക്ക് എത്രത്തിൽ കൊടുക്കാം സോ ദാറ്റ് ഈ ചൈൽഡ് റിസീവ്, അല്ല ഒരു കുട്ടിയുടെ പേര് എ ആണ്, ഈ കുട്ടിയുടെ പേര് ബി ആണ്, കുട്ടിയുടെ പേര് സി ആണ്. അപ്പോൾ ഹൗ മെനി വേസ് 21 apples can be given to 3 children so that A receives at least 1 apple, B receives at least 3 apples and C receives at least 4 apples. അങ്ങനെ ചോദിച്ചൂടെ? സെയിം ഒരേ ചോദ്യത്തിൻ്റെ കഥ മാറാം, കൺസെപ്റ്റ് മാറില്ല. അതുകൊണ്ട് ആ ശ്രദ്ധിക്കുന്നത്, കഥ മാറിയിട്ട് വരും എപ്പോഴും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം? ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സിന് പകരം നോക്കൂ, എക്സ് ഇവിടെ x-1 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ x-1 എന്ന് എഴുതാണ്. ഐ എം ഡൂയിങ് ദിസ് ഇത് x-1 എഴുതാം. x greater than equal to 1. ഇവിടെ നിങ്ങൾക്ക് y-2 എഴുതാം. നോക്കൂ, y-2 greater than equal to 1 എഴുതാം അല്ലേ? ഇവിടെ z greater than 4 അല്ലേ? അപ്പോൾ z-3 greater than equal to 1 എന്ന് പറയും. അപ്പോൾ ഞാൻ ഇതിന് y എന്ന് എഴുതാം, y greater than equal to 1. ഇവിടെ ഞാൻ z എഴുതാം, z greater than equal to 1. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? സ്മോൾ എക്സ് ക്യാപിറ്റൽ എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എക്സ് തന്നെയാണ്. സ്മോൾ y, y-2 ആണ് ക്യാപിറ്റൽ y. വാട്ട് ഇസ് സ്മോൾ y? ക്യാപിറ്റൽ Y plus 2 ആണ് അല്ലേ? സ്മോൾ z-3 ക്യാപിറ്റൽ z ആണ്. അപ്പോൾ വാട്ട് ഇസ് സ്മോൾ z? ക്യാപിറ്റൽ Z plus 3 is equal to 20. റൈറ്റ്? അപ്പോൾ അതിലെന്താ? അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടാം x plus y. ഞാൻ ഇതാണ് എഴുതുന്നത്, x plus y plus z എന്തായിരിക്കും? 3 2 5. ഇവിടെ 21 ആണ്. 21 5 കുറച്ച് എത്ര കിട്ടാം? 16 അല്ലേ? ഇവിടെ എക്സും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, y ഇവിടെ x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 അല്ലേ? x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, z ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അപ്പോൾ ഇത് 1 or more അല്ലേ മക്കളെ? ഇത് 1 or more ആണ്. ഗിവിംഗ് 16 apples to 3 children so that each child receive 1 or more apples ആണ്. അപ്പോൾ എന്തായിരിക്കാം വരിക? 16 minus 1 C3 minus 1. It will be 15C2. And 15C2ന്റെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. It is 15 into 14 divided by 2. It is 7 ആകുമ്പോൾ എത്ര കിട്ടുക? 70 35 ആകുമ്പോൾ 105. അപ്പോൾ ആൻസർ ഇസ് 105. അപ്പോൾ ഇത് ഈ ചോദ്യം എങ്ങനെ ചോദിക്കാം? How many ways 21 apples can be given to 3 children so that A receives at least 1 apple,
B receives at least 3 apples and C receives at least 4 apples. അങ്ങനെ ചോദിക്കാം. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ഐഡന്റിക്കൽ തിങ്സ് ആയിട്ട് അവിടെ ആപ്പിൾസ് വരുമ്പോൾ ഐഡന്റിക്കൽ തിങ്സ് ആയിരിക്കും. ഇതൊക്കെ ഐഡന്റിക്കൽ തിങ്സ് ആണ്. ഇത് ഓർക്കണം, ഐഡന്റിക്കൽ തിങ്സ്. ഓക്കെ. ഇനി ഇതുണ്ടല്ലോ, ഇത് റിമൈൻഡർ പ്രോബ്ലം, ബൈനോമിയൽ തിയറത്തിലെ റിമൈൻഡർ തിയറം, റിമൈൻഡർ പ്രോബ്ലം ഒരുവിധം എല്ലാ എക്സാമിനേഷനും കാണാറുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചു പോകണം. ഓക്കെ. റിമൈൻഡർ പ്രോബ്ലം. റിമൈൻഡർ പ്രോബ്ലത്തിൻ്റെ ഒരു 2 കൺസെപ്റ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് നമ്മളിപ്പോൾ 21നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ? എല്ലാവർക്കും അറിയാം 1 ആണ് റിമൈൻഡർ. എങ്ങനെ 1 റിമൈൻഡർ കിട്ടുക? 2 വിൽ ഗോ ഹിയർ, 20 times it is 1. അപ്പോൾ യു ക്യാൻ റൈറ്റ് 21 ആസ് 2 into 20 അല്ലെങ്കിൽ 2 into 20 plus 1. 2 into 10 plus 1. 2 into 10 plus 1. അല്ലേ? അപ്പോൾ A equals BK plus R എന്ന് എഴുതിയാൽ what do you mean by that? A equals BK plus R means R is the remainder obtained when you divide A with B. K is a quotient. A equals BK plus R means R is the remainder obtained when you divide with A with B. അപ്പോൾ അതിൽ R ഒരിക്കലും നെഗറ്റീവ് ആവില്ല. R 0 ആവാം. R 0 ആയാൽ ഫാക്ടർ ആവും. എയുടെ ഫാക്ടർ ആവും ബി, അല്ലേ? പിന്നെ R 1 ആവാം, 2 ആവാം. R can go up to B minus 1. R നെഗറ്റീവ് ആവില്ല. ഞാൻ വേറൊരു ചോദ്യം പറയാം. ഇപ്പം 62നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര എഴുതുക? 7 9s 63 ആണ് അല്ലേ? 6 9s 54 വരും. ബാക്കി എത്ര വരാം? 6 9s 54, 7 9s 63 അല്ലേ? ഓക്കെ. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ ഒരു മിനിറ്റ്. അതായത് ഇപ്പം 62നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 8 56 പോകും. പിന്നെ ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 6 ഉണ്ടാവും. 6 അല്ലേ റിമൈൻഡർ? 6 ആണ് റിമൈൻഡർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 62 is equal to 7 into 8 plus 6, right? ഇവിടെ 62 ഉണ്ട്, ഇവിടെ 62 into 7, ഓക്കെ പ്ലസ് 6 ഉണ്ട്, പ്ലസ് 7. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 62 ഈക്വൽസ് 7K പ്ലസ് 6 എഴുതാം. അതായത് 6 is the remainder obtained when you divide 62 by 7. 62നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആണ് റിമൈൻഡർ കിട്ടുക, അല്ലേ? ഇതേ സാധനം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 7K പ്ലസ് 7 മൈനസ് 1 എഴുതിയാൽ ഇറ്റ് ഇസ് 7 ഇൻറ്റു K പ്ലസ് 1 മൈനസ് 1 എഴുതിയാൽ, ഈ K പ്ലസ് 1 വേറൊരു K എഴുതിയാൽ K ഡാഷ് മൈനസ് 1 എഴുതിയാൽ ഈ 62 ഈക്വൽ 7 ഇൻറ്റു K ഡാഷ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മൈനസ് 1 ആണ് ബാക്കി കിട്ടുന്നതെങ്കിൽ the effect എന്താ? 62 equals 7K dash minus 1 പറഞ്ഞാൽ it is as simple as 6 is the remainder. 62 is equal to 7K minus 1 means 7 is the remainder. അല്ല, 6 is the remainder. ഇപ്പം എന്താണ് 25, ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെ പറയാം? 62 equals, but 25 is equal to ചെറിയ നമ്പർ അല്ലേ? 6 4 24, 8 3 24 അല്ലേ? അപ്പം 8K 25 is equal to 8K എന്ത് എഴുതാം? 8K plus 1 എഴുതിക്കൂടെ? 25 equals 8K plus 1 എഴുതിക്കൂടെ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? 8K plus 8, 25 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നമ്മളെ 8K 8 into 3 plus 1 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 8 into 3 8 into 2 plus 8 into 3 plus 1. Okay. You can also write it as 8 into 4, 32 അല്ലേ? 8 into K plus 1 തന്നെ. 8 into K plus 1.
Okay. 26. നമുക്ക് ഇങ്ങനെ പറയട്ടെ 13K. But 25 equals 13K minus 1 പറയട്ടെ. 25 is equal to 13K minus 1 പറയട്ടെ. നമുക്ക് 13 into 2 26 അല്ലേ. But 25 is equal to 13K minus 1 പറയാം. കാരണം that K is here to 2. അപ്പോൾ 13 into 2 minus 1 പറയാം. അപ്പോൾ 25 equals 13 into 2 minus 1 പറയാം. 13K minus 1 പറയാം. അപ്പോൾ 13K minus 1 ആണെങ്കിൽ what is the remainder when you divide 25 by 13? 25നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ കിട്ടുക? ഇവിടെ -1 ആണ് കിട്ടുന്നതെങ്കിൽ റിമൈൻഡർ വിൽ ബി 12. മനസ്സിലായോ? ഇവിടെ -1 ആണ് കിട്ടുന്നതെങ്കിൽ റിമൈൻഡർ ഇസ് 12. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നമുക്കിങ്ങനെ പറയാം. ഇപ്പം A ഈക്വൽസ് BK plus 1 ആണെങ്കിൽ റിമൈൻഡർ ഇസ് 1. BK plus 4 ആണെങ്കിൽ റിമൈൻഡർ ഇസ് 4. സംശയമില്ല. പക്ഷേ -1 ആണെങ്കിൽ റിമൈൻഡർ വിൽ ബി എന്തായിരിക്കും? റിമൈൻഡർ വിൽ ബി B -1. ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം, ആ ഡിവൈസിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ അതൊന്ന് ഓർത്താൽ നല്ലതാണ്. ദാറ്റ് വിൽ ഡിസ്കസ് ഹിയർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. 22 raised to 2022. 22 raised to 2022 പ്ലസ് ഇതിൽ ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. 2022 raised to 22 ആണ്. ലീവ്സ് റിമൈൻഡർ ആൽഫ വെൻ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇത് ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 22നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറയാം? 7 into 3 ആണ് 21 പ്ലസ് 1 റേസ് ടു 22 ആണ്. ഇതിൽ 2022 3 കറക്റ്റായിട്ട് പോവില്ലേ? 18, 22, 21, 12 കറക്റ്റായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് 3K തന്നെയാണ് റേസ് ടു 22. പ്രശ്നമില്ല, 3K ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെന്താ ആക്ച്വലി 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3K ആണ്. അപ്പം ഇതിൽ എത്ര ടേം ഉണ്ടാവും? 23 ടേം ഉണ്ടാവും. മൊത്തമായിട്ട് 23 ടേം ഉണ്ടാവും. 23 ടേം ഉണ്ടാകുമ്പം എല്ലാറ്റിലും എന്തുണ്ടാവും? 3 ഉണ്ടാവും. ഇതിപ്പോൾ 3K ആണ്. 7 into 3 പറഞ്ഞാൽ 3K plus 1 ആണ്. അപ്പോൾ 3K plus 1 raised to 22 plus 3K. ഈ കെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 3K plus 1 raised to 22 ആണ്. ഇത് എല്ലാ 23 ടേമിലും ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേമിലും 3 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് പറയാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3K plus 1 plus 3K. ഇത് 3K ഞാൻ വെറുതെ പറയാം. 3K raised to 22 is again multiple of 3. Multiple of 3 ഉദ്ദേശിക്കുമല്ലോ. ഇതും അതേ multiple of 3 ഉദ്ദേശിക്കുമല്ലോ. ലാസ്റ്റ് ടേം 1 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ വരിക? ഇറ്റ് വിൽ ബി 3K plus 1. അപ്പോൾ 3K plus 1 ആണെങ്കിൽ 1 is the remainder. അപ്പോൾ ആൽഫ is 1. അപ്പോൾ you get the value of alpha is 1. Right? Okay. Now, ഇതേ സാധനം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ എഴുതാം? 22 raised to again 7K plus 1 എഴുതാം അല്ലേ? 7K plus 1 raised to 22 plus 2022നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2022നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. 7 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 7 2 is 14. Here you get 6 അല്ലേ? 6 അല്ലേ? 6 ആകുമ്പോൾ 62ൽ 8 56 ആകുമ്പോൾ again 6 62ൽ 8 times 62 56. ബാക്കി എത്ര ഉണ്ടാവും? 6 ആണ് റിമൈൻഡർ. ശ്രദ്ധിക്കണേ, 6 റിമൈൻഡർ. അപ്പോൾ 6 റിമൈൻഡർ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? യു ഗെറ്റ് 7K അല്ല, 7 into 2288 ആണ് പ്ലസ് 6 ആണ്. പ്ലസ് 6 raised to 2022 അല്ല, ഇവിടെ 2022 ആണ്. ഇവിടെ 2022 ആണ് അല്ലേ? ഇവിടെ raised to 2022 ആണേ. അത് വിഷയമല്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. 2022. അപ്പോൾ ഇവിടെ 2022 ആണ്, ഇവിടെ 22 ആണ്. അപ്പം ഇത് 7K plus 1 raised to 2022 പറയുമ്പോൾ എന്താ? എല്ലാ ടേമിലും 2023 ടേം ഉണ്ടാവും, എല്ലാറ്റിലും 7 ഉണ്ടാവും. അപ്പോൾ ദിസ് ഇസ് 7K plus 1. ഇവിടെ പ്ലസ് 1 ആണ്. raised to 2022 ലാസ്റ്റ് ടേം ഇസ് 1 പ്ലസ്. ഇവിടെ നോക്കൂ, 7K plus 6 ആണ്. നോക്കൂ, 7K plus 6 ആണ്.
നമുക്ക് ഈ 7k പ്ലസ് 6നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 7k പ്ലസ് 7 മൈനസ് 1 എഴുതിക്കൂടെ ആ 6നെ അല്ലേ? അപ്പൊ നമുക്ക് 7 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1 എഴുതിക്കൂടെ? അപ്പൊ അത് ആക്ച്വലി എന്താ 7k മൈനസ് 1 ഫോം അല്ലേ? അപ്പൊ 7k പ്ലസ് 6 ക്യാൻ ബി റിട്ടൺ ആസ് 7k മൈനസ് 1 റേസ് ടു 22, റൈറ്റ്? അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എന്താ? ദിസ് ഇസ് 7k പ്ലസ് 1, ദിസ് ഇസ് ഓൾസോ 7k പ്ലസ് 1, കാരണം മൈനസ് 1 റേസ് ടു 22 ആണ്, പവർ ഈവൻ ആണ്, അപ്പൊ പ്ലസ് 1 ആണ്. ഈ 7k അഗെയിൻ ഇറ്റ് ഇസ് അഗെയിൻ 7k പ്ലസ് 2. അപ്പൊ വാട്ട് ഇസ് ബീറ്റ? ബീറ്റ ഇസ് 2. ഈ 1 പ്ലസ് 1 ഇസ് 2. Or beta is 2. Now alpha is 2, beta is 2. So what's the value of alpha square plus beta square? 1 square plus 2 square is equal to 5. 5 is answer. ഇതേ ചോദ്യം നോക്കൂ, ഇത് 2023 ചോദിച്ചാണ്. ഇതേ ചോദ്യം ഞാൻ ഇങ്ങനെ ചോദ്യം മാറ്റാണ്. നോക്കൂ, 23 റേസ് ടു 2023, 23 റേസ് ടു 2023 പ്ലസ് 2023 റേസ് ടു, അല്ല ചെറുതായിട്ട് ഇവിടെ എങ്ങനെ ആക്കാം, അങ്ങനെ കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ആക്കാം. 22 റേസ് ടു 2022 പ്ലസ് 2022 റേസ് ടു 23. ഇവിടെ 23 ആയിക്കോട്ടെ. ചെറിയ വ്യത്യാസം, കുറെ വ്യത്യാസം ഉണ്ടാക്കാം. ഇതേ ചോദ്യം തന്നെ ആയിക്കോട്ടെ. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ പ്ലീസ്. ഇതേപോലത്തെ ചോദ്യം തന്നെ ഞാൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം, കാരണം അതേ ചോദ്യം ഒന്നുകൂടി റീഡു ചെയ്യുന്നത് നല്ലതാണ്. ഇതേപോലത്തെ കൺസെപ്റ്റിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ. But 22 raised to 2022 minus plus 2022 raised to 22. ചെറിയ വ്യത്യാസം നമുക്ക് 23, ഇതാണ് ക്വസ്റ്റ്യൻ. 23 raised to 2022, ഇതാണ് ക്വസ്റ്റ്യൻ. പ്ലസ് 2022 raised to 23. ചെറിയ വ്യത്യാസമല്ല, ഞാൻ ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, കാരണം കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലമായിട്ട് ബന്ധിപ്പിച്ച ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അത് ഞാൻ പറയണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? ഇതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൽഫ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 21 ആകുമ്പോൾ 3k 21 അല്ലേ? അപ്പോൾ 3k പ്ലസ് 2 റേസ് ടു 2022 വരും അല്ലേ? പ്ലസ് 2022 കറക്റ്റായിട്ട് 3 പോവും. 2022 കറക്റ്റായിട്ട് 3 പോവും. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമില്ല, 0 ആണ്. 3k തന്നെയാണ്. ഇത് 3k തന്നെയാണ്, നോക്കേ വേണ്ട. അപ്പോൾ 3k റേസ് ടു 2000 എല്ലാറ്റിലും 3k ഉള്ളതുകൊണ്ട് അവസാനം ഇതും നോക്കണ്ട അല്ലേ? 3k പ്ലസ് 1. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ നോക്കിയാൽ മതി. 2 റേസ് ടു 2022 റിമൈൻഡർ നോക്കിയാൽ മതി. മനസ്സിലാവട്ടോ? 3k, ഇത് 3k ആണ്. ഇതിലെല്ലാ ടേമിലും 3k ഉണ്ടാവും. ലാസ്റ്റ് ടേം ഒഴിച്ച് കഴിഞ്ഞ പ്രോബ്ലത്തിൽ 1 ആയിരുന്നു, അതുകൊണ്ട് 1 ആണ് റിമൈൻഡർ. അപ്പോൾ ഇവിടെ 2 റേസ് ടു 2022 റിമൈൻഡർ നോക്കിയാൽ മതി. 2 റേസ് ടു 2022 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 2ൻ്റെ പവർ 3യുടെ ഇതിൽ ഇതാണ് 2 ക്യൂബ് 8 അല്ലേ? ഒരു കാര്യം ചെയ്യാം, 2 ക്യൂബ്, ദിസ് ഇസ് 2 ക്യൂബ് റേസ് ടു, ഇങ്ങനെ എഴുതി കൂടെ, 6 3 is 18, 7 3 is 21, 4 3 is 12. ശരിയല്ലേ? ഇനി 2 ക്യൂബിനെ എങ്ങനെ എഴുതാം? 9 minus 1 എഴുതി കൂടെ മക്കളെ, raised to 674. And 9 can be written as 3 into 3 minus 1 raised to 674. It is actually 3k. എല്ലാറ്റിലും 3 ഉണ്ടാവില്ലേ? മൈനസ് 1 raised to 674 ആണ്. ഇത് ഈവൻ ആണ്, അപ്പോൾ പ്ലസ് 1 ആണ് വരിക. അപ്പോൾ വാട്ട് ഇസ് ആൽഫ? ആൽഫ ഇസ് 1. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ആൽഫ ഇസ് 1. നൗ ഇങ്ങോട്ടേക്ക് വരാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 7k പ്ലസ് 2, 21 അല്ലേ? 7k ആവുമ്പോൾ 7k പ്ലസ് 2 ആവുക, റേസ് ടു 2022. പിന്നെ ഇവിടെ നമ്മൾ കുറച്ചും വെച്ച് ഇതാണ്. ഇത് 7k 6 ആയിരുന്നു റിമൈൻഡർ, അത് ഞാൻ എന്ത് ചെയ്തു?
minus 1 raised to 23 എന്ന് എഴുതി. വെരി ഇമ്പോർട്ടൻറ്റ്. 7k minus 1 raised to 7k plus 6 ആയിരുന്നു, അത് ഞാൻ 7k minus 1 എഴുതി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക അറിയോ? 7k എല്ലാറ്റിലും 7k ഉണ്ടാവും, ലാസ്റ്റ് ടേം എന്താ -1 ആവുക. അപ്പോൾ 7k -1, കാരണം -1 raised to 23 ആണ്, അപ്പോൾ ലാസ്റ്റ് ടേം -1 ആവുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വരുമ്പോഴോ, ഇവിടെ 2 raised to 2022 മാത്രം വരും. 2022 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2022 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ അതെ എന്ത് ചെയ്യണം? 8 raised to എന്താണ്? 8 raised to കേട്ടോ 2022 ഇപ്പോൾ നമ്മൾ ചെയ്താണ് 8 raised to 674 plus 7k minus 1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 raised to 674 എന്താ മക്കളെ? 8 raised to 674 പറയുമ്പം 9 7 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 7 plus 1 raised to 674 plus 7k minus 1. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുക ഇസ് അഗെയിൻ 7k plus 1 plus 7k. അപ്പോൾ ഇത് ആക്ച്വലി 7 കൊണ്ട് കറക്റ്റായിട്ട് സബ്ട്രാക്ട് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? +6 ആക്കണം. 6 ആ റിമൈൻഡർ അല്ലേ? എഫക്റ്റീവ്ലി എന്താണോ കിട്ടുന്നത് അത് ചെയ്യണം. അപ്പോൾ -1 ഇവിടെ -1 വീണ്ടും -1 വരികയാണെങ്കിലോ, ഇപ്പോൾ ഇവിടെ -1 വന്നിച്ചോളൂ, ഇവിടെ -1 വന്നു 673 അയച്ചോളൂ, ഇവിടെ -1 വെച്ചോളൂ, ഇവിടെ -2 വന്നിട്ടുണ്ടെങ്കിൽ -1 -2 ആയി, -2 റിമൈൻഡർ വന്നാൽ ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും. ഞാൻ അതാ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ -1 1 വെട്ടുന്നതുകൊണ്ട് കറക്റ്റായിട്ട് 7 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ? ബീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ ആൻസർ വിൽ ബി 1. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് 1. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എന്തായാലും റിമൈൻഡർ പ്രോബ്ലം സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഇനി വാല്യൂ ഓഫ് സിഗ്മ ആർ ഗോയിങ് ഫ്രം 0 to 22 CR 23 CRS. ഇത് പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ് ആണ്. പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ് സിലബസിൽ ഇല്ല, പക്ഷേ എന്നാലും കഴിഞ്ഞ തവണ 2 3 4 പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ്. അപ്പോൾ എന്തായാലും പഠിച്ചു പോയിക്കോളൂ പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ്. ഇതിലെ ട്രിക്ക് എന്താ വെച്ചാൽ 22 23 കൂടി കൂട്ടുക. അപ്പോൾ 22 23 കൂടി കൂട്ടുക എന്താ? 45. സി ഈ പവർ എഴുതാം 22, ഇതാണ് ഉത്തരം. 45C22 ആണ് ഉത്തരം. 45C22 is also equal to 45C23 because NCR equals NCN-R. ഞാൻ വെറുതെ പറഞ്ഞു തന്നല്ലോ, ഇത് ട്രിക്കാണ്. ഞാൻ പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാം? You write the expansion of 1 plus x whole raised to 22 ന്റെ എക്സ്പാൻഷൻ. ഇനി x plus 1 raised to 23 എഴുതാം. ഇത് ആക്ച്വലി 1 plus x തന്നെയല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി 1 plus x raised to 45 എക്സ്പാൻഷനാണ്. 1 plus x raised to 45 വാല്യൂ ആണ് ഇത്. ഓക്കെ, അപ്പോൾ 1 plus x whole raised to 22 എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക മക്കളെ? ഇറ്റ് ഈസ് 22C0 പ്ലസ് 22C1x പ്ലസ് 22C2x² എന്നല്ലേ വരിക? പ്ലസ് എക്സെട്ര എന്താ വരിക? 22C22x raised to 22 into ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക? 23C0 x raised to 23 plus 23C1 x raised to 22 plus etc. Last term will be 23C23 x raised to അല്ല x ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലല്ലോ, 1 അല്ലേ ഉണ്ടാവുള്ളൂ, 1 ഉണ്ടാവും. അപ്പോൾ ദാറ്റ്സ് ദ എക്സ്പാൻഷൻ. ഇനി നോക്കൂ, നമുക്ക് ഇതിൻ്റെ വാല്യൂല്ലേ കാണേണ്ടത് അല്ലേ? സിഗ്മ ആർ ഗോയിങ് ഫ്രം 0 to 22 ദ വാല്യൂ ദിസ്. ഈ 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക മക്കളെ? നോക്കൂ, 0 കൊടുക്കുമ്പോൾ 22C0 23C0 ഇതാണ് 0 കൊടുക്കുമ്പോൾ. 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 22C1 into 23C1 ഇങ്ങനെ പോകും.
എക്സെട്ര ആർ എവിടെ വരെ പോകും? 22 വരെ പോകും. 22 വരെ പോകുമ്പോൾ പ്ലസ് 22C22 ഇൻറ്റു 23C22. ഇതിൻ്റെ വാല്യൂ എന്താണ് ചോദ്യം. അപ്പം നോക്കൂ, ഈ 22C0 23C0 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം കണ്ടോ, 22C0 23C0 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം കൂടെ ആരാ വരിക? x⁻23 അല്ലേ വരിക? യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് x⁻23 ആണ്. നോക്കൂ, ഇതിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 22C1x ഉം 23C1x കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ 22C1 23C1 x ഇൻറ്റു x⁻22 എന്താ? x⁻23 അല്ലേ? അതേപോലെ എങ്ങനെ ടേംസ് ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ ഇതിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും കണ്ടോ, 22C22 x⁻22 23C23 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁻22 22C22 23C22. അപ്പോൾ 23C23 വരെ വരില്ല അല്ലേ? അപ്പോൾ 23 ഇപ്പുറത്തെ ടേം വരെ വരുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്തെ ടേം വരെ വരില്ല. സോറി, ഈ ടേം വരില്ല. ഇതിൻ്റെ ഇപ്പുറത്തെ ടേം എന്താ? 23C22x. അപ്പോൾ ഈ ടേമും ഈ ടേമും കൂടി മൾട്ടിപ്ലൈ എന്താ വരിക? 22C22 x⁻22 ഇൻറ്റു 23C22 ഇൻറ്റു x. അപ്പോൾ x⁻22 x കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁻23. അപ്പോൾ ഇഫ് യു ഇക്വേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് x⁻23 ഓൺ ബോത്ത് സൈഡ്സ്, വാട്ട് ഇസ് ദ റൈറ്റ് സൈഡ്? ഇതല്ലേ 22C0 23C0. അതല്ലേ ഇത് 23C1 23C1. അതല്ലേ ഇത് അല്ലേ? എക്സെട്ര ഇറ്റ് ഗോസ് ഓൺ ലൈക്ക്. അപ്പോൾ ഇതായിരിക്കും എന്ത്? ഇതായിരിക്കും എന്ത്? ഇതിലെ x⁻23 എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് അല്ലേ? 1 + x⁻45 x⁻23 കോഎഫിഷ്യന്റ് എന്താ? 45. 1 + x⁻n x⁻r കോഎഫിഷ്യന്റ് NCR അല്ലേ? അപ്പോൾ 1 + x⁻45 x⁻23 കോഎഫിഷ്യന്റ് എന്താ? 45C23 ആണ്. 45C2. അപ്പോൾ ഇതിന്റെ വാല്യൂ 45C23 ആണ്. അപ്പോൾ ഹിയർ ദ ആൻസർ ഇസ് 45C23. അപ്പോൾ ഇതിന്റെ വാല്യൂ 45C23 ആണ് because NCR equals NCN minus R. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഏത് ചോദ്യം വന്നാലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സിഗ്മ എന്താണ് 40C1 40CR into 50CR R going from 1 to 45. 1 to 45 വേണ്ട, 1 to ഏറ്റവും ചെറുതായിക്കോട്ടെ, 1 to 40. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടുക, എത്രയാ? 90C40 ഇതായിരിക്കും ഉത്തരം. സെറ്റ്. അപ്പോൾ അതുകൊണ്ട് വേഗം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വന്നാൽ ചെയ്യണം കേട്ടോ. റൈറ്റ്, ഇത് വേറൊരു ചോദ്യമാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ രണ്ട് ചോദ്യം ഉണ്ട് ഇതിൽ ബിൽഡപ്പ് ആയിട്ട്. ഒരു ചോദ്യം ഇതാണ്, C0² പ്ലസ് NCR CR ആണെന്ന് വിചാരിക്കാം. NCR CR ആണെന്ന് വിചാരിച്ചാൽ രണ്ട് റിസൾട്ട് ഉണ്ട്. ഒന്ന് C0² പ്ലസ് C1² പ്ലസ് C2² പ്ലസ് എക്സെട്ര പ്ലസ് CN²ൻ്റെ വാല്യൂ. ഇറ്റ് ഇസ് 2NCN. C0² പ്ലസ് C1² എക്സെട്ര CN² ഇസ് 2NCN. ഒന്ന്. രണ്ടാമത് C0² മൈനസ് C1² പ്ലസ് C2² മൈനസ് എക്സെട്ര മൈനസ് 1⁻n CN². ഇതിൻ്റെ വാല്യൂ 0 ആണ്, n ഓഡ് ആണെങ്കിൽ. ഇതിൻ്റെ വാല്യൂ NCN/2 ആണ്, n ഈവൻ ആണ്. അതിൽ പെടുന്ന ചോദ്യമാണ് ഇത്. എല്ലാത്തിനും ഒറ്റ റിസൾട്ടേ ഉള്ളൂ, 1 + x⁻². അപ്പോൾ നമ്മൾ 1 + x⁻²ൻ്റെ എക്സ്പാൻഷൻ എഴുതും. അപ്പോൾ ഇതിലിപ്പം ഇവിടെ കൂടുതൽ ആളുകളുണ്ട്, അത് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചാൽ 1 + x⁻²ൻ്റെ എക്സ്പാൻഷൻ എഴുതാം. എന്താ 1 + x⁻²ൻ്റെ എക്സ്പാൻഷൻ നോക്കാം. എന്താ? NC0 പ്ലസ് NC1x പ്ലസ് NC2x² പ്ലസ് എക്സെട്ര പ്ലസ് NCN x⁻n അല്ലേ? NCN x⁻n. അപ്പം ഞാനിവിടെ 1 + x⁻2n ഞാൻ 1 + x⁻n ആയിട്ടും x+1 ആയിട്ടും ക്ലബ് ചെയ്യാം. ആൻഡ് ഇഫ് യു സിംപ്ലിഫൈ ദിസ്, കഴിഞ്ഞ പ്രോബ്ലം ആയിരുന്നു ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക അറിയോ? യു ഗെറ്റ് NC0 പ്ലസ് NC1x
plus nc2 x square plus etc. plus ncn x to the power n into ഇതെന്താണ് nc0 x to the power n plus nc1 x to the power n minus 1 plus etc. plus ncn. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ if you take the coefficient of x raised to n on both sides, x raised to n coefficients equate ചെയ്യാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും x raised to n ന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ you get 1 plus x whole raised to 2n ലെ x raised to n ന്റെ കോഎഫിഷ്യന്റ് എന്താ അറിയോ 2ncn ആണ്. റൈറ്റ് സൈഡിലെ x raised to ന്റെ കോഎഫിഷ്യന്റ് എന്താ nc0 ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ nc0 സ്ക്വയർ വരും. nc1x ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും nc1 സ്ക്വയർ വരും പ്ലസ് nc2 സ്ക്വയർ വരും പ്ലസ് എക്സെട്ര പ്ലസ് ncn സ്ക്വയർ വരും. അപ്പോൾ nc0 സ്ക്വയർ പ്ലസ് nc1 സ്ക്വയർ എക്സെട്ര cn സ്ക്വയറിന്റെ വാല്യൂ 2ncn ആണ്. അതേപോലെ തന്നെയാണ് മറ്റേ ഫോമിലും ഈ ഫോമിലും കാണാതെ പഠിക്കണം എന്നാണ്. ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഈ ചോദ്യം. ഇതിൻ്റെ ഈ എക്സ്റ്റെൻഡ് വേർഷൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യു ഡിഫറൻഷിയേറ്റ് ദിസ്. ഇത് ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? ഇറ്റ് ഇസ് n ഇൻറ്റു 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? nc0 0 ആണ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ഇൻറ്റു nc1 പ്ലസ് nc2 ഡിഫറൻസ് ചെയ്താൽ 2 ഇൻറ്റു nc2 x അല്ലേ പ്ലസ് 3 ഇൻറ്റു nc3 x സ്ക്വയർ plus etc. plus n into ncn x to the power n minus 1. ഇതാണ് 1 plus x whole raised to n minus 1, right? അപ്പോൾ ഇവിടെ what we do here is this. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും അതായത് ഇതും അതായത് n into 1 plus x whole raised to n minus 1 ഉം x plus 1 raised to n കൂടി മൾട്ടിപ്ലൈ. അപ്പോൾ ഇത് അതന്നെ ഉണ്ടാവും. നോക്കൂ ഇത് അതന്നെ ഉണ്ടാവും. nc1 പ്ലസ് 2 ഇൻറ്റു nc2 എക്സ് പ്ലസ് 3 ഇൻറ്റു nc3 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു ncn എക്സ് ടു ദ പവർ n മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 റേഷ്യോ. ഞാൻ ഇപ്പോൾ എക്സ് പ്ലസ് 1 റേഷ്യോ ഇവിടെ എഴുതിയില്ല. ഞാൻ അത് ഒന്നുകൂടി എഴുതാണ്. nc0 എക്സ് ടു ദ പവർ n plus nc1 x to the power n minus 1 plus etc. plus ncn. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഈ ടേം കിട്ടണമെങ്കിൽ നോക്കൂ എന്ത് ചെയ്താൽ മതി? nc1നെ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ nc1 സ്ക്വയർ വരില്ലേ? നോക്കൂ ഇതിനെ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ nc1 സ്ക്വയർ വരില്ലേ? nc1 സ്ക്വയർ വരും അല്ലേ? അപ്പം ഇതിൻ്റെ ഒരു ടേം കൂടി എഴുതിയാൽ രസമുണ്ടാവും. ഒരു ടേം കൂടി എഴുതിയാൽ നന്നാവും. ഇതിൽ ഒരു ടേം കൂടി എഴുതിക്കോളും. ഇനി നെക്സ്റ്റ് ടേം എന്താ? പ്ലസ് nc2 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ncn. ഇങ്ങനെയാണ് ടേം. അപ്പം ഈ ടേം ഇഫ് യു ആർ ടേക്കിംഗ് അതായത് ഈ മഞ്ഞ സാധനമാണ് ചെയ്യണേ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഫ് യു ആർ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1 ഓൺ ബോത്ത് സൈഡ്സ്, equate the coefficient of x raised to n minus 1 on both sides. x raised to n minus 1 എടുത്തു ഭാഗത്ത് ഇക്വേറ്റ് ചെയ്ത് കിട്ടും. nc1നെ nc1 x raised to n minus 1 ചെയ്യുമ്പോൾ nc1 സ്ക്വയർ വരും പ്ലസ് നോക്കൂ ട്വൈസ് ഓഫ് nc2 എക്സും nc2 x raised to n minus 2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ x raised to n minus 2 ക്വസ്റ്റൻ വരും. എന്താ പറയുക? 2 ഇൻറ്റു nc2 സ്ക്വയർ കേട്ടോ. 2 ഇൻറ്റു nc2 സ്ക്വയർ. അടുത്ത എന്തായിരിക്കും? 3 ഇൻറ്റു nc3 ക്യൂബ്. 2 ഇൻറ്റു nc3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു ncn സ്ക്വയർ. ശരിയല്ലേ? n into ncn square. Is that clear? You are equating the coefficient of x raised to n minus 1 on both sides. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും മക്കളെ? ഇതിൽ x raised to n minus 1 ക്വസ്റ്റൻ അല്ലേ? ഇതിൽ x raised to n minus 1 ക്വസ്റ്റൻ എന്താ? കേട്ടോ 1 plus x raised to n minus 1. അപ്പോൾ 1 plus x whole raised to ഇതിൽ എക്സ്പാൻഷൻ എന്താ? n into 1 plus x whole raised to 2n minus 1 ആണത്.
n minus 1 n. അപ്പോൾ 2n minus 1 അല്ലേ? അപ്പോൾ ഇതിൽ x raised to n minus 1 ക്വസ്റ്റൻ എന്താ? n into 2n minus 1 c n minus 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ അതാണ്. ദിസ് ഇസ് എ വാല്യൂ. ദിസ് ഇസ് എ വാല്യൂ ഓഫ് ദിസ്. അപ്പം ഞാൻ ആ റിസൾട്ട് അങ്ങനത്തെ എഴുതി. n into 2n minus 1 c n minus 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ്? n into 2n minus 1 c n minus 1. അതാണ് അതിൻ്റെ വാല്യൂ. വേർ n is കണ്ടോ, n into 2n minus 1 c n minus 1 വേർ n is 30. ഇവിടെ n ന് പകരം 30 കൊടുക്കും. അപ്പോൾ n ന് പകരം 30 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 30 into എന്താ പറയുക, 3 to 30, 3 to 60, 59 അല്ലേ? 59 c എന്താ പറയുക, 30 minus 1 29. 30 into 59 c 29 ആണ് ഉത്തരം. ഉണ്ടോ? ഇവിടെ എന്താ പറഞ്ഞാൽ ആൽഫ ഇൻറ്റു 60 ഫാക്ടോറിയൽ ബൈ 30 ഫാക്ടോറിയൽ ഇൻറ്റു 30 ഫാക്ടോറിയൽ സ്ക്വയർ ആണെങ്കിൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് ആൽഫ? നല്ല ചോദ്യമല്ലേ ഇത്? അപ്പോൾ ഇത് ആ രീതിയിൽ എഴുതണം. ഇറ്റ് ഇസ് 30 ഇൻറ്റു 59 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 29, 59, 30 ഫാക്ടോറിയൽ ഇൻറ്റു 29 ഫാക്ടോറിയൽ. അവിടെ താഴെ 30 ഫാക്ടോറിയൽ ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 30 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും 30 മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 30 മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 30 മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 30 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ താഴെ എന്തായി? 30 ഫാക്ടോറിയൽ സ്ക്വയർ ആയി അല്ലേ? 29 ഫാക്ടോറിയൽ ഇൻറ്റു 30 എന്താ മക്കളെ? 30 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ താഴെ 30 ഫാക്ടോറിയൽ സ്ക്വയർ ആയി. 59ൻ്റെ കൂടെ ഒരു 60 ഉണ്ടായാൽ എന്തായി? 60 ഫാക്ടോറിയൽ ആയി. ഓ 60 ഫാക്ടോറിയൽ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഇവിടെ ഒരു 2 ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താവും? 60 ആവും. അപ്പോൾ ഇതെന്താവും? 15 ആവും. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ? ആൽഫ വിൽ ബി 15. ഇത് അത്ര പ്രയാസമുള്ള ചോദ്യമല്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് യു മസ്റ്റ് നോ ദറ്റ് റിസൾട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എത്ര റിസൾട്ട് പറഞ്ഞു? ഇതൊരു റിസൾട്ടാണ്, ഇതൊരു റിസൾട്ടാണ്, റിസൾട്ട്. അപ്പോൾ 1, 2, 3. പിന്നെ ഈ റിസൾട്ട് കിട്ടുന്ന ഇതെന്നാണ് കേട്ടോ, ഇതെന്നാണ്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു n ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു n minus 1 ഇക്വേറ്റ് ചെയ്യാം. എക്സ് റൈസ് ടു n minus 1 ഇക്വേറ്റ് ചെയ്താൽ വേറെ റിസൾട്ട് കിട്ടും. എന്താ അറിയോ? എന്താ കിട്ടുക? ഇവിടെ എക്സ് റൈസ് ടു n minus 1 2n c n minus 1 വരും. അപ്പോൾ c നോട്ട് എൻ സി നോട്ട് എൻ സി 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടും? c നോട്ട് c1 പ്ലസ് c1 c2 പ്ലസ് എക്സെട്ര പ്ലസ് cn minus 1 cn. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും അറിയാം? 2n c n minus 1 ആയിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ്. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ദെയർ ഇൻ ദ സിലബസ്, ബട്ട് സ്റ്റിൽ യു മസ്റ്റ് ഗോ ത്രൂ ഇറ്റ് കേട്ടോ. പിന്നെ 20 CR is the coefficient of x raised to r in the expansion of 1 plus x whole raised to 20. Then the value of sigma r going from 0 to 20 r squared 20 CR equals. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, 1 plus x whole raised to n എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം. എൻ സി ആർ ആണ് സി ആർ എങ്കിൽ ഇറ്റ് ഇസ് എൻ സി 0 പ്ലസ് എൻ സി 1 എക്സ് പ്ലസ് എൻ സി 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ എക്സ് ടു ദ പവർ n ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിപ്പം ഓൾട്ടർനേറ്റ് പ്ലസ് 1 മൈനസ് എക്സ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് വരും. ഇവിടെ എക്സിന് പകരം 1 കൊടുത്താൽ എന്താ കിട്ടുക അറിയാം? സി നോട്ട് പ്ലസ് എൻ സി നോട്ട് എൻ സി ആർ വെറും സി ആർ ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ സി നോട്ട് പ്ലസ് സി 1 പ്ലസ് സി 2 പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 പവർ n ആണ്. ആ റിസൾട്ട് ഒന്ന് ഓർത്താൽ നല്ലതാണ്. ഓക്കെ, സി നോട്ട് പ്ലസ് സി 1. അപ്പോൾ അതേപോലെ 1 മൈനസ് എക്സ് ഹോൾ റേസ്ഡ് ടു എക്സ്പാൻഷൻ എക്സിന് പകരം 1 കൊടുത്താൽ 1 മൈനസ് എക്സ് ഹോൾ റേസ്ഡ് ടു ആണെങ്കിൽ സി നോട്ട് മൈനസ് 1 പ്ലസ് സി 2 എക്സെട്രയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 20 CR is the coefficient of x raised to r in the expansion of 1 plus x whole. അത് നിങ്ങൾക്ക് അറിയാലോ, 1 plus x raised to 20 x raised to r ന്റെ ക്വസ്റ്റ്യൻ 20 CR ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് എന്നാ ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം എന്താ അതിൻ്റെ വാല്യൂ വരിക? ആർ സ്ക്വയർ നോക്കൂ, ആർ സ്ക്വയർ 20 CR ആണ്. ആർ സ്ക്വയർ 20 CR ആണ്. നമുക്ക് 20 CR ഇങ്ങനെ എഴുതാം, 20 by r into 19 CR minus 1 എഴുതാം. അത് നിങ്ങൾക്ക് അറിയുന്നു കേട്ടോ.
അപ്പോൾ 20C5 ഇതിനെങ്ങനെ എഴുതാം? 20/5 into 19C4 എന്ന് എഴുതാം. അങ്ങനെ ഒന്ന് കുറയ്ക്കുക അങ്ങനെ എഴുതാമെന്നാണ്. NCR can be written as N/R into N-1 C R-1 ഇങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ അവിടെ ഈ ആറും വെട്ടിപ്പോകും അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് 20 into നമുക്ക് ഈ ആറിനെ എങ്ങനെ എഴുതിക്കൂടെ? R-1 + 1 എഴുതാം into 19C R-1. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 20 into R-1 into 19C R-1 plus 20 into 19C R-1. റൈറ്റ്? ഇത് വീണ്ടും എഴുതാം. ഇതെങ്ങനെ എഴുതാം? 20 into R-1 into what is 19C R-1? 19/R-1 into 18C R-2 plus 20 into 19C R-1. ഈ R-1ഉം R-നും വെട്ടിപ്പോകും. അപ്പോൾ 20 into 19 18C R-2 plus 20 into 19C R-1. അത്രയും. ആ സാധനത്തിനെ അങ്ങനെ ക്ലബ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി കൊണ്ടുവരാം. ചോദ്യം സിഗ്മയാണ്. R going from 0 to 20. അപ്പോൾ സിഗ്മ വരുമ്പോൾ ഇവിടെ സിഗ്മ കൊടുക്കാം. സിഗ്മ R going from 1 to 20. ഇവിടെ സിഗ്മ R going from 1 to 20. ഓക്കെ. അപ്പോൾ ദിസ് ഇസ് 20 into 19 into ഇവിടെ സിഗ്മ കൊടുത്താൽ എന്താ കിട്ടുക മക്കളെ? R 1 കൊടുക്കുമ്പോൾ മൈനസ് വരില്ല, പവർ വരില്ല. അപ്പോൾ 2 തൊട്ടേ തുടങ്ങുള്ളൂ. 2 തൊട്ട് 18 വരെ പോകുള്ളൂ അത് അല്ലേ? അപ്പോൾ 2 to 18 വരെ പോയാൽ എന്താ? 18C0 plus 18C1 plus 18C2 etc. 18C18. What is NC0 plus NC1 etc. NCN 2 raised to n. അപ്പോൾ what is 18C0 plus 18C1 plus കാരണം R 1 ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരില്ല. എവിടെ നിന്ന് തുടങ്ങുള്ളൂ? R 2 തുടങ്ങുള്ളൂ. R എതുവരെ പോകുള്ളൂ? 18 എന്താ പറയുക 20 വരെ പോകും. 18 വരെ പോകും. But it will be 2 raised to 18 plus 20 into ഇതെന്തായിരിക്കും? R take values from 19 2 raised to 19. ഇത് സിംപ്ലിഫൈ ദ ആൻസർ ആയി. അതുണ്ടോ ആൻസർ? ഓ ഉണ്ടല്ലോ. 2 raised to 18 കണ്ടോ? ഇവിടെ 2 raised to 19 ഇല്ലേ? ഇത് 2 പുറത്തത്തെ 2 raised to 19 ആയില്ലേ? അപ്പോൾ 2 raised to 19 can be taken outside അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 20 ഉണ്ടാവും. ഇവിടെ ഒരു 2 എടുത്താൽ 190 ഉണ്ടാവും. അപ്പോൾ 190 plus 20 എത്ര? 210 ഉണ്ടോ? 190 210 into 2 raised to 19. ഇവിടെ 20 ഉണ്ട്. 19 20. അപ്പോൾ ഇവിടെ 2 raised to 19. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 ആവും. 190 ആവും. 119 20 210 ആയി. അപ്പോൾ ആൻസർ ഇസ് 210 into 2 raised to 19. ഇതാണ് ആൻസർ. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ അത് അതിലുണ്ടോ? ഇല്ലല്ലോ. 210 into 2 raised to 19 ഇല്ല. ഉണ്ട് കേട്ടോ. 2 raised to 18 ഇല്ലേ? ഇതൊരു 2 ഇടയ്ക്ക് എടുക്കുക. അപ്പോൾ 2 raised to 18 into 420. അപ്പോൾ ദിസ് ഇസ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇതിൽ കൺസെപ്റ്റ് എത്രയേ ഉള്ളൂ? NC0 plus NC1 etc. NCൻ്റെ വാല്യൂ 0 ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പഠിക്കണം. NC0 minus NC1 plus NC2 etc. NCൻ്റെ വാല്യൂ എന്താ? 0 ആണ്. അതേപോലെ NC0 plus NC3 plus NC5 plus NC7 plus etc. the value will be 2 raised to n-1. അതേപോലെ NC1 plus NC0 plus NC2 plus NC0 plus NC2 plus NC4 plus etc. is 2 raised to n-1. അതേപോലെ NC1 plus NC3 plus NC5 plus etc. വാല്യൂ 2 raised to n-1 ആണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത് കേട്ടോ. 0 ആവുന്ന സ്ഥലം, 2 raised to n ആവുന്ന സമയം, 2 raised to n-1 ആവുന്ന സമയം. ഓക്കെ. ഇത് ഏത് പോളിനോമിയലാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നോക്കൂ, ഇത് റേസ് ടു അതേ സാധനം സംതിങ് a plus b raised to n a minus b raised to n ആണ്. അപ്പോൾ a plus b raised to n a minus b raised to n ആണെങ്കിൽ ചെയ്യേണ്ടത് ഇത് എക്സ്പാൻഡ് ചെയ്താൽ 6 ടേം ഉണ്ടാവുക. 1 2 3 4 5 6 ടേം ഉണ്ടാവും. ഇത് എക്സ്പാൻഡ് ചെയ്താലും 6 ടേം ഉണ്ടാവാം. 1 2 3 4 5 6 ടേം ഉണ്ടാവാം. ഇവിടെ ഞാൻ പ്ലസ് ആ ചെയ്യുന്നത്. ഇത് 1 1 അല്ല, ടേംസാണ് ഞാൻ എഴുതിയത്.
ഇതിൽ എല്ലാ ടേമും പ്ലസ് ആണ്, ഇതിൽ അതേ ടൈപ്പ് ടേംസ് ആയിരിക്കും, പക്ഷേ ഓൾട്ടർനേറ്റ് ടേംസ് വിൽ ബി മൈനസ്. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദിസ് ടേം ആൻഡ് ദിസ് ടേം വിൽ ഗെറ്റ് ക്യാൻസൽ. ഈ ടേമും ക്യാൻസൽ ആവും, ഈ ടേമും ക്യാൻസൽ ആവും. അപ്പോൾ എന്താ കിട്ടുക വെച്ചാൽ എത്ര ടേം ഉണ്ടാവും? 1, 2, 3, അവിടെ അതെ 3. അപ്പോൾ 3 അത് 2 ഐഡന്റിക്കൽ ആയതുകൊണ്ട് 3, 3, 6 ടേമിൽ ഉണ്ടാവുക, 3 ടേമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടേം ഉണ്ടാവുക? 3 ടേമേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര 3 ടേം കിട്ടിയാൽ 5 + 1/2 ടേംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ചോദിക്കാറുണ്ട് a + b raised to 2023 plus a - b raised to 2023 എക്സ്പാൻഡ് ചെയ്ത് എത്ര ടേം ഉണ്ടാവും? 2023 + 1/2 ടേംസ് ഉണ്ടാവുക. 1012 ടേം ഉണ്ടാവുക. ഓക്കെ, അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ 5ക്ക് പകരം 6 ആണെങ്കിൽ എന്താ എത്ര ടേം ഉണ്ടാവും നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ടാവും നോക്കൂ. ഇത് രണ്ടും ഒന്നാണ്, 3 ടേം ഉണ്ടാവുള്ളൂ. ബട്ട് ട്വൈസ് ഓഫ് ഫസ്റ്റ് ടേം ഉണ്ടാവും. ഇത് രണ്ടും ഈക്വൽ ആണ്, സെയിം ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം ഉണ്ടാവും. ഫസ്റ്റ് ടേം എന്താ? x⁵5. സംശയമില്ലല്ലോ. പ്ലസ് സെക്കൻഡ് ടേം വെട്ടിപ്പോയിണ്ടാവും. തേർഡ് ടേം ഉണ്ടാവും. ഇതിൽ തേർഡ് ടേം നോക്കിയാലും മതി. എന്തായിരിക്കും? 5c2. തേർഡ് ടേം ആണ് 5c2 into x⁵5 - 2 into x³ - 1 whole raised to half 2. അപ്പോൾ ഹാഫ് വെട്ടിപ്പോവും. പ്ലസ് ഇത് തേർഡ് ടേം ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എഴുതി, തേർഡ് ടേം എഴുതി. ഫോർത്ത് ടേം ഉണ്ടാവില്ല, ഫിഫ്ത്ത് ടേം ഉണ്ടാവും. എന്താ ഫിഫ്ത്ത് ടേം? 5c4 x⁵1 into x³ - 1 raised to half square. അപ്പം raised to half raised to 4. അപ്പോൾ സ്ക്വയർ കഴിഞ്ഞു. അത്രയും ടേംസ് ഉണ്ടാവാം. അപ്പോൾ കണ്ടോ, ഇതിൽ ഇറാഷണൽ ടേം ഉണ്ടാവില്ല, ഒക്കെ റാഷണൽ പവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും, ഇൻറ്റഗ്രൽ പവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഐഡിയ. അപ്പോൾ ഇതിൽ എത്ര ഡിഗ്രി ഉണ്ടാവും നോക്കൂ. ഇത് 5 ആണ്, ഇത് 3, 3, 6 ആണ്. ഇവിടെ 6 ഉണ്ടാവും, 7 ഉണ്ടാവും. അപ്പോൾ 7 ആണ്. വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? ഇറ്റ് ഇസ് ദ ഹയസ്റ്റ് പവർ. അപ്പോൾ 7 ആണ് ആൻസർ. 7 ആണ് ആൻസർ. അപ്പം റേസ് ടു 5 ആകുമ്പോൾ, ഈവൻ ആകുമ്പോൾ എത്ര ടേംസ് ഉണ്ടാവും അതൊക്കെ ആലോചിക്കാം. പിന്നെ സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് പോസിറ്റീവ് ഈവൻ പവേഴ്സ് ഓഫ് എക്സ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് positive even powers of x. Sum of the coefficients of all the positive even powers of x in the expansion of this is 5 raised to 10 minus beta 3 raised to 9, then beta equals even powers of x. ഒരു കാര്യം ചെയ്യാം, ആദ്യം അതൊന്ന് വൃത്തിയിൽ എഴുതാം. 2x³ minus plus 3/x. 2x³ plus 3/x raised to 10 ആണ്. ഇതിലെ ജനറൽ ടേം എഴുതാം. എന്താ ജനറൽ ടേം? NCR a raised to n minus r b raised to r. അപ്പോൾ ജനറൽ ടേം is 10CR a raised to n minus r 2x³ raised to 10 minus r into 3/x whole raised to r. അല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്താൽ 10CR വൃത്തിയിൽ എഴുതിയാൽ 10CR 2 raised to 10 minus r into 3 raised to r 3 raised to 10 minus 4r. അല്ലേ? 10 minus 4r. Sum of coefficients of all positive even powers of x in the expansion. അവിടെ x അവിടെ ഏതാത്ത? x ആണ് അവിടെ ഏതുണ്ട് അല്ലേ? അല്ലേ? ശരിയല്ലേ? അതെ. സം ഓഫ് ഓൾ ഈവൻ പോസിറ്റീവ് ഈവൻ പവേഴ്സ് ഓഫ് എക്സ്. ഈവൻ പവർ വരണമെങ്കിൽ നോക്കൂ, ആർ ഏതൊക്കെയാണ് വാല്യൂ എടുക്കുന്നത്? ഇവിടെ ആർ ടേക്സ് വാല്യൂസ്. നോക്കൂ, ആർ വിൽ ടേക്ക് വാല്യൂസ് ഫ്രം 0 to 10. ആറ് 0 ആകുമ്പം കണ്ടോ, 0 ആകുമ്പോൾ x⁻10 ആണ് വരിക. ആറ് 1 ആകുമ്പം എന്താ വരിക? 10 minus 4 6 ആണ് വരിക. കുഴപ്പമില്ല, 1 ആകുമ്പം. ആറ് 2 ആകുമ്പം 8 ആവും, ശരിയാണ്. ആറ് 3 ആകുമ്പം പറ്റില്ല, കണ്ടോ, 3 ആകുമ്പോൾ നെഗറ്റീവ് ആവില്ലേ? പോസിറ്റീവ് ഈവൻ പവേഴ്സ് ഓഫ് എക്സ്. എക്സിന് ഈവൻ പവറേ ഉള്ളൂ അല്ലേ? പോസിറ്റീവ് ഈവൻ പവേഴ്സ് ഓഫ് എക്സ്. മറ്റേ നെഗറ്റീവ് ആവും, കാരണം 6 3 കഴിഞ്ഞാൽ 12 ആവും. 3 തന്നെ എടുക്കില്ല അല്ലേ? 6 0 ആകുമ്പോഴും 0 ആകുമ്പോൾ 10 വരും. 6 1 ആകുമ്പം എക്സിന്റെ പവർ 6 ആവും. 6 2 ആകുമ്പം എക്സിന്റെ പവർ 2 ആവും. 6 3 ആകുമ്പോൾ എക്സിന്റെ പവർ -2 ആവും, എടുക്കാൻ പാടില്ല. അപ്പോൾ 6 0 ആകുമ്പോഴും 1 ആകുമ്പോഴും 2 ആകുമ്പോഴുള്ള കോഎഫിഷ്യൻസ് മാത്രം എടുക്കാം, അതിന്റെ സം എടുക്കാം. അപ്പോൾ വാട്ട് ഇസ് ദ റിക്വയർഡ് സം? Therefore sum of all even powers of x is r equals 0 ആകുമ്പോൾ 10c0 2 raised to 10 3 raised to 0 into x raised to
കോഎഫിഷ്യൻസ് മാത്രം എടുത്തുള്ളൂ കേട്ടോ, കോഎഫിഷ്യൻസ് മാത്രം എടുത്താൽ മതി. പ്ലസ് ദിസ് ഇസ് വെൻ ആർ ഈക്വൽസ് 0. ആർ ഈക്വൽസ് 0 എക്സ് റേസ് ടു 10 വരും. ഇനി ആർ 1 ആകുമ്പോൾ എന്താ വരിക? 10C1 ഇൻറ്റു 2 റേസ് ടു 9 ഇൻറ്റു 3 റേസ് ടു 1 അല്ലേ? പ്ലസ് ആർ 2 ആകുമ്പോൾ എന്താ വരിക മക്കളെ? 10C2 ഇൻറ്റു 2 റേസ് ടു 8 ഇൻറ്റു 3 സ്ക്വയർ. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് 5 റേസ് ടു 10 പറഞ്ഞിട്ടുണ്ട് അല്ലേ? 5 റേസ് ടു 10. സം ഓഫ് ഓൾ പവേഴ്സ് ഒന്ന് ഇട്ടിട്ട് സം ഓഫ് ഓൾ പോസിറ്റീവ് ഈവൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് ദാറ്റ്. Sum of the coefficients of all positive even powers of x in the binomial expansion of that. Sum of all positive even powers of x. 10CR 2x cubed raised to 10 minus r into 3 by x whole raised to r. For simplifying, 10CR 2 raised to 10 minus r 3 raised to r x raised to 30. Oh, sorry, 30. X raised to 30 ആണ്. X raised to 30 minus 4r ആണ്. X raised to 30 minus 4r ആണ് അല്ലേ? ശരിയല്ലേ മക്കളെ? അതെ, X raised to 30 minus 4r. 30 minus 3r minus r 4r. ഓക്കെ, അപ്പോൾ ഇവിടെ r 2 അല്ല, കുറേ വാല്യൂസ് എടുക്കും. r 2 ആവാം, പിന്നെ 3 ആകുമ്പം പറ്റും, 3 ആകുമ്പം 4 3 is 12 പറ്റും, 4 ആകുമ്പോൾ 16, 5 ആകുമ്പം പറ്റും, 6 ആകുമ്പം പറ്റും, 7 ആകുമ്പോൾ പറ്റും, 8 പറ്റില്ല, 8 തൊട്ടിട്ട് പറ്റില്ല. അപ്പം 1 2 3 7 വരെ പറ്റും. അപ്പം അങ്ങനെ കുറേ ടേം ഉണ്ടാവും. അപ്പൊ കുറേ ടേം ഉണ്ടെങ്കിൽ എന്താ നല്ലത്? കുറേ ടേം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നിന്ന് എന്ത് പ്രാക്ടീസ് ചെയ്താൽ മതി? സം ഓഫ് ഓൾ ദ ടേംസ് എങ്ങനെ കാണാം? സം ഓഫ് ഓൾ ദ കോഎഫിഷ്യൻസ്, സം ഓഫ് ഓൾ ദ കോഎഫിഷ്യൻസ് ഒബ്റ്റെയിൻഡ് ബൈ സം ഓഫ് ഓൾ ദ കോഎഫിഷ്യൻസ് is obtained by putting x equals 1 ആണ്. അപ്പോൾ ഇവിടെ സം ഓഫ് ഓൾ ദ കോഎഫിഷ്യൻസ് എന്തായിരിക്കും? 2 + 3 5 raised to 10 ആണ് സം ഓഫ് ഓൾ ദ കോഎഫിഷ്യൻസ്. അപ്പോൾ ഇത് കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി എണ്ണ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, കുറേ ഉണ്ടാവും. അപ്പം നല്ലത് എന്താ? മൊത്തത്തിൽ നിന്ന് ഇതല്ലാത്ത സാധനം കുറയ്ക്കുക. അപ്പോൾ മൊത്തം എത്രയുണ്ടാവും? ഇസ് ഈക്വൽ ടു മൊത്തം എത്രയുണ്ടാവും? 5 raised to 10. 5 raised to 10 നിന്ന് ഇതല്ലാത്തത്, അതായത് 0 1 2 3 4 5 6 7 ആകുമ്പോൾ കൂട്ടുന്നതിന് പകരം ടോട്ടലിൽ നിന്ന് കുറയ്ക്കുക. ഇതല്ലാത്ത ആറ് ഏത് വരെ എടുക്കും? 10 വരെ എടുക്കും. അപ്പോൾ 8 ഉള്ളത് എടുക്കുക, 9 ഉള്ളത് എടുക്കുക, 10 ഉള്ളത് എടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ 8 ഉള്ളത് എടുക്കുക. 8 എടുക്കുമ്പോൾ എന്താ പറയുക? 10C8 2 raised to 2 3 raised to 8 പ്ലസ് 9 ഉള്ളത് എടുക്കാം. 10C9 2 raised to 1 3 raised to 9 പ്ലസ് 10 ഉള്ളത് എടുക്കാം. 10C10 into 2 raised to 0 into 3 raised to 10. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. 5 raised to 10 ഓൾറെഡി ഉണ്ട് കേട്ടോ. 5 raised to 10 മൈനസ് ബീറ്റ 3 raised to 10. അപ്പോൾ ഇത് 3 raised to 9 പുറത്തെടുത്താൽ മതി. ഇറ്റ് ഇസ് 5 raised to 10 മൈനസ് ഇതിന്ന് 3 raised to 9 പുറത്തേക്ക് എടുക്കാം കണ്ടോ. ഇവിടെ 3 raised to 8 ഉണ്ട്. ഇത് 10C2 ആണ്. 10C8 പറഞ്ഞാൽ 10C2 ആണ്. ഇത് 10 ആണ്, ഇത് 1 ആണ്. അപ്പോൾ ഇത് 10 ആണ്, ഇത് 1 ആണ്, ഇത് 45 ആണ്. അപ്പോൾ ഇവിടെ 3 raised to 10 ഉണ്ട്, ഇവിടെ 3 raised to 10 ഉണ്ട്, ഇവിടെ 3 raised to 10 ഉണ്ട്. അപ്പോൾ 3 raised to 10 ഔട്ട് സൈഡ്. അപ്പോൾ 3 raised to 10 പുറത്തെടുത്താൽ ഇവിടെ 2 സ്ക്വയർ ഉണ്ടാവും, 4 ഉണ്ടാവും, 4 into 9 36 ഉണ്ടാവും, പ്ലസ് ഇവിടെ 20 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും അല്ലേ, 3 ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബീറ്റയുടെ വാല്യൂ. റൈറ്റ്, അടിപൊളി ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം 36 20 56 3 59. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്താ? 59. നല്ല ചോദ്യമാണ്. ഇറ്റ്സ് വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി മനസ്സിലായി. സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഒബ്റ്റെയിൻഡ് ബൈ പുട്ടിംഗ് ദ വേരിയബിൾസ് ഈക്വൽസ് 1. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എക്സിന് പകരം 1 കൊടുക്കാം. ഓക്കെ, റൈറ്റ്. 79. If the coefficients of x and x square are 4 and -5 respectively, then what is the value of 2p plus 3q? അപ്പോൾ 1 plus x whole raised to p യുടെ എക്സ്പാൻഷൻ നോക്കാം. 1 plus x whole raised to p into 1 minus x whole raised to q ആണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ 1 plus px plus p into 1p minus 1 divided by 2 into x square. അടുത്ത ടേം എഴുതിയാൽ മതി, കാരണം
എക്സും എക്സ് സ്ക്വയറിൻ്റെ ടേമിലേ ഉള്ളൂ. ഇൻറ്റു 1 മൈനസ് ക്യൂ എക്സ് എക്സ്പാൻഡ് ചെയ്താൽ 1 മൈനസ് ക്യൂ എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സ് സ്ക്വയർ. അത്ര മതി. ആൻഡ് യു കമ്പയർ ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 4, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് -5. അപ്പോൾ വാട്ട് ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്? 4 ആണ്. എക്സ് എന്തൊക്കെ മൾട്ടിപ്ലൈയിലാണ് എക്സ് കിട്ടുക? 1 ഇൻറ്റു മൈനസ് ക്യൂ, അപ്പോൾ മൈനസ് ക്യൂ, പിന്നെ പ്ലസ് പി. അപ്പോൾ മൈനസ് പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ 4 ആണ്. ഇനി എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് -5. എക്സ് സ്ക്വയർ ഏതൊക്കെ വരിക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും. ഇറ്റ് ഇസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് 1 ബൈ 2 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും മൈനസ് പി ക്യൂ അല്ലേ? മൈനസ് പി ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ക്വസ്റ്റൻ. വാട്ട് ഇസ് എക്സ് സ്ക്വയർ ക്വസ്റ്റൻ? -5. അപ്പോൾ ഈ രണ്ട് ഇക്വേഷന് പിയും ക്യൂവും സോൾവ് ചെയ്യുക. പിയും ക്യൂവും കണ്ടിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക മക്കളെ? ഇറ്റ് ഇസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2 പി ക്യൂ മൈനസ് പി മൈനസ് ക്യൂവിൻ്റെ വാല്യൂ ആണ് -10 കിട്ടും അല്ലേ? ഇത് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ആണ്. ദിസ് ഇസ് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ മൈനസ് പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ -10 ആണ്. അപ്പോൾ പി മൈനസ് ക്യൂ 14 ആണ്, 16 ആവും. അപ്പോൾ 16 മൈനസ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 10 -10 വരും. അപ്പോൾ യു ഗെറ്റ് പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ എന്താ കിട്ടുക? പി പ്ലസ് ക്യൂ ഈക്വൽസ് 26 കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ 2p ഈക്വൽസ്, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയില്ലേ? അപ്പോൾ യു ഗെറ്റ് പി പ്ലസ് ക്യൂ ഈക്വൽസ് 26, പി മൈനസ് ക്യൂ ഈക്വൽസ് 4, അപ്പോൾ 2p ഈക്വൽസ് 30, അപ്പോൾ p ഈക്വൽസ് 15. p ഈക്വൽസ് 15 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 15 ആകുമ്പോൾ 11 അല്ലേ? 26. ശരിയാണ് അത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2p പ്ലസ് 3q അല്ലേ ചോദിച്ചാൽ? അപ്പോൾ 2 ഇൻറ്റു പി പ്ലസ് 3q, 3 ഇൻറ്റു 11, അപ്പോൾ 33, 30. ആൻസർ 62 ആണോ? 62 ആണോ? 63. ഓ 33 ആണ്. 63 ഈസ് ആൻസർ. 30 പ്ലസ് 33, 63 ആണ് ആൻസർ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ഇത് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് കാണാൻ എളുപ്പമാണ്. എന്താ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്? എക്സിന്റെ പവർ 0 ആവണം. അതാണ് ടേം കണ്ടെയ്നിങ് നോ എക്സ് ഓർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഈസ് 0. അപ്പോൾ ഇതിന്റെ ജനറൽ ടേം എഴുതാം. എന്താണ്? -1 റേസ് ടു ആർ 11 CR 5/2 x cube raised to r into 1/5 x square raised to r. അപ്പോൾ അത് വൃത്തിയിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവുക? -1 raised to r 11 CR 5/2 raised to 11 minus r 5/2 raised to 11 minus r into 1/5 raised to r into x raised to 33 minus 3r 5r. ഇങ്ങനെയാണ് വരും 33 മൈനസ്. ഇതാണ് ജനറൽ ടേം. അപ്പോൾ ഇതിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ, വാട്ട് യു മീൻ ബൈ ജനറൽ ടേം? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് 0. അപ്പോൾ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിൽ ഉണ്ടാവില്ല. കാരണം എന്താ? 33 മൈനസ് 5r ഒരിക്കലും 0 ആവില്ല. കാരണം 0 ആയാൽ 5r 33 ആവണം. 5r 33 ആയാൽ 6 ഫ്രാക്ഷൻ ആവും. 6 ഫ്രാക്ഷൻ ആവാൻ പാടില്ല. r is always a non-negative integer value അല്ലേ? അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. which cannot be more than 11 also. r will take only values from 0, 1, 2, 3 etc. up to 11. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 ഉണ്ടാവില്ല. ഇനി എക്സ് സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? ഇഫ് യു മൾട്ടിപ്ലൈ ദിസ് വിത്ത് മൈനസ് എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ 3 റേസ് 35 വരും. എക്സ് റേസ് 35 വരും. -5r അത് ഉണ്ടാവും കേട്ടോ. ഇഫ് യു മൾട്ടിപ്ലൈ ബൈ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടാവും. ഇനി എക്സ് ക്യൂബോട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ 36 ആവും. അപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് ടേം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? അപ്പം ഇത് 0 ആവുന്ന വാല്യൂ ഉണ്ടാവും. ഇത് 0 ആവുന്ന വാല്യൂ എന്താ? 7 ആവും. 7 ആവുമ്പോൾ അല്ലേ? 5r 35, 7 ആവുമ്പോൾ ദർ വിൽ ബി ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. അപ്പോൾ വാട്ട് ഇസ് യുവർ ആൻസർ? ഇഫ് യു മൾട്ടിപ്ലൈ ദിസ് വിത്ത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ, അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -1 raised to r 11 CR 5/2 raised to 11 minus r into 1/5 raised to r into x raised to 35 minus 5r അറിയാം. 35 minus 5r അറിയാം. നെഗറ്റീവ് വേറെ ഉണ്ടാവും. -x square അല്ലേ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ r പകരം 7 കൊടുക്കുക. അപ്പോൾ എന്ന് കിട്ടും -1 raised to 7 11 C7 5/2 raised to
11 minus 7 into 1 by 5 raised to 7. That's all. Let's simplify. 11C7 is 11C4. It is 11 into 10 into 9 into 3 by 9 into 8 by 24 into 5 raised to by 2 raised to 4 into 5 cube. Like, 16 by 8 to 16. 8 to 16. 3 3 is 9, 8 3 is 24. 2 will go here 5 times. 5 with a 5 square. That's only multiply. 33 by something. No, 33 by 200. This is answer. Check here. 33 by 200 is answer. Okay. Sum of all the terms which are rational numbers in the expansion of this is Nachodya. But sum of all the expansion. Look, this is a general term in the 12CR 2 raised to 1 by 3 whole raised to 12 minus R into 3 raised to 1 by 4 raised to R. But this is rational terms. The power whole numbers. Power is fraction. But if we simplify that, 12CR 3 raised to 4 minus R by 3, 2 raised to, into 3 raised to R by 4. But if you want to get rational terms, the power of R should be both multiple of 3 as well as multiple of 4. R 4 ni multiple avanam, R 3 ni multiple avanam. R 3 ni 4 ni multiple avanam, 12 ni multiple avanam. Now, R is value 0, maximum 12 variable. R 0 and 12 value. There will be only 2 terms which are rational terms. Baki okay. Like 13 term, 2 term rational terms. First term, last term. Baki 13 term, 2 term, baki 11 term irrational terms. Okay. Now 0, what is the term? First term. The 2 raised to 3, 1 by 3 raised to 12. That is 2 raised to 4. Then 12 term, 3 raised to 1 by 4 raised to 12. That is 3 raised to 3. It will be 27 plus 16. What is the answer? 27 plus 16 is 43. 43 is the answer. Sum of the terms. Number of rational terms, sum of rational terms, number of irrational terms, and a sum of irrational terms. Okay. Any ratio of fifth term from the beginning to the fifth term from the end in the expansion. What is the third term from the beginning? 2023 choice. Ratio of fifth term from the beginning on a T5 divided by fifth term from the end. Fifth term from the end is fifth term from the end on a mottan term n plus 5, n plus 1. I'll 5 subtract here, 1 goota. That's fifth term from the end. It is Tn minus 3. Tn minus 3. This is the value T5. This is general term. General term NCR 2 raised to 1 by 4 raised to n minus R into 1 by 3 raised to 1 by 4 raised to R. When I simplify that, NCR 2 raised to n minus R by 4 into 3 raised to minus R by 4. This is general term. This is TR plus 1. This is TR plus 1. Okay. Now, here R T5 R 4. Now, NC4 2 raised to n R 4. N minus 4 by 4 into 3 raised to minus 1 divided by. N R n minus 5 4 n minus 4. NC n minus 4. You are substituting R n minus 4. But 2 raised to n minus 4 divided by 4 into 3 raised to minus of n minus 4 divided by 4. Right? This is the value root 6 by 1. Root 6 by 1. What we do here is, this is NC4 and NC4
NCR ഉം NC n - വെട്ടിപ്പോകും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2 raised ഇത് വെട്ടിപ്പോയാൽ 2 raised to 1 വരിക. ഇറ്റ് ഇസ് 2 raised to n - 4 by 4. ഇവിടെ 2 raised to 1 വരിക, -1 വരും. ഇവിടെ 3 raised to -1 plus n - 4 by 4 വരും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇസ് ഈക്വൽ ടു 2 raised to half into 3 raised to half ആണ് √6 വന്നാൽ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം n - 4 by 4 -1 പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പോൾ n - 4 by 4 നിന്ന് 3/2 ആണ്, അല്ലെങ്കിൽ 6/4 ആണ്. അപ്പം എന്നിൻ്റെ വാല്യൂ 10 ആണ്. യു ഗെറ്റ് ദ വാല്യൂ ഓഫ് n as 10. ചോദിച്ചെന്താ, വാട്ട് ദ തേർഡ് ടേം ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ തേർഡ് ടേം ഫ്രം ദ ബിഗിനിങ് ആണ് T2 ആണ് ചോദിച്ചത്, T3 ആണ് ചോദിച്ചത്. T3 ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, n പകരം 2 കൊടുക്കാം. n 2 കൊടുത്താൽ അല്ല, r പകരം 2 കൊടുക്കാം. n എന്താ 10 ആണ്. ദാറ്റ് ഈസ് 10c2 2 raised to 10 - 2 8 2 square. ഇവിടെ r പകരം 3 ആണ്. ഇറ്റ് ഈസ് യു ആർ പുട്ടിങ് r equals r/4 അല്ലേ. n equals 10 ആണ്, r equals 2 ആണ്. അപ്പോൾ 3 raised to -1/2. അപ്പോൾ ദാറ്റ് ഇസ് ആൻസർ. അപ്പോൾ വാട്ട് ഇസ് ആൻസർ? 10c2 പറഞ്ഞാൽ 45 ആണ്. 45 into 4 divided by √3 ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ √3 ഇവിടെ √3 ചെയ്യാം. ഇത് 3 ആണ്. 3 will go here 15 times. 15 into 4 എത്രയാ? 60. 60 √3. This is answer. Right. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് എസിന്റെ വാല്യൂ ഇതാണെന്ന് പറയാം. s is equal to 1 plus x whole raised to 10 plus x into 1 plus x whole raised to 9 plus x square into 1 plus x whole raised to 8 plus etc plus x raised to 10 ആണ് ചോദ്യം. അപ്പോൾ what we do here is 1 plus x raised to 10 കൊണ്ട് ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ s by 1 plus x raised to 10, s by 1 plus x raised to 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് 1 വരും by x by 1 plus x by x by 1 plus x whole square വരും plus etc plus x by 1 plus x whole raised to 10. അപ്പോൾ ഇതിൽ 11 ടേംസ് ഉണ്ട്. അതാണ് ഓർക്കേണ്ടത്, 11 ടേംസ്. സം ഓഫ് 10 ടേംസ് ഓഫ് GP വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ x by 1 plus x. എന്താ ഫോർമുല? a into 1 minus r raised to n divided by 1 minus r. 1 minus r raised to n by 1 minus. It is 1 minus r raised to n. It is x by 1 plus x raised to 11 divided by 1 minus x by 1 plus x. It is equal to 1 minus this 1 plus x raised to 11 minus x raised to 11 divided by 1 plus x minus x 1 തന്നെ ആവും by 1 plus x raised to 11. അപ്പോൾ ഇത് അങ്ങോട്ട് എടുത്താൽ എന്താ വരിക? 11 ടേംസ് അല്ലേ ഉണ്ടാവുക. 1 minus r raised to n by 1 minus r. That is 1 plus x whole raised to 11 minus x raised to 10 divided by 1 plus x whole raised to 11. 1 plus x whole raised to 11, 1 minus r raised to n minus 1 minus r raised to n by 1 minus r. a into 1 minus r raised to n by 1 minus r. But x by 1 plus x ആണ് r. ശരിയല്ലേ? Right. But what is the value of s? 1 plus x കൊണ്ട് multiply ചെയ്യാം. But what do you get? 1 plus x raised to x raised to 10 അല്ലേ? നമ്മൾ x by 1 plus x. 11 ടേംസ് അല്ലേ ഉണ്ടാവുക മക്കളെ? 1 plus x by 1 plus x, x square by 1 plus x square, etc. x raised to 10. ശരിയാണ്. അപ്പോൾ there will be 11 terms. 11 terms അല്ലേ വരിക? But it's 1 plus x raised to 11 minus x raised to 11 divided by 1 plus x you are dividing throughout by 1 plus x raised to 10. 1 plus x raised to 10 കൊണ്ട് ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 plus x raised to 1 plus 1 x by 1 plus x, x by 1 plus x square plus etc. x by 1 plus x raised to 10. ശരിയല്ലേ?
അപ്പോൾ ഇത് സം ടു 11 ടേംസ് ഓഫ് എ ജി പി ആണ്. വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ എക്സ് ബൈ 1 പ്ലസ് എക്സ്. അപ്പോൾ ഇറ്റ് ഇസ് എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ. എ ഇവിടെ 1 ആണ്. ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ. ഇറ്റ് ഇസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ. എൻ എത്രയാ? 11 ആണ്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 മൈനസ്. It is 1 minus x by 1 plus x. അല്ലേ? അതെ, ശരിയാണ്. അപ്പോൾ what you get is 1 plus x whole raised to 11 divided by minus x raised to 11 divided by 1 plus x raised to 11 ഉണ്ടാവും. ഇവിടെ അത് x 1 plus x minus x ആകുമ്പോൾ 1 by 1 plus x ഉണ്ടാവും. അപ്പോൾ എന്താ കിട്ടുക? 1 plus x, ഇവിടെ 1 plus x raised to 11 ഉണ്ടാവും, ഇവിടെ 1 plus x ഉണ്ടാവും. It is ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 11 ഇൻറ്റു 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു ഇൻറ്റു 1 പ്ലസ് എക്സ്. 1 പ്ലസ് എക്സ് മുകളിൽ വരും. അപ്പോൾ വാട്ട് ഈസ്, അപ്പോൾ ഇത് വെട്ടിപ്പോകുമ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 10 ആവും. ഈ 10ഉം ഈ 10ഉം വെട്ടിപ്പോകും. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 11 മൈനസ് എക്സ് റേസ് ടു 11. അത്രയേ ഉള്ളൂ. ഇവിടെ ഇനി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 7 നോക്കാം. വാട്ട് ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 7? Therefore, coefficient of x raised 7 is, ഇതിൽ ഉണ്ടാവില്ലല്ലോ x raised 7ന്റെ ക്വസ്റ്റ്യൻ, ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഇസ് 11c7. ഇതാണ് ആൻസർ. 11c7 is the answer. It's a very good question കേട്ടോ. It is 11 into എന്താ കിട്ടുക? 11 into 11c7 is 11c4. What is 11c4? 11 into 10 into 9 into 8 by 24. 8 3 is 24, 3 3 is 9. But 33 0. 33 0. That's the answer. ഇത് നല്ല ചോദ്യമാണ്. ഇതിലെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഇങ്ങനെയാണ്. നോക്കൂ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇതിൻ്റെ വാല്യൂ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് അങ്ങനെ എടുക്കാം. ഇത് എക്സ് പ്ലസ് 1ന് നമുക്ക് എക്സ് റേസ് ടു 1/3 പ്ലസ് 1 റേസ് ടു 1/3 എക്സ് റേസ് ടു 1/3 ക്യൂബ് പ്ലസ് 1 റേസ് ടു 1/3 ക്യൂബ് ആയിട്ട് കാണാം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് എക്സ് റേസ് ടു 1/3 ക്യൂബ് പ്ലസ് 1 റേസ് ടു 1/3 ക്യൂബ് ആയിട്ട് കാണും. ഇതിൻ്റെ വാല്യൂ എന്താ? എക്സ് റേസ് ടു 1/3 പ്ലസ് 1 റേസ് ടു 1/3 ഇൻടു ഈ ഡിനോമിനേറ്റർ എക്സ് റേസ് ടു 2/3 മൈനസ് എക്സ് റേസ് ടു 1/3 പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് റേസ് ടു 1/3. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് this becomes x raised to 1/3 plus 1 raised to 1/3, right? അതേപോലെ മൈനസ് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇഫ് യു ടേക്ക് എക്സ് മൈനസ് 1 നമുക്ക് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1 എഴുതാം. ഇത് നമുക്ക് എക്സ് റേസ് ടു ഹാഫ് പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1 എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1 എഴുതാം. ഇത് വെട്ടിപ്പോയാൽ എക്സ് റേസ് ടു ഹാഫ് പ്ലസ് 1 ബൈ എക്സ് റേസ് ടു ഹാഫ് ആയി. ഇത് നമുക്ക് 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് ഹാഫ് എഴുതാം. അപ്പോൾ ഇത് 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് ഹാഫ് എഴുതാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് റേസ് ടു 1/3 ദിസ് ഇസ് റേസ് ടു 10. ദിസ് ഇസ് എക്സ് റേസ് ടു 1/3 മൈനസ് എക്സ് റേസ് ടു 1/2 ഹോൾ റേസ് ടു 10. അതാണ് ആ ചോദ്യത്തിൻ്റെ ബ്യൂട്ടി. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സ് റേസ് ടു 1/2 റൈറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ ജനറൽ ടേം എഴുതാം. എന്താ? മൈനസ് 1 റേസ് ടു ആർ 10 CR എക്സ് റേസ് ടു 1/3 റേസ് ടു 10 മൈനസ് ആർ ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് r/2 അല്ലേ? ഇത് വൃത്തിയിൽ എഴുതിയാൽ എന്താണ്? ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ചോദിച്ചാൽ അല്ല, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു -5 എക്സ്പാൻഷൻ ചോദിച്ചാൽ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് വൃത്തിയിൽ എഴുതിയാൽ -1 റേസ് ടു ആർ 10 CR എക്സ് റേസ് ടു എന്താ വരിക? 10 മൈനസ് r/3 മൈനസ് r/2. അത് വൃത്തിയിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവുക? 20 മൈനസ് 2r മൈനസ് 3r by 6. It is 20 minus 5r by 6. ഇതാണ് 20 minus 5r by 6. ഇതാണ് ജനറൽ ടേം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ
ഇതിനെ പവറിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. 20 മൈനസ് 5R ബൈ 6നെ മൈനസ് 5ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 20 മൈനസ് 5R is equal to minus 30 or 50 is equal to 5R. R equals 10. ഈ R equals 10 ഇവിടെ പ്ലഗ് ചെയ്താൽ ജനറൽ ടേം ആയി. അപ്പോൾ what is the answer? Therefore, the value will be minus 1 raised to 10, 10C10. That's all. But 10C10 value 1 ആണ്. Minus 1 raised to 10 is also 1. Answer is A. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A is answer. ഇനി നമുക്ക് കുറച്ച് പ്രോബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. കാരണം പ്രോബിലിറ്റിയിലെ ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കാരണം പ്രോബിലിറ്റി നമുക്ക് പഠിക്കണം, അതുകൊണ്ട് വെറുതെ നോക്കാം. ബാഗ് എ കണ്ടെയ്ൻസ് 3Y. കണ്ടീഷണൽ പ്രോബിലിറ്റി ചോദ്യമാണ്. 3Y നോക്കൂ, ഒരു ബോക്സിൽ 3 വെള്ള ബോൾ ഉണ്ട്, 7 റെഡ് ബോൾസ് ഉണ്ട്. ബാഗ് എ കണ്ടെയ്ൻസ്, ഇതാണ് ബാഗ് എ, 3 white 7 red, and bag B contains 3 white 2 red balls. One bag is selected random and then the ball is drawn from it. Probability of drawing the ball from bag A if the ball drawn is white. Already അവസാനത്തെ ഇവന്റ് സംഭവിച്ചിട്ട് പിന്നിലേക്ക് പോവാണ്. അത് ബേസ് തിയർ ആണ്. നിങ്ങൾ ടോട്ടൽ പ്രോബിലിറ്റി ബേസ് തിയർ ഇത് പഠിക്കണം. ഒന്നുകിൽ ടോട്ടൽ പ്രോബിലിറ്റി ചോദിക്കും അല്ലെങ്കിൽ ബേസ് തിയർ ചോദിക്കും. അറ്റ്ലീസ്റ്റ് ഇത് മാത്രം ഒന്ന് നോക്കിയിട്ട് പോവാം. എന്താ ടോട്ടൽ പ്രോബിലിറ്റി പറയുന്നത്? ഇതാണ് സാമ്പിൾ സ്പേസ് എങ്കിൽ ഇത് H1ഉം H2ഉം 2 ഇവന്റ്സ് ആണെങ്കിൽ if E is an event that may occur in any of the event, what is probability of E is equal to, it is probability of H1 into P of E given H1. ഇത് പഠിക്കാം അറ്റ്ലീസ്റ്റ്. ഇതാണ് ടോട്ടൽ പ്രോബിലിറ്റി. P of H2 into P of E given H2. ഇതാണ് ടോട്ടൽ പ്രോബിലിറ്റി. എന്താ ബേസ് തിയറം? If E has already happened, what is the chance that it is because of H1? ചോദിച്ചാൽ നീ എന്താ ചെയ്യേണ്ടത്? അത് ബേസ് തിയർ ആണ്. അപ്പോൾ എന്താ താഴെ നിങ്ങൾ ഈ ടോട്ടൽ പ്രോബിലിറ്റി എഴുതാം, ഈ P of E എഴുതാം. വെച്ചാൽ ഈ സാധനം മൊത്തം എഴുതാം. മുകളിൽ എന്താണ്? അതിനുള്ള അനുകൂല സാധ്യത എഴുതാം. സാഹചര്യമല്ല, സാധ്യത എഴുതാം. എന്താ സാധ്യത? P of H1 into P of E given H1. അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റിയും ബേസ് തിയറും കംസ് ഹാൻഡ്സ് ഇൻ ഹാൻഡ്. ഒന്നുകിൽ ടോട്ടൽ പ്രോബിലിറ്റി ചോദിക്കും അല്ലെങ്കിൽ ബേസ് തിയറും ചോദിക്കും. അപ്പോൾ ഈ കേസിൽ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ വിൽ ബി ദ ടോട്ടൽ. എന്താ പറയുക? P of, ഇവിടെ 2 ഇവന്റ്സ് ആണുള്ളത്. എന്താ H1 എന്ന് പറഞ്ഞാൽ ബാഗ് എ ചൂസൺ, H2 പറയുന്നത് എന്താ? ബാഗ് ബി ചൂസൺ. വാട്ട് ഈസ് E? ദ ബോൾ ഈസ് and is drawn to be white. Ball is white. അപ്പോൾ ഓൾറെഡി വൈറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എന്താ? ഈ സംഭവിച്ചിട്ട് എ എന്നാവാനുള്ള സാധ്യത എന്താ? P of H1 given E ആണ് ചോദ്യം. അപ്പോൾ വാട്ട് ഈസ് ടോട്ടൽ പ്രോബിലിറ്റി? എന്താണ്? ആദ്യത്തെ ബോക്സ് ആവാം ഇത് P of H1 ഇൻറ്റു H1 വെള്ളം കിട്ടാം. വെള്ളം കിട്ടാൻ പറഞ്ഞാൽ 3/10 പ്ലസ് രണ്ടാമത്തെ ബോക്സ് ആവാം അതിന്ന് വെള്ളം കിട്ടാം ഇൻറ്റു 3/10. മുകളിൽ എന്താ എഴുതാം? 1/2 ഇൻറ്റു 3/10. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് 3/10 അല്ല 3/5 ആണ് അല്ലേ? ഇവിടെ 3/5 ആണ്, 3/10 3/5 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരേ ഡിനോമിനേറ്റർ ആക്കുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ 6/10 ആക്കുക. ആൻസർ വിൽ ബി 3/9 or it is 1/3. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ, 2 മിനിറ്റ് കൂടി. ബാഗ് കണ്ടെയ്ൻസ് 6 balls. ഒരു ബോക്സിൽ 6 ബോൾസ് ഉണ്ട്. ഇത് വളരെ നല്ല ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 6 ബോൾസ് ഉണ്ട്. അതിൽ ബോൾസിൻ്റെ കളർ അറിയില്ല. പക്ഷെ 2 ബോൾ എടുത്തു. 2 ബോൾ എടുത്തിട്ട് രണ്ടും ബ്ലാക്കാണ്. അങ്ങനെയാണെങ്കിൽ 5 ബ്ലാക്ക് എങ്കിലും എന്തിനൊക്കെ സാധ്യതയുണ്ട്? ആ 2 ബോൾ മാത്രം ബ്ലാക്ക് ആവാം, 3 ബോൾ ബ്ലാക്ക് ആവാം, 4 ബോൾ ബ്ലാക്ക് ആവാം, 5 എണ്ണം ആവാം, 6 ബ്ലാക്ക് ആവാം. ഇതൊക്കെ ചോദ്യം ചോദിക്കാം. ബേസ് ഇയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് H1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ബ്ലാക്ക്. H2 പറയുന്നത് എന്താ? 3 ബ്ലാക്ക്. H3 പറയുന്നത് എന്താ? 4 ബ്ലാക്ക്. H4 പറയുന്നത് എന്താ? 5 ബ്ലാക്ക്. H5 പറയുന്നത് എന്താ? 6 ബ്ലാക്ക്. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? If it is given that already it is given that 2 balls are black. അപ്പം ചോദ്യം എന്താ? What is the chance that at least 1 ball are black? അപ്പൊ എന്താ? H4 or H5 given E. ഇതാണ് ചോദ്യം. അപ്പൊ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ഇതിനൊക്കെ സാധ്യത സെയിം ആണ്. അതൊക്കെ മുച്വലി എക്സ്ക്ലൂസീവ്. വാട്ട് ഇസ് E എന്നുള്ള ഇവന്റ് എന്താ? E എന്താ? 2 balls black. 2 balls black. എടുത്ത ബോൾ 2 ബ്ലാക്ക് ആണ്. But denominator is the total number of denominator is the total probability. What is the total probability? P of H1. ഇതിന് സാധ്യത ഒക്കെ ഈക്വലാണ്, സെയിം ആണ്. അപ്പോൾ what is P of H1? 1/5.
into P of E given H1 അല്ലേ? E given H1 H1 ആണെങ്കിൽ E കിട്ടാനുള്ള സാധ്യത, അതായത് 2 ബോൾ മാത്രമാണ് ബ്ലാക്ക് എങ്കിൽ 2 ബ്ലാക്ക് കിട്ടാൻ സാധ്യത. എന്താ എല്ലായ്പ്പോഴും 6C2 തന്നെയാണ്. 6 ബോളിൽ നിന്ന് 2 ബോൾ എടുക്കുമ്പോൾ 6C2 തന്നെയാണ്. അതിൽ 2 ബോൾ മാത്രം ബ്ലാക്ക്. അപ്പോൾ 2C2 പ്ലസ് 1/5 ഇൻറ്റു താഴെ 6C2 ആണെങ്കിൽ 3C2, പിന്നെയോ പ്ലസ് 1/5 ആണ് ഇൻറ്റു 6C2 ആണ് താഴെ 4 ബ്ലാക്ക്, അപ്പോൾ 4C2 പ്ലസ് 1/5 ഇൻറ്റു താഴെ 6C2 ആണെങ്കിൽ 5C2 പ്ലസ് 1/5 ഇൻറ്റു താഴെ 6C2 ആണെങ്കിൽ 6C2. ഇതെന്താണ്? 6 ബ്ലാക്ക്, 5 ബ്ലാക്ക്, 4 ബ്ലാക്ക്, 3 ബ്ലാക്ക്, 2 ബ്ലാക്ക്. കാരണം 2 ബ്ലാക്ക് ഉറപ്പല്ല. ഇനി എന്താ? അറ്റ്ലീസ്റ്റ് 5 ബ്ലാക്ക്സ്. അറ്റ്ലീസ്റ്റ് 5 ബ്ലാക്ക് ആണ് ഇതിൻ്റെ മുകളിൽ വരിക. 1/5 ഇൻറ്റു 5C2/6C2 ഇൻറ്റു 1/5 പ്ലസ് 1/5 ഇൻറ്റു 6C2/6C2. ഇത് എല്ലാം സെയിം ആണ്. 1/5 എല്ലാം വെട്ടിപ്പോവും, 6C2 എല്ലാം വെട്ടിപ്പോവും. 5C2 6C2 പറഞ്ഞാൽ 5C2 10 ആണ്, 6C2 15 ആണ്. ഡിനോമിനേറ്റർ എന്താ? 10 പ്ലസ് 15 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ എന്താ? 4C2 6 ആണ്, 6C2 3 ആണ്, 2C2 1 ആണ്. ഇത് എങ്ങനെയൊക്കെ ചോദിക്കാൻ അറിയോ? ആ 2 ബോൾ എടുത്തു, ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് എങ്ങനെയാണ് ചോദിക്കുക വെച്ചാൽ 2 ബോൾ എടുത്തു, 2 ബോളും ബ്ലാക്ക് ആണ്. വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് ഓൾ ദ ബോൾസ് ആർ ബ്ലാക്ക്? 2 ബോൾ എടുത്തു, 2 ബ്ലാക്ക് ആണ്. വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് എക്സാക്ട്ലി 2 ബോൾസ് ആർ ബ്ലാക്ക്? എക്സാക്ട്ലി 4 ബോൾസ് ആർ ബ്ലാക്ക്? Exactly 5 balls are black. At least 5 balls are black. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ വേണമെങ്കിൽ തിരിച്ചു മറിച്ചും ചോദിക്കാം. ഇത് ടോട്ടൽ പ്രോബിലിറ്റി എങ്ങനെ ചോദിക്കാം? 2 balls are drawn. What is the chance that these 2 balls are black? അങ്ങനെ ചോദിക്കാം. അത് ടോട്ടൽ പ്രോബിലിറ്റി. Okay. With that we'll close today's class. We'll continue tomorrow also. Thank you. Yes. Welcome all to the chemistry part discussion of the day. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ GOC ആണ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. പിന്നെ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററാണ്. പിന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. GOC, ഹൈഡ്രോ കാർബൺ, അതായത് 11th ചാപ്റ്റർ 12, 13 ഡിലീറ്റഡ് നമ്പറിന് മുൻപുള്ളത് കിട്ടും. GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, പിന്നെ ഹൈഡ്രോ കാർബൺസ്, പിന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നുള്ള
കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, യെസ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. Structure of A and type of isomerism in the reaction given below. So it is given propine with 40% sulfuric acid and mercuric sulfate 1%. You get A, undergo isomerization and you get acetone. വളരെ പോപ്പുലർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. Very popular reaction, known to all. This undergo hydration process added with water using sulfuric acid and mercuric sulfate as a polarizing agent. All of you know OH minus will be coming onto this carbon and hydrogen will be coming here. You get CH3 COH double bond CH2, and now it undergo tautomerization. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും and you get acetone. You get CH3 CO CH3. This is what the overall reaction, where this is A. So asking what is A and what is the isomerism. So it is prop 1 in 2 all. ശരിയല്ലേ? പ്രൊപ്പീനോൾ ആണ് കേട്ടോ. prop 1 in 2 all. പക്ഷേ മെറ്റാമറിസം അല്ല, ഇറ്റ് ഈസ് ടോട്ടോമറിസം. prop 1 in 2 all tautomerism. It's option D. Option D. Prop 2 in 1 all, that is compound A, and the kind of isomerism is the very famous tautomerism, keto enol isomerism, and the final product is acetone. And the importance of this reaction എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. Ethyne, if you start with the ethyne undergoing hydration, you get ethanol. Any higher alkyne, you will get a ketone. Propine is a higher alkyne and you get a corresponding ketone, propanol. Butane, you will get butanol. Pentane, you will get pentanol. Any higher alkyne, you will be getting normally ketone. കേട്ടോ. അടുത്ത ചോദ്യം. Structure of the compound whose IUPAC name 3-ethyl 2-hydroxy 4-methyl hex 3-in-5-oic acid. So if you take compound 1, option A, we will be starting from here 1, 2. 2-hydroxy is okay. 2-hydroxy. 1, 2, this is 3. And the third carbon, we don't have ethyl group. We want a 3-ethyl. So option A out. Now option B. It is 1, 2, 3. 2-hydroxy we have. 3-ethyl we have. And this is 4. And this is 5. And this is 6. 4-methyl. 4-methyl we have. This is methyl group. So we have 2-hydroxy, 3-ethyl, 4-methyl, hex 3-in-5-oic acid. Option B will be the correct answer. Option B will be the correct answer. Let me write it separately. This is what the molecule given, which will satisfy entire conditions starting from here 1, 2, 3, 4, 5, 6. So it will be 3-ethyl, fine, 2-hydroxy in the alphabetical order, 4-methyl. So it is 3-ethyl, 2-hydroxy, 4-methyl, hex 3-in-5-oic acid. Option B will be the correct answer. Please verify what is the name coming in other molecules. കേട്ടോ. അടുത്ത ചോദ്യം. The correct statement or statements for the following addition reaction. There are two addition reactions given.
and there are subsequent statements given. We want to check that statements. It seems to be one or more correct answer. So first one, you have transbutene. Transbutene. CH3, CH double bond, CH, CH3. That is transbutene. Transbutene. It is added with bromine in CCl4. Many of you may be aware of bromine addition is anti-addition. Bromine addition is anti-addition, and it has got some stereo specific conditions. In the condition, cis compound anengil anti-addition nadannal racemic mixture kittum. Trans compound anengil anti-addition nadannal meso product aanu kittum. So this is a trans compound undergoing anti-addition. Anti-addition means one bromine will be added from here. You get cyclic bromonium ion, and the second bromine will be added from here. And that is called the anti-addition. And the product obtained will be meso product. Product obtained will be meso product. Meso product means it seems to be like this. This is the kind of product which is meso product. Meso product means it has got chiral center, but optical activity remains 0. It has got two chiral centers obviously there present, but the net optical activity will be 0 due to plane of symmetry, isn't it? So the product obtained is meso. Suppose it is cis compound undergoing anti-addition, you get a racemic mixture. Suppose you are dealing with a cis molecule, as in the next case, CH3, CH double bond CH, CH3. This is cis compound, cis-butene. Cis-butene undergoing anti-addition. Bromination is anti-addition. The product obtained will be racemic mixture. What will be the racemic mixture? You get a optically active product in equal quantity. If this is dextro, you get a equivalent amount of another product which is levo. So you get a equimolar mixture of dextro and levo. If this is dextro, this will be levo. And this combination can be called enantiomers. Enantiomers. So see what is written in this reaction. First reaction written M and N. In fact, M and N both are same. M and N both are same. You have only one product. While here you have two products O and P. If this is O, this is P. They are enantiomers. So M and N basically same compound, meso. O and P, they are enantiomers. Now let us verify the statements. M and O, M and O, N and P. Understand, M and N are same. M and O, N and P. M and O, N and P are two pair of enantiomers. They are not enantiomers. They are not enantiomers. They are diastereomers. Optically, see, stereoisomers which are not mirror images called diastereomers. These two are mirror images, but this and this are not mirror images. Stereoisomers which are not mirror images, they are called diastereomers. So M and N, sorry, M and O, N and P, they are diastereomers. Understand? M and N are same. Only we use two terms, that's all. So this is enantiomer means it is wrong statement. Option B, bromination proceed through transaddition. Transaddition means anti-addition. What is anti-addition? One bromine added from the bottom of the plane, one bromine added from the top of the plane. That is anti-addition. About the transaddition aana, it is true. അടുത്തത് O and P are identical molecules. O and P are identical molecules. That's a wrong statement. O and P are enantiomers. O and P are enantiomers. അടുത്തത് M and O, N and P are two pair of diastereomers. That's a true statement. So the answer is B and D. B and D. So this question
mainly dealing with some stereochemistry aspect of the reaction. Almost all of you അറിയാമെന്ന് വിചാരിക്കുന്നു. രണ്ട് ടൈപ്പ് റിയാക്ടൻസ്, സിസും ട്രാൻസും. രണ്ട് ടൈപ്പ് പ്രോഡക്ട്സ്, റെസ്മിക്കും മീസോയും. രണ്ട് ടൈപ്പ് റിയാക്ഷൻസ്, സിന്നും ആൻറ്റിയും. കേട്ടോ? അത് വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാവരും ഒന്ന് പഠിക്കുക. കേട്ടോ? There are two types of reactants, cis and trans. There are two types of reaction, syn addition and anti-addition. There are two types of product, racemic and meso. So you have to understand the combination coming with these reactions by memorizing one term, CAR. By memorizing this one code, you can understand the entire the combinations involving in that reaction. Just memorize CAR. What is CAR? Cis compound undergoing anti-addition, you get a racemic. Cis compound undergoing anti-addition, you get a racemic. What about trans compound? Trans compound anti-addition, you will get a meso. What about cis compound syn addition? Cis anti-racemic, cis syn will be meso. Cis syn is meso, trans syn will be racemic. So in fact, 4 code incorporated in a single code, which you can memorize all the possible stereochemistry aspect of those reactions. Let me repeat. രണ്ട് ടൈപ്പ് റിയാക്ടൻസ്, സിസും ട്രാൻസും. രണ്ട് ടൈപ്പ് റിയാക്ഷൻ, സിൻ അഡിഷനും ആൻറ്റി അഡിഷനും. രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ്, റെസമിക്കും മീസോയും. കിട്ടും. ഇവിടെ ഇത് ട്രാൻസ് ആണ്, ആൻറ്റി ആണ്. ട്രാൻസ് ആൻറ്റി മീസോ ആയിരിക്കും. ഇവിടെ സിസ് ആൻറ്റി റെസമിക് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും റെസമിക് ആയിരിക്കും, ഐ മീൻ ഡെക്സ്ട്രോ ലീവോ ആയിരിക്കും. ഇത് രണ്ടും സെയിം ആയിരിക്കും, മീസോ ആയിരിക്കും. ഹെൻസ് വി അറൈവ് ഇൻ ടു ദി ആൻസേഴ്സ്. ആൻസർ ബിയും ഡിയും. കേട്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അസർഷൻ റീസൺ ആണ്. ബെൻസീൻ മോർ സ്റ്റേബിൾ ദാൻ ഹൈപ്പോത്തറ്റിക്കൽ സൈക്ലോഹെക്സാട്രയീൻ. യെസ്, ബെൻസീൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദ hypothetical cyclohexatriene. Cyclohexatriene hypothetically containing 3 triple bond. Benzene is not showing that kind of high degree of unsaturation in its characters because of more stability due to resonance. So that statement is true statement. Reason: the delocalized pi electron cloud is attracted more strongly by nuclei of carbon atoms. Yes, that is the reason. So both are true statement and it is true justification. Since the electron cloud is more attracted by the nuclei, it is found to be more stable. So which choice? Both are correct and correct explanation. Option C. Option C. Both are correct and the reason is the correct justification for assertion. കേട്ടോ? Yes. അടുത്ത ചോദ്യം. Which will undergo deprotonation most readily in basic medium? So the question is, which contain maximum acidic hydrogen? That is a question. Acidic hydrogen depends on the presence of electron withdrawing group. So this is acidic. See, this carbon contain 3 acidic hydrogen and this carbon contain 2 acidic hydrogen. This carbon contain 3 acidic hydrogen, as it is involving with the keto group. Keto group is electron withdrawing group. So this 2 hydrogen will be highly acidic. That is, it is alpha hydrogen 4. This is alpha carbon 4, the 2 electron withdrawing group. So the electron withdrawing effect of this and this will stabilize the carbanion formed here. So this hydrogen will be most acidic. While here you have ester linkage. Ester linkage found to be less stabilizing carbanion than a keto group. So here we have ester linkage. Of course, this hydrogen can have acidic character but less than this. While here
you have one ester linkage and one keto group. So the order of acidic character of hydrogen over the alpha carbon, it will be A maximum, then C, then B. That will be the order of acidic character of hydrogen in the alpha carbon. The question is most readily in basic medium. It can be option A only, this, because the presence of two keto groups stabilize the carbanion formed. You see that this is the two keto group and this is the carbon containing two hydrogen atom. Imagine the base attack over this hydrogen and electron pair coming on the carbon. This carbon will carry electron pair and that can be stabilized by the electron withdrawing effect of the two nearby keto groups, and that hydrogen seem to be more acidic comparatively. Keto. Yes. Another question. In the following given reaction, A is. So first step reaction, it is protonation. HBr, H plus will protonate over the double bond. Double bond get protonated. The result will be like this. Here you have CH3 and here you have CH2 turn CH3 and you get a carbocation there. And that in fact is a tertiary carbocation, but this ring is highly strained. Therefore, this carbon will be moving there. There is a ring expansion. The four-membered ring turn five-membered ring. Four-membered ring turn five-membered ring and you get a new carbocation. But that carbocation is secondary in nature. Again, there can be a rearrangement by methyl shift and you get the secondary carbocation turn tertiary carbocation. Secondary carbocation now turn tertiary carbocation. And now the Br minus attack. Now the Br minus attack on that center. It is attacking over here and the final product will be option. This one. Option D. Option D will be the final answer. So first step, protonation, you get a tertiary carbocation, of course. But the nearby ring is four-membered ring, will undergo ring expansion. You get a five-membered ring. Thereby you arrive into a secondary carbocation. And again there is a rearrangement to give a tertiary carbocation. And the final step, attack Br minus. Fine? Yes. Next. List 1, list 2. List 1, list 2. Propanamine, N-methyl ethanamine. Option compound A, list A. Propanamine, N-methyl ethanamine. This is propanamine. This is propanamine and N-methyl ethanamine. N-methyl ethanamine. This is N-methyl ethanamine. They are primary, secondary amines. Primary, secondary, tertiary amines are functional group isomers. So A with 3. A with 3. So these two choices eliminated. A with 3. These two choices eliminated. B and C out. Now A or D. A with 3. Now B. Hexane 3 on, hexane 2 on. Hexane 2 on, hexane 3 on. This is hexane 2 on. This is hexane 2 on and this is hexane 3 on. This is hexane 3 on, hexane 2 on, hexane 3 on. It is position isomerism as well as metamerism. Either 2 or 1. Either 2 or 1. Anyway, it is not 4. It is not 4.
it is 2 or 1. So the answer is option D, because A also deleted. So the answer is option D. A with the 3, no choice. B can be 1 or 2. C, what about C? Ethanamide hydroxyethanimine. Ethanamide. This is ethanamide versus hydroxyethanamine. This hydrogen migrate here and you get a H system, CH3COH, double bond NH. It is called hydroxyethanimine. Ethanimine. This is tautomerism. Definitely C with the tautomerism 4 only. C4 only. And finally, orthonitrophenol, paranitrophenol, the well-known position isomerism. This only can relate with the 2. While ketones, it can go for metamerism as well as position isomerism. While orthoparanitrophenol, only position isomerism. It can match only with the position isomerism 2. So the answer is option D. Yes. Next question. Which of the following conformations will be most stable? Which of the following conformations most stable? Here you have methyl, all hydrogen. So this is methyl, 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 opposite option A. Methyl, methyl, fully eclipsed option B. Methyl, methyl, gauche option C. Methyl hydrogen eclipsed. All of you know the order of stability. Anti, most stable A. And the next stable is C, and the next stable is D, and the next stable is B. This is the order of stability, all of you know. Anti-conformation, most stable. Then gauche, then fully partially eclipsed, then fully eclipsed. This is anti-conformation. This is fully eclipsed. This is gauche conformation, and this is partially eclipsed. And anti will be most stable as a general scenario. But please be very careful. If you are dealing with the gauche molecules, can stabilize the maximum. If you are dealing with the groups containing oxygen, hydrogen, nitrogen, hydrogen, fluorine, etc., where there is a possibility of intramolecular hydrogen bonding. If there is a chance of intramolecular hydrogen bonding, gauche form may stabilize. That you need to be pretty careful when you handle with. Then anti-gauche form can stabilize if there is a chance of intramolecular hydrogen bonding. Here there is nothing like that. It is conformations of butane. Conformation of butane, anti form will be most stable. Option A, the correct answer. Next question. IUPAC name of mesithyl oxide. Mesithyl oxide is a compound discussed in the textbook. This is mesithyl oxide, CH3, CH3, CH3 double bond CH, COCH3. This is mesithyl oxide. And how to find the IUPAC name? 1, 2, 3, 4, 5. 4-methyl, 4-methyl, 4-methyl. These two choices out. Sorry. These two choices out. Box and dog. 4-methyl, 4-methyl pent 3-ene. 4-methyl pent 3-ene 2 on. First choice is correct. 4-methyl pent 2-ene alla 3-ene ആണ് correct കേട്ടോ. 4-methyl pent 3-ene 2 on. First choice is correct answer. Next one. Number of optically active products obtained from complete ozonolysis of the given compound. You see the given compound there. It is like CH3, CH double bond, CH, C, CH3H, CH double bond, CH, C, H, CH3,
CH double bond CH3. That is the molecule given which undergo ozonolysis. All of you know how to identify the ozonolysis product. It is going to break here. Now this will turn CH3CHO, CH3CHO, that is not optically active. Asking for how many of the ozonolysis products are optically active. That is not optically active. Now here there is one more oxygen. It is going to cleave here, here and here oxygen. Now what about this? Is it optically active? No, CHO, CHO, the two groups are same. So that is also not optically active. It is going to cleave here. There is CHO, CHO. Again, this and this molecules are same. These two molecules are same, optically inactive. And this is once again ethanol, optically inactive. So none of the products are optically active. Answer is option A. None of the products are optically active. Answer is you get two ethanol and two molecules of this configuration. This is not optically active. CHO, C, CH3, H, CHO. There are two CHO. It is not optically active. No compound is optically active. Yes. Next. The total number of carboxylic acid group in the product P. That is not at all visible. Yes. So this is what the conversion. There is a lack of visibility in that case. Let us examine. So this is what the compound given. There is a compound given. It is hydrolyzed. Number one, heating, then ozone, then that's beautiful. It is hydrogen peroxide. Lastly, so let us write the reaction. This is what given. This first of all hydrolyzed. When hydrolyzed, there is no other way, other area for attack. It is going to attack over this anhydride region. It will be attacking on that anhydride region, isn't it? So that anhydride region, when hydrolyzed, it will turn carboxylic acid. You will get a carboxylic acid. This part of the molecule, it will turn carboxylic acid. The rest part of the molecule remain as such. It is going to cleave here. This will turn carboxylic acid. You will get COOH, COOH. Now it is very important to see it is heating. Upon heating, there will be decarboxylation. Why? Because this is a beta keto acid. This is functional group alpha carbon, beta carbon. It is a beta keto acid. This is functional group alpha carbon, beta carbon. Beta keto acids.
and many of you may be aware of what is the speciality of beta keto acid. Beta keto acid, simply heating, it will undergo decarboxylation, right? No need of soda lime. Soda lime is not required. By simply heating, this will undergo decarboxylation. So these two group will be out and the result will be this one. You get the remaining part of the molecule. You get it like this. You get it like this. That COOH group out, as it is beta keto carboxylic acid. Now it is ozonolysis followed by reaction with H2O2. It is oxidative cleavage. Oxidative cleavage. And the result will be this: when treated for oxidative cleavage, it is going to break here and this carbon will turn COOH instead of the usual CHO. Instead of the usual CHO, which is reduction cleavage, here you get oxidative cleavage and the result will be COOH, that carbon, and COOH, this carbon, and the remaining part of the molecule like this. This is the final product. What was our question? Total number of carboxylic acid groups. Answer is 2. Total number of carboxylic acid group. Answer is 2. Suppose there was no heating. Suppose this heating was absent. Then the answer would have been 4. Because already there is 2 carboxyl group and 2 more will come. 4 would have been the answer. That heating has got importance. And simply heating, beta keto acid undergo decarboxylation. Okay, that's it. So hydrolysis over this region, you get acid, that is a beta keto acid. Upon simple heating, you turn this molecule, oxidative ozonolysis, you get this. Next one. Next question. 0.36 gram organic compound was gelidolized and the evolved ammonia required in 55 ml of M/20 sulfuric acid for complete absorption. The percentage of nitrogen present in the organic compound is, you know the very famous formula, percentage of nitrogen equal to 1.4 NV by W. 1.4 NV by W. So it is 1.4 into normality. Normality of sulfuric acid, M/20 molarity. Molarity is 1/20. Therefore, normality will be 2/20, that is 1/10. So it is 1/10 into volume 55 ml. 55 divided by weight of organic compound 0.36. That will give you the answer. Direct substitution only, and you know for sulfuric acid normality will be 2 times molarity. Normality will be 2 times molarity. So it is 1/20 turn, 1/10 normal. So it is 1.4 NV by weight of organic compound, 1.4 into 1/10 into 55 divided by 0.36 will take you to the answer. Okay. Next question. In which of the following molecules all atoms are coplanar? I think this is A, B, C, D. Answer is option A, 2 benzene ring. That can be coplanar. 2 benzene ring. As all of you know, benzene ring is planar. And the 2 benzene ring like this can be planar. Not necessarily always. If the 2 benzene ring, 2 coming like this, it is planar. 1 coming like this, not necessarily. But the other choices are definitely not. Because here you have sp3 carbon, here you have sp3 carbon, here also you have sp3 carbon. That can never be coplanar. It is dangling bond. So only possibility is in diphenyl. Next question. The correct stability order for the following species. Correct stability order for the following species. It's given with the carbocation.
It is given with the carbocation. This is a tertiary carbocation. This is a secondary one. This is a secondary one. This is a primary one. So a primary carbocation, 4 will be minimum. 4 will be minimum. 4 minimum, we have two choices. So A out, D out. Now this is tertiary. This is secondary. This is also secondary. This is tertiary. Not only tertiary, at the same time, not only tertiary, at the same time, there is oxygen available nearby. The presence of oxygen nearby, increases the stability by mesomeric effect, by conjugation. Due to conjugation, the CO, the C plus can be stabilized. So one is maximum. We have cancelled A and D. One is maximum, 4 minimum, 1 maximum. We don't get the answer. So 1 is maximum. Then after 1, it will be 3. Because here we have oxygen again. So it will be 1, 3. 1, 3, 1, 3, 2, 4. Option C is the correct answer. Because in 1 and 3, there is nearby oxygen, which will give a conjugation stability. And then the usual order. IUPAC name of the molecule. It is 1, 2, 3, 4. It is 4-oxo, 3-hydroxy. 3-hydroxy first. So 3-hydroxy. 4-hydroxy out. 3-hydroxy. And this is also out. 3-hydroxy. 3-hydroxy. 4-oxo. 3-hydroxy. 4-oxo. Cyclohexane carboxylic acid. Cycloheptane carboxylic acid. Box. Option B, correct answer. 3-hydroxy, 4-oxo, cyclohexane carboxylic acid. That is the correct answer. Next question. The compound PQS were separately subjected to nitration using nitration mixture. The major product formed in each case respectively. Major product formed in each case respectively. So what will be the nature of this molecule? Compound P. Compound P, you have OH group here and COOH group here. You know, this is electron withdrawing group and this is this is activating group. This is activating group. And ortho-para position of this group will be activated. Para position is already occupied. So nitro group may come here or here. Nitro group may come here or here. So the product will be a nitro group coming here. And this is ortho-para directing. Meanwhile, this is meta-directing. Number 1, this is deactivating group, but meta-directing group. So meta position, ortho position. So OH group will decide the location and the reactivity. Now what about Q? Q. In Q, you have again two group. One is methoxy group, one is methyl group. Both are activating group. Here this is activating group, this is deactivating group. This is ortho-para, this is meta. So it is coming here. Now, both are ortho-para. So which is more effective? Both are activating group, both are ortho-para directing group. Which is more active? This is more active. So the ortho-para position, this position will dominate. So the nitro group will be coming either of the two position. This. That will be the answer. So then this methyl group, methoxy group will dominate. Next one, we have a molecule which is like this. And now we have a choice where the electrophile will attack. Is it 1, 2, 3? This 2 and this are same. This 3 and this position are same. 4, 5, 6. This 4 and this position are same. 5 and this position are same. So out of 1, 2, 3, 4, 5, 6 labeled location where the nitro group will be attacking.
The answer is very simple. It is at the 6th position. Why? Because this is a deactivating group and this ring is deactivated. So 1, 2, 3 locations out. While this is a activating group. O is a activating group due to the lone pair. So that ring is relatively active. So 4, 5, 6 positions are active. Of which position will be more attractive? It is 4 and 6 because this is orthopara directing in nature. So it will be 4 and 6, of which 6 will be dominant. This position you will have NO2 group. So in this compound, this position you have NO2 group. In this molecule, here you have NO2 group. And in this molecule, here you have NO2 group. According to the nature of the available groups. Keto. Aduthathu. Which of the following carboxylic acid will decarboxylate on simple heating? That is, on heating in absence of soda lime. It is already commented. Beta keto acids undergo easy decarboxylation. Beta keto acids undergo easy decarboxylation, but not all beta keto acids. This is a beta keto acid. This is a beta keto acid. This is the functional group alpha carbon, beta carbon. But you see that carboxylic acid is carboxyl group connected to bridgehead carbon. It is a bicyclo molecule. In a bicyclo molecule, if the carboxyl group connected to bridgehead carbon, and if it is a beta keto, no use. No use. Because beta keto acid undergo easy decarboxylation by making a planarity across that system, which is not possible in bridgehead carbons. In bicyclo molecules, bridgehead carbon cannot turn planar. So that privilege is lost. Beta keto acid privilege is not obtained for this molecule. So option A, even though it is beta keto acid, it doesn't get the privilege of that beta keto acid. By simply heating, it doesn't undergo decarboxylation. While this can undergo decarboxylation, it is not beta keto, but at that beta position, NO can come. Nitro group can also, the electron withdrawing nitro group can also give the same privilege like beta keto groups coming. And that can undergo easy decarboxylation. So not only beta keto, at a beta position, if NO is also coming, you see, it will come like this. It will come like this. It is COOH. And here you have NO. This is NO2 group. You see what will happen? It will undergo like this. And this can be eliminating as CO2 very fast. So NO2 group also nearby coming, and N comes as a beta keto, like a CO group coming, NO when comes, that also can give the privilege of COOH group easily expelling as carbon dioxide. This is not possible. Option C, normal benzoic acid. Normal benzoic acid. So the answer is option B. Answer is option B. Even though it is a nitrocarboxylic acid, it is possible when simple heating without soda lime, it can undergo decarboxylation. Keto? Yes. Adutha chodyam. Which of the following will produce aromatic compound as product? First one, red hot iron tube, you have propine. Red hot iron tube in propine in red hot iron tube, you will get mesitylene. Cyclic trimerization, you will get a mesitylene. Cyclic trimerization, you will get mesitylene. The question is, which will give aromatic product? So option A is correct. Ethyne, when passed through red hot iron tube,
Cyclic trimerization, you get a benzene. Propyne, you get a mesitylene, aromatic. What about option B? Normal hexane alumina. Normal hexane alumina, you get a benzene. Normal hexane alumina, you get a benzene. So that is also possible. Option B is also possible. Now what about this? What about this? Cyclopentadiene with the chloroform, tertiary butoxide. Chloroform with the tertiary butoxide. Chloroform with the tertiary butoxide. I think all of you remember. This is chloroform with the tertiary butoxide like a base. This is attacking and you will get CCl3 minus. And immediately one chlorine out. You get one of the most popular attacking reagent. One of the most popular attacking reagent, dichlorocarbene. Dichlorocarbene, right? And that can be attacked by cyclopentadiene. This can be attacked by cyclopentadiene as it is electron deficit system. It is electron deficit system and it will turn like this. ഇങ്ങനെയാവും കേട്ടോ. ഇവിടെ ക്ലോറിൻ ഇവിടെ കാർബൺ വിത്ത് 2 ക്ലോറിൻ ഇങ്ങനെ കിട്ടും. And now one of the chlorine out എന്നിട്ടോ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. And electrons will be utilized over here and thereby you will get an intermediate which turn like this. ഇങ്ങനെ ഒരു intermediate കിട്ടും. Here you have chlorine and here you have hydrogen. I mean carbocation. ഇനി എന്ത് സംഭവിക്കാം? 1, 2, 3 ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. Now it is deprotonated. You get the final result benzene, chlorobenzene. You get a final result chlorobenzene. ഇങ്ങനെ കിട്ടും chlorobenzene. So that is also correct answer. I repeat, chloroform with a base, you get this and you get a very popular dichlorocarbene. Dichlorocarbene is an electrophile that is attacked by cyclopentadiene, this one, and you get an intermediate like this. Again one chlorine goes and there is a rearrangement. You get a rhenium cation which will stabilize by deprotonation giving chlorobenzene. അപ്പോൾ അതും possible ആണ് കേട്ടോ. What about here? Here cyclohexane diamine with the glyoxal. ഇവിടെ aromatic ഒന്നും ഇല്ല കേട്ടോ. No aromatic because the final product will be N oxime, N double bond CH double bond N. This is what you get, oxime. It is not aromatic. No aromaticity. Above option A, B, C. Option A, B, C. That is the correct answer. Okay. അടുത്ത ചോദ്യം. Which of the following compounds on reductive ozonolysis give only glyoxal? Ethylene, no glyoxal. This is ethylene. You get only formaldehyde upon break-in. You get 2 molecules of formaldehyde. So that is out. Benzene, you get a glyoxal. You will get a glyoxal. You will get a 3 mole glyoxal. Benzene. ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. And you will get a 3 mole glyoxal. നോക്കടോ CHO glyoxal. Here CHO glyoxal. And here CHO glyoxal. You will get 3 mole glyoxal. Only glyoxal. അപ്പോൾ ബെൻസീൻ ആൻസർ ആണ് കേട്ടോ. ബെൻസീൻ ആൻസർ ആണ്. ടൊളുവീൻ അല്ല കേട്ടോ. ടൊളുവീൻ അല്ല. Toluene, what will be the product obtained? It is not glyoxal alone. This is toluene.
which you will get upon reductive ozonolysis. It's going to break like this. It's going to be CH3, CH3, CO, CHO. CH3, methyl glyoxal. And this is CHO, CHO, glyoxal. This is also CHO, CHO, glyoxal. You will get 2 mole glyoxal and 1 mole methyl glyoxal in toluene. What about cyclobuta 1,3-diene? Cyclobuta 1,3-diene. Here you will get only glyoxal. Here also you will get only glyoxal. It is going to break like this. It will be CHO, CHO, glyoxal. And it will be CHO, CHO, glyoxal. You will get 2 mole glyoxal. That is also answer. So the answer is B and D. B and D. That is the correct answer. Benzene only glyoxal. Cyclobutadiene also only glyoxal. അടുത്ത ചോദ്യം. Oh, it is regarding the true or false statement. You have 4 statements given to comment a true or false. Statement 1. Lewis structure with a different position of electron but not in relative position of atoms called resonating structures. Yes, that is the definition of resonance structures. Statement 2. Resonating structures are real structures but the resonance hybrid is hypothetical. Wrong. Resonance structures are non-real structures. They are canonical structures while hybrid is the real structure. Statement 3. Structure with a greater number of covalent bond contribute more towards resonance hybrid. Yes. Greater number of covalent bond, more contribution to the resonance stabilization. There are regulations for understanding how to give contributing structures, how to understand the contribution level of various structures. And one of the prime point is number of bonds. Greater the number of bonds represented in one structure, greater the contributing resonating structure. And so many other points like a positive, a negative charge on more electron. You might have heard about a negative charge on more electronegative atom, a positive charge on relatively less electronegative atom, 2 like charges not too close, unlike charges not too far apart. So many contributing comments regarding how to understand the contribution of resonating structures. One of the most important point is statement 3. Alkyl group exert electron releasing hypothesis. Yes, that is also true. So statement 1 true, 2 false. So except 2, the rest are, except second statement, all others are true. So it is true, false, true, true. Option D correct answer. True, false, true, true. Next one. Some of the compounds are written below, out of them some anti-aromatic. You know what is anti-aromatic? Anti-aromatic means it should be cyclic, anti-aromatic, cyclic, planar, conjugated, 4n system is anti-aromatic. Cyclic, planar, conjugated, 4n pi electrons. 4n pi electrons, where n is 1, 2, 3, 4, etc. That means pi electrons are 4, 8, 12, 16, 20, etc. Such systems are anti-aromatic. Coming to first molecule, it is non-aromatic, that is sp3 carbon. Coming to this is non-aromatic. Coming to this is anti-aromatic, and there is a minus. There is a minus. So it will be anti-aromatic as 2 plus 2, 4 electron system. That is anti-aromatic. Here only 2 electron system aromatic in nature. Here there are sp3 carbon non-aromatic. This is a very popular anti-aromatic system, 4n pi electrons.
I mean 4n, 4 pi electrons. This is non-aromatic due to sp3 carbon. This is typical aromatic. This is also aromatic. This is anti-aromatic in nature. 4 pi electron system, anti-aromatic. This is aromatic system. This is also anti-aromatic. There are 4 pi electron system. So 4 pi electron system, one here, one here, one here, one here. So it is 4. Answer is 4 out of the molecule. There is a lack of slight bit of clarity lack in that structures. Yeah. So 4 unit will be anti-aromatic in nature. I repeat, this is non-aromatic, this is non-aromatic, this is also non-aromatic, this is aromatic, this is non-aromatic, this is non-aromatic, this is again aromatic, this is again aromatic, this is again aromatic, assuming there is a minus. That's it. Out of the given numbers, 4 are anti-aromatic in nature. Anti-aromatic means cyclic planar conjugated 4n system. Highly reactive. അടുത്ത ചോദ്യം. Most stable carbocation. Most stable carbocation. Most stable carbocation. Option A itself, as it is a benzene ring, which is in continuous conjugation with another benzene ring, which is in continuous conjugation with the next system, which maintain continuous conjugation. You see, this is what called a continuous conjugation. It is maintaining a continuous conjugation. While here, the conjugation is cross conjugation, like this. The conjugate, it's coming 2 rings exterior. So the stability is on A and D when compared, because there is a continuity. There is a continuity in option A and D, while it is discontinuous. This is discontinuous. And here, the continuity is not that much present, because you see, it's coming like this, and this much is the continuity. This double bond is not a part of continuous conjugation, while here it's coming like this, and it is continuous conjugation till this point of the carbocation. Please understand, continuous conjugation is more stabilized. Let me tell you another simple example to understand that context. Suppose you have a system like this. Suppose you have a system like this, and you have a system like this. Please understand, when you compare this and this, they seem to be identical. 2 double bond and a carbocation. 2 double bond and a carbocation. Let me tell you, this will be pretty more stable. This will be pretty more stable, as it is maintaining continuous conjugation, while here it is cross conjugation. This is called a cross conjugation. So continuous conjugation will be more stable. Hence option A. Next. Arrange in decreasing order of reactivity with the HCl. Reactivity with the HCl. Reactivity with HCl will be contributed by stability of carbocation. Stability of carbocation. First choice. First choice. This will be the carbocation, and you have NO2 group. That is compound 1. Second compound, there is no group. Second compound, there is no group. Third compound, there is methoxy group. There is methoxy group, third compound. And the fourth compound, you have methyl group. Fourth compound, you have methyl group. All I have incorporated the carbocations. And the stability of carbocation will decide the reactivity order. So the first step will be attack of H plus over here. And thereby you get a carbocation, benzyl carbocation. Stability of benzyl carbocation will decide the order of reactivity. So which is most stable? This is most stable
due to electron donating effect of methoxy group maximum. So 3 maximum, A out, C out. After 3 it will be 4. After 3 it will be 4. This is also electron donating group. So it is option B. 3, 4, 2, 1. 3, 4, 2. No groups. While here you have electron withdrawing group. Electron withdrawing group will destabilize the carbocation. Presence of electron withdrawing group will destabilize the carbocation. അപ്പോൾ അത് ലാസ്റ്റ് വരും കേട്ടോ. So the order of stability will decide the order of order of stability of the intermediate will decide the order of reactivity, overall reactivity. അപ്പോൾ ഇത് maximum stable, ഇത് next, the order of reactivity towards HCl will be decided by the order of intermediate stability. So this is maximum, 3 maximum, then 4, then 2, then 1. That is the correct answer. Next one. In which of the following species the configuration of the starred atom change if any change in configuration of neighboring atom is carried out? When there is a change in neighboring atom, in which of the following species the configuration of the starred atom is changing if any change in configuration of neighboring atom carried out? See, the change in configuration here is not going to affect on this carbon. A change in configuration over here is not going to affect this carbon. A change in configuration over here is not going to affect this. A change in configuration over here is not going to affect here. But a change in configuration over here or here will affect a configuration here. Definitely. So the answer is option D. Why? Because let me tell you, as it is given now, it's given like this. You have hydrogen, you have chlorine, and it is given like this now. And please understand, now this molecule is optically inactive. Now that given molecule is optically inactive, even though this is a chiral center, since the two part of the molecules are, this is cis configuration, this is also cis configuration. So this molecule is, this carbon is achiral. But you see a change in configuration nearby. Suppose there is a change in configuration on the carbon concerned, the nearby carbon where we have hydrogen and chlorine here. Just imagine the configuration changes. Now this is cis-cis, this is cis and trans. Now hope you understand, this is optically active, this is optically inactive, this is optically inactive, while this is optically active. How that optical activity obtained by a change in configuration of the nearby carbon? This is cis-cis, so identical group. So the optical activity of this system is gone. Now while here cis and trans, two different group. Now the chirality of that carbon is obtained. So this carbon is achiral and this carbon is chiral. This carbon gives optical activity, the overall molecule gives optical activity, does not give optical activity, as this and this are same group, while here cis and trans, two different groups, and it turned optically active. So a change in configuration of which of the nearing cases will cause a change in character of the starred carbon? It is option D. It's a brilliant question. Next one. Acetaldoxim can show. Acetaldoxim can show syn anti-isomerism
acetaldoxim. This is acetaldoxim, CH3, CH3, CH double bond N OH. This is acetaldoxim, CH3, C, CH3, CH double bond N OH. There can be syn anti isomerism. There is a geometrical isomerism. There is a geometrical isomerism. You see what is happening? Here the methyl group, OH groups are syn position. Here methyl group, OH groups are anti position. This is syn configuration with reference to methyl OH group, and this is anti configuration with reference to methyl and OH group. Syn anti isomerism. It's a kind of geometrical isomerism. Option D. Next. This is a question from practical chemistry. The number of white colored salts among the following is. Number of white colored salts among the following is strontium sulfate, magnesium ammonium phosphate, barium chromate, magnesium hydroxide, lead sulfate, PbCrO4. So factual knowledge on these molecules are very, very important. And many of you know the characteristics of this molecule. And you see, the correct answer is C, strontium sulfate. We want a number of white, isn't it? We want a number of white colored. Number of white colored. Strontium sulfate, alkali earth metal compound. It is definitely white in color. Magnesium ammonium phosphate, white in color, while chromate will be yellow in color. This is again white. This is again lead sulfate, very popular white, while chromate is yellow in color. Silver bromide, pale yellow, off-white. Pale yellow, off-white. Lead iodide, yellow, definite yellow compound. Oxalate, calcium oxalate, typical white compound, calcium oxalate. And this is the compound brown red color obtained by the complexation test. It's a product test for acetate ions. So how many? 1, 2, 3, 4, 5. 5 we can take. Sometimes the answer may be 6, assuming this is also it's off white, pale yellow, off white. If that is also included, answer can be 6. Yeah, better not to go for a risk. 5 is the answer. Next question. Phenolic group can be identified by. Phenolic group can be identified by. Phenolic group identification, phthalene dye test. Phenolphthalein preparation, very famous, known to all. Phenolphthalein preparation. This is the phenolphthalein preparation. Phenol reacting with the phthalic anhydride. Phenol reacting with the phthalic anhydride. This is phthalic anhydride. This is phthalic anhydride interacting with the phenol. There can be a condensation type of reaction like this. This is two molecules of phenol interacting like this, H2O out. You get a phenolphthalein. You get a phenolphthalein like this. This is phenolphthalein. Which is a weak acid, changing to quinonoid forms, leading to pink and colorless conditions
in acid and alkali medium, known to all. Right. So phthalene dye test, phthalene dye test, phenolphthalein remain colorless in acid medium, while in alkaline medium it turn quinonoid structure and turn pink in color. Pink in color. With the excess of NaOH, it will turn again colorless. It is due to the quinonoid structural change. Right. Next one. NaCl react with concentrated sulfuric acid and potassium dichromate to give reddish fumes B, which react with NaOH to give yellow solution C. B and C are respectively. The orange red vapors are very famous. Chromyl chloride, chromyl chloride, chromyl chloride in alkali medium, you will get a sodium chromate. Option 1, and these are the reactions. NaCl with the potassium dichromate in sulfuric acid, you get a orange red color of product, or reddish brown or orange red vapors. Chromyl chloride, CrO2Cl2, 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 orange red vapors, chromyl chloride, chromyl chloride. And chromyl chloride in alkali medium, you will turn yellow colored sodium chromate, yellow colored sodium chromate, while in acid medium, it will turn orange colored dichromate. It's as simple as that. Next one. So the answer will be option 1, right? Option 1. In acid medium, it can be dichromate. Next. A reagent which gives brilliant red precipitate with nickel ions in basic medium. Nickel ions in basic medium. DMG, nickel DMG will be reddish in color. Nickel DMG will be reddish in color. NiDMG complex, it will be reddish in color. Many of you might have seen this. Multiple times this molecule came for exam. And this is the NDT. 4 nitrogen atom linking with the nickel, and this in fact is DMG. There is a symmetrical hydrogen bonding present. It is DsP2 hybridization, square planar system with a brilliant red color. Nickel DMG complex, very popular, quite frequently coming for the JEE exams. Nickel DMG complex. Next one. Rosy red precipitate, nickel DMG complex. On passing gas X through Nessler's reagent, a brown precipitate is obtained. The gas is test for ammonia. Ammonia tested by Nessler's reagent, and due to the formation of iodide of Millen's base. Iodide of Millen's base. Nessler's reagent with the ammonia, you are getting iodide of Millen's base. Brown precipitate. Very popular one. And Nessler's reagent K2HgI4. Next, the compound that is white in color, lead sulfate, what is doubt in that? Lead sulfate, white in color. Ammonium sulfide is soluble, so no talk of color. Lead iodide is yellow in color. Ammonium ammonium arsenomolybdate. Ammonium arsenomolybdate, like ammonium phosphomolybdate, yellow in canary yellow precipitate. Next. Molish test for carbohydrates, Biuret test for peptides. So Molish test, carbohydrates A2, option 3. Molish test for carbohydrates, Biuret test for peptides, carbylamine test we are learning in NCERT,
Schiff's test for aldehydes. All tests and their notes are given in the classes. But still, once again, let us have a review regarding the test of various systems. Let's have a quick review through the test of various systems. Molish test for carbohydrates. Molish test for carbohydrates. Any carbohydrate upon heating, concentrated sulfuric acid, there will be a dehydration. You get a compound like this. Here it is hydroxymethyl furfural or a similar compound, dehydrated product. That interact with alpha naphthol. That interact with alpha naphthol, you get a compound, and that is purple violet colored complex. Purple violet colored complex. Molish test. A detailed note is given in the classes. Molish test for carbohydrates. I'm just referring or reminding you. Then biuret test for peptides. Peptides with biuret copper 2. Copper sulfate Cu2 plus ions. It forms a complex like this. Deep purple colored complex. Deep purple colored complex. Copper makes a complex with peptide molecules. Peptide linkages. You get a deep purple colored complex. That is biuret test. These are not in the textbook, but the detailed notes are given to all. Next. This is Schiff's test. This is Schiff's test. Schiff's test using rosanilin sulfate. Rosanilin sulfate. Aldehydes or ketones interacting with the rosanilin hydrogen sulfate or hydrogen chloride is called a Schiff's reagent, which is colorless. Turn magenta in color. Turn magenta in color. Interacting with the aldehydes over this region. It turned magenta in color. Highly conjugated 13 resonance forms of this molecule. That in fact was once a question for JEE Advanced. That is Schiff's test using rosanilin hydrogen chloride or rosanilin hydrogen sulfate. Yes. Next one. Here you have a tabulated information. You have a tabulated information. We need to identify A, B, C, D, E, F, G, H. A, B, C, D, E, F, G, H. And the observations are given here. By reading simple observations given there, we can identify what the corresponding gases or the corresponding anions or cations we can identify. Here it is gas evolved and here it is possible anion. For example, A, colorless, odorless gas evolved with a brisk effervescence which turn lime water milky. Very simple to understand. It is carbon dioxide. A is carbon dioxide and this will be carbonate. A is carbon dioxide and the anion, it will be carbonate respectively. So we need to identify which gas and which anion respectively, right? Yes. The direct question, actually it is time, maybe it is slightly time consuming, but it is a direct question from the practical chemistry book. Yes. So what is A, B, C, D, E, F, G, H? A is, as it is expected or commented, carbon dioxide, carbonate. What is B? Hydrogen sulfide and sulfide. And SO2, colorless gas with a pungent smell like burning sulfur, which turn acidified potassium dichromate solution green. How SO2 turn acidified potassium dichromate solution green? It is treated with a K2Cr2O7. What happens is you are getting Cr2SO4 thrice, which is green in color. So all these are very, very popular reactions and you can easily trace and mark the filling, that A, B, C, D letters given. You can fill that species very easily. Nothing complex in it. Only point is that A, B, C, D, E, F, G, H, that way it is given. You have to be very careful marking the species particularly.
Now here it is NO2, brown fumes will be NO2, which in turn acidified potassium iodide solution containing so iodide Ki with NO2, you will get Ki with NO2. What will happen? Ki with NO2, you will get KNO2 plus I2, KNO2 plus I2, and this will give test with the starch solution. Popular reactions. And finally, colorless vapor with the smell of vinegar, acetic acid vapors, and acetate anion. So all the components we are able to fill it without much of difficulty. Yes. Yeah. Next one. On adding sulfanilic acid and 1 naphthylamine, sulfanilic acid and 1 naphthylamine to the water extract or acidified with acetic acid containing nitrite ions. Sulfanilic acid is diazotized in the reaction by nitrous acid formed. Diazotized acid couples with 1 naphthylamine to form a red azo dye. The red dye formed is. We want to know that red dye formed is. Yet another very popular reaction. What are the reactions involved? Let's see. This is the reactions involved. Just have a look at the nitrite with acetic acid, you get nitrous acid, and nitrous acid with the sulfanilic acid, you get azo, right? And that azo system interacting with 1 naphthylamine. This is 1 naphthylamine, alpha amino naphthalene, just like alpha naphthol. It is like alpha naphthol, beta naphthol. This is alpha amine with naphthol. This is alpha position. And that undergo diazotization, coupling will happen over this region, because this is activating group and this region will be undergoing an electrophilic attack, and this electrophile will be attacking by this center para position, and you will get such a product. You see, this is the compound and this position. You see, the para position of NH2 group. Will make a azo coupling with the sulfanilic acid, and that is a red azo dye obtained. Yeah. A highly probable question. Let me tell you. Next. If carbon dioxide gas along with the carbon monoxide gas is evolved in preliminary examination with the concentrated sulfuric acid, also adding dilute sulfuric acid to it, followed by dilute KMnO4 solution and bang, pink color of KMnO4 discharge. This gives the indication of the presence of the pink color of KMnO4 getting discharged. That means a simple pointer who is giving a redox reaction. With the permanganate. This is sodium oxalate. It's a test for acetate basically. It is sodium oxalate, which will give you upon heating oxalic acid, COO minus, upon heating. It will be breaking like this, and you will get carbon monoxide and carbon dioxide. You get carbon dioxide and carbon monoxide, right? That is the gases evolved. And now the reaction with the KMnO4 and oxalic acid. Oxalic acid can give a redox reaction with the permanganate, as permanganate is +7 system, will act as a very good oxidizing agent, and oxalic acid carbon +3 system will turn to carbon dioxide +4 system. So this undergo oxidation and this undergo reduction, Mn2+. So who is going to give that
reaction? That was the question. That was the question, right? So it is oxalate ion, oxalic acid giving redox reaction with the, yes. Next. Next again is a table where there is a simple color determination to be done. Color of the flame observed by naked eye, color of the flame observed through blue glass, which again is a practical chemistry experiment, and the observations A, B, C, D, we have to identify. See, certain colors we can easily identify. Anyway, the four choices, if it is given, definitely we will be able to pick it, because mostly are very popular non-examples only. For example, green flame with the blue center, crimson red, apple green, all are very popular. We are learning from the lower classes itself regarding. Some of them are S block elements, group 1, group 2 cations, right? And the answer stands with the green flame, blue center. Some same color observed with or without glass. It is copper, number 1. Crimson red is strontium. Apple green, very popular, barium, apple green, used in pyrotechnics. അല്ലെ, അമിട്ടുകളൊക്കെ പൊട്ടുമ്പോൾ ഈ സോൾട്ടുകളൊക്കെയാണ് നമ്മൾ ഓർമ്മയിൽ വരേണ്ടത് അല്ലേ? യെസ്. ബ്രിക്ക് റെഡ്, കാൽസ്യം ബ്രിക്ക് റെഡ് ഓർ ഗ്രീൻ ഇൻ കളർ, എല്ലാം വളരെ പോപ്പുലർ ആയിട്ട് നമുക്ക് പഠിക്കുന്നതാണ്. NCERT ആ സിലബസ് എന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഈ പാർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ അത് ചോദിക്കും, പഠിച്ചു വെക്കാം കേട്ടോ. യെസ്, അടുത്ത ചോദ്യം. Excess of benzaldehyde undergo condensation with acetone in presence of aqueous sodium hydroxide. ഇത് ഒരുപക്ഷെ വന്നേക്കാവുന്ന ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഫ്രം പ്രാക്ടിക്കൽ കെമിസ്ട്രി, പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി, പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിയാക്ഷൻ പരീക്ഷയ്ക്ക് അതുവരെ കണ്ടിട്ടില്ല. So there is a high probability that this question appear for the coming exam. Excess of benzaldehyde undergo condensation with the acetone in presence of aqueous sodium hydroxide, and you see you get the product, this one. ഇത് ആസിഡ് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബെൻസാൾഡിഹൈഡ് വിത്ത് അസെറ്റോൺ എക്സസ് 2 molecules will condense. ഒന്ന് ഇവിടെ കണ്ടൻസ് ചെയ്യും, പിന്നൊന്ന് ഈ സൈഡിൽ കണ്ടൻസ് ചെയ്യും. ഇവിടെ നോക്ക്, H2O out, H2O out and H2O out, it will condense, and the result will be benzene CH condensing over here, CO CH condensing over here. This is called dibenzal acetone. Dibenzal acetone. ഈ ചോദ്യം, ഈ റിയാക്ഷൻ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും കേട്ടോ. അടുത്ത ചോദ്യം. Products in the following reactions are yet another very popular reaction in the practical chemistry part. D-glucose, maltose, sucrose. You know sucrose is a non-reducing sugar. It is treated with the Fehling solution. There is no reaction. While D-glucose, D-maltose, copper with the citrate, that is Benedict solution. Copper with the tartarate, that is Fehling solution. So this is Fehling solution, this is Fehling solution. Sucrose with the Fehling solution or tolerance reagent, no reaction. While here you will find a reaction. രണ്ടു പേർക്കും ഇവിടെയും റിയാക്ഷൻ ഉണ്ട്, ഇവിടെയും റിയാക്ഷൻ ഉണ്ട്, ഇവിടെ റിയാക്ഷൻ ഇല്ല, റൈറ്റ്? And what are the reactions available? Just have a quick look at. You see glucose, this is there in the NCERT. Glucose, you will get gluconic acid. While Cu2 plus you get a red precipitate. Test for carbohydrates. Similarly, maltose will give you maltobionic acid. Another important molecule you can expect for the coming exam. Maltobionic acid. What is maltobionic acid? This is maltobionic acid. You can see, maltose means 2 glucose. This is 1 glucose and this is next to glucose. So the second glucose, that hemiacetal part is breaking and you get a carboxylic acid. Maltobionic acid. Make a special note on to.
പരീക്ഷയ്ക്ക് വരും കേട്ടോ. വൈൽ ഹിയർ നോ റിയാക്ഷൻ, ഇവിടെ റിയാക്ഷൻസ് ഒന്നുമില്ല. രണ്ടിലും ഓറഞ്ച് റെഡ് precipitate copper oxide is formed. Next, there is a scheme given. In the scheme given below, X and Y respectively, there is a metal halide, aqueous NaOH, you get white precipitate and filtrate. That white precipitate P with the PbO2, you get X, that is a colored species, and Q, MnOOH twice, warming, you get Y, blue coloration with the Ki and starch. Yet another popular reaction, very popular reaction. This is what the reaction involved. Metal halide MnCl2 will give you MnOH twice, that is the white precipitate, and NaCl filtrate, white precipitate. MnOH2 with PbO2, you get MnO4 minus purple color and Pb2 plus. And Cl minus from Q with the MnOH twice, you get chlorine gas. Chlorine gas with I minus, you get I2, which will be giving blue coloration with the starch. Right? I repeat, MnCl2 turning MnOH twice white precipitate, MnOH twice turning permanganate with the PbO2. PbO2 is an excellent oxidizing agent. So the answer will be option C, that is permanganate and chlorine. Cl minus turn chlorine gas reacting with the I minus. I minus will turn I2. And that I2 gives a starch reaction with the starch. And that in fact is a last question. H2S 5 moles react completely with acidified aqueous potassium permanganate solution. In this reaction, number of moles of water produced reacts and the number of moles of electron involved by value of X and Y. A very popular redox reaction involving permanganate and H2S. H2S minus 2 turn 0. So that will be N factor reduction. That is oxidation, N factor 2. While plus 7 turn plus 2, that is reduction, N factor 5. So this is N factor 5, this is N factor 2. So it will be 2 here and 5 here, and upon balancing, you will get number of water molecules, you will get 8. And how many electrons involved? Oxidational N factor 2, reductional N factor 5. So when you balance it, total 10. So number of electron Y equal to 10, and number of water molecule X formed is 8. So it will be answer 18. It is based on a very popular redox reaction. അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ കുറച്ചൊരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആൻഡ് ദ റീസൺ ഈസ് പ്രിറ്റി ക്ലിയർ, ഐ ബിലീവ്. കാരണം നമ്മൾ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കവർ ചെയ്തത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പാർട്ടും ഹൈഡ്രോ കാർബൺസും. We have tried to incorporate a few practical chemistry important questions also. അതിൽ ചില ചോദ്യങ്ങൾ ഞാൻ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, അത് ഉറപ്പായിട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഐ എം നോട്ട് സ്ട്രെച്ചിങ് ഫർദർ. വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ്. നാളെ നമുക്ക് പുതിയൊരു സെഗ്മെന്റുമായിട്ട് കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.